എല്ലാവർക്കും ലക്ഷ്യയിലേക്ക് സ്വാഗതം. അപ്പോൾ LDC പരീക്ഷ വളരെ അടുത്ത് നിൽക്കുവാണ്. ട്രിവാൻഡ്രത്ത് LDC ഉള്ള ആൾക്കാർക്ക് ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമല്ല, ഇനി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയും ഇക്കണോമിക്സിന്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇതൊരു പവർ റിവിഷൻ ക്ലാസ് ആണ്. നമ്മൾ ഇതുവരെ യൂട്യൂബിലും ആപ്പിലും ഒക്കെ പഠിച്ച ക്ലാസ്സുകളുടെ ഒരു ടോട്ടൽ റിവിഷൻ ആണ് ചെയ്യുന്നത്. വളരെ വിശദമായി പഠിപ്പിച്ച് ക്ലാസ് എടുത്ത് ടോപ്പിക് എടുത്ത് അങ്ങനെ പോവുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഹോട്ട് ടോപ്പിക്സ്, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ 3 വർഷക്കാലത്തെ ചോദ്യപേപ്പർ പരിശോധിച്ചപ്പോൾ ഒരു LDC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയകൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഈ 1.5 മണിക്കൂറിനകത്തുള്ള ക്ലാസ്സിനകത്ത് പരമാവധി സിലബസിനകത്തുള്ള ഏരിയ മൊത്തവും കവർ ചെയ്തുകൊണ്ട് പരമാവധി കംപ്ലീറ്റ് ഏരിയയും കവർ ചെയ്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗം ഒന്നോടിച്ച് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് റിവിഷൻ നടത്തി പോവുകയാണ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അവസാനം വരെയും ഈ വീഡിയോ നല്ലതുപോലെ കാണുക. ഇനി പരീക്ഷയ്ക്ക് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പഠിക്കാനായിട്ട് സമയമില്ല, റിവിഷന് മാത്രമേ സമയമുള്ളൂ. ഈ റിവിഷൻ മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. വീഡിയോ അവസാനം വരെയും കാണുക. ഓക്കെ, നമ്മുടെ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യ സാമ്പത്തിക രംഗം എന്ന് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ സാമ്പത്തിക രംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സാമ്പത്തിക മേഖലകൾ. ഒരു LGS മുതൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വരെയും ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന മേഖലയാണ് സാമ്പത്തിക മേഖലകൾ. നമുക്ക് ആ ഭാഗം പെട്ടെന്നൊന്ന് ചർച്ച ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, റിവിഷനാണ്, ഓർമ്മ വേണം. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടി നമ്മൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ, ഇന്ത്യൻ എക്കോണമിയെ, ഇന്ത്യക്കകത്തുള്ള സമ്പദ് വ്യവസ്ഥയെ 3 മേഖലകളായിട്ടാണ് തരംതിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ 3 മേഖലകളായിട്ടാണ് തരംതിരിക്കുന്നത്. CSO ആണ് അങ്ങനെ തരംതിരിച്ചിട്ടുള്ളത്. ആ 3 മേഖലകൾ ഏതൊക്കെയാണ്? എളുപ്പമാണ്. കാർഷിക മേഖല, 2 വ്യാവസായിക മേഖല, 3 സേവന മേഖല. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കണം. ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് ഇന്ത്യക്കകത്തുള്ള സമ്പദ് വ്യവസ്ഥയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. നമുക്ക് ഈ മേഖലയുടെ പ്രത്യേകതകൾ പെട്ടെന്നൊന്ന് പഠിക്കാം. നോക്കിയേ, കാർഷിക മേഖല ഇംഗ്ലീഷ് നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് പറയും. മറ്റൊരു പേരുണ്ട് പ്രാഥമിക മേഖല. ഇതാണ് പരീക്ഷയ്ക്ക് കൂടുതലും ചോദിക്കുന്ന വേർഡ്, പ്രാഥമിക മേഖല, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ എന്നും പറയും. ഇതാണ് ആദ്യത്തെ മേഖല. അത് കഴിഞ്ഞ് നോക്കിയേ, വ്യാവസായിക മേഖല, ഇംഗ്ലീഷിൽ സെക്കൻഡറി സെക്ടർ എന്ന് പറയും. ദ്വിതീയ മേഖല, മറ്റൊരു പേര്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വേർഡ് ദ്വിതീയം എന്നുള്ള വേർഡാണ്. ഇനി നോക്കി, ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും പറയാറുണ്ട്. സേവന മേഖല, അതിന് നമ്മൾ എപ്പോഴും എക്സാമ്പിൾ യൂസ് ചെയ്യുന്ന വേർഡ് തൃതീയ മേഖല എന്നാണ്. ഇതൊക്കെയാണ് കൂടുതലും പരീക്ഷയ്ക്ക് ചോദിച്ചു വന്ന വേർഡ്, തൃതീയ മേഖല, ദ്വിതീയ മേഖല. ഇനി ഇംഗ്ലീഷ് നമ്മൾ സർവീസ് സെക്ടർ എന്നും ടേഴ്സറി സെക്ടർ എന്നൊക്കെ പറയും. ഇനി നമുക്ക് നോക്കാം ഓരോ മേഖലയിലും എന്തൊക്കെ വരുമെന്ന് നോക്കാം. പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിച്ചുള്ള ചോദ്യമാണ്. കാർഷിക മേഖലയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോക്കി, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇനി മത്സ്യബന്ധനം, വനപരിപാലനം, ഖനനം, ഇംഗ്ലീഷിൽ മൈനിങ് എന്ന് പറയും. ഖനനം കാർഷിക മേഖലയാണ്, മാറിപ്പോവരുത്. അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം, ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന റോ മെറ്റീരിയൽസ് എന്നാണ്. റോ മെറ്റീരിയൽസ് എന്താണ്? പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുകയും മറ്റൊരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്ന സാധനങ്ങളാണ് അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ്. ഒരു എക്സാമ്പിൾ, പഞ്ചസാര ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട അസംസ്കൃത വസ്തുവാണ് കരിമ്പെന്ന് പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനം വരുന്ന മേഖല ഏതാണ്? കാർഷിക മേഖല. ലാസ്റ്റ് ശ്രദ്ധിക്കണേ, ജലസേചനം, ഇറിഗേഷൻ. നമ്മൾ വെള്ളം നേരിട്ടെടുക്കുന്നു, കൃഷി ആവശ്യങ്ങൾക്ക് മറ്റും ഉപയോഗിക്കുന്നു, അതാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. വെള്ളം ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നു, എവിടെ നിന്നായാലും ശരി, എവിടെന്നെങ്കിലും വെള്ളം ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നു, വെള്ളത്തിന് മാറ്റമൊന്നും വരുത്തുന്നില്ല, നമ്മളത് നേരിട്ട് കൃഷി ആവശ്യങ്ങൾക്ക് മറ്റും ഉപയോഗിക്കുന്നു, അതാണ് ജലസേചനം, ഇറിഗേഷൻ. ജലസേചനം, ഇറിഗേഷൻ, അതും കാർഷിക മേഖലയാണ്. അടുത്ത വ്യാവസായിക മേഖലയിൽ എന്തൊക്കെ വരും? പേര് തന്നെ ഉണ്ട്, എല്ലാത്തരം വ്യവസായങ്ങളും വരും. വ്യാവസായികമാണ്, എല്ലാത്തരം വ്യവസായങ്ങളും വരും. അതുപോലെ സാധനങ്ങളുടെ ഉൽപാദനം എന്ന് പറയുന്നത്, ഡ്രസ് ഉൽപ്പാദിപ്പിക്കുന്നു, ഫുഡ് ഉൽപ്പാദിപ്പിക്കുന്നു, ഇതെല്ലാം ഏത് മേഖലയാണ്? വ്യാവസായിക മേഖലയാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് SCRT ബുക്കിനകത്ത് എടുത്തു കൊടുത്തിട്ടുണ്ട്. വൈദ്യുതി ഉൽപാദനം ഏത് മേഖല? വ്യാവസായിക മേഖല. ഇനി ശ്രദ്ധിക്കുക, നിർമ്മാണം എന്ന് പറയുന്നത് വ്യാവസായിക മേഖല. PQ ക്വസ്റ്റ്യൻ ആണ്, 2023 നടന്ന പരീക്ഷയ്ക്ക് വെച്ച ക്വസ്റ്റ്യൻ ആണ്. നിർമ്മാണം ഏത് മേഖല? വ്യാവസായിക മേഖല. കെട്ടിട നിർമ്മാണം ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഏത് മേഖല? വ്യാവസായിക മേഖല. മൺപാത്ര നിർമ്മാണം PQ ക്വസ്റ്റ്യൻ ആണ്, 2023 കമ്പനി ബോർഡ് LGSന്റെ ക്വസ്റ്റ്യൻ. മൺപാത്ര നിർമ്മാണം ഏത് മേഖല? വ്യാവസായിക മേഖല. ഇനി നോക്കിയേ, ജലവിതരണം, 2022 CPയുടെ ക്വസ്റ്റ്യൻ ആണ്. ജലവിതരണം, വാട്ടർ സപ്ലൈ എന്ന് പറയുന്ന ഏത് മേഖല? ജലവിതരണമാണ് ഉദ്ദേശിക്കുന്നത്, അത് വ്യാവസായിക മേഖലയാണ്. എന്തുകൊണ്ടാണ് ജലവിതരണത്തെ വ്യാവസായിക മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ വീട്ടിലോട്ടൊക്കെ നമുക്ക് പൈപ്പ് വഴി കിട്ടുന്ന വെള്ളം എന്ന് പറയുന്നത് ഡയറക്റ്റ് കളക്ട് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് സപ്ലൈ ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല, വെള്ളം കളക്ട് ചെയ്ത് അത് ആദ്യം ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്നു, പിന്നെ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്, ക്ലീൻ ചെയ്യുന്നു, വൃത്തിയാക്കുന്നു, പ്യൂരിഫിക്കേഷൻ, ബ്ലീച്ചിങ്, ഇതെല്ലാം കഴിഞ്ഞ് വെള്ളം
വെള്ളത്തിന് രൂപമാറ്റമൊക്കെ വരുത്തിയതിന് ശേഷമാണ് വീട്ടിലോട്ടും അല്ലെങ്കിൽ പല സ്ഥലത്തോട്ടും ഓഫീസിലോട്ടൊക്കെ വെള്ളം സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജലവിതരണത്തെ വ്യാവസായിക മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ജലവിതരണം, വാട്ടർ സപ്ലൈ വ്യാവസായിക മേഖല. ജലസേചനം എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ, എടുത്ത് കൃഷി ആവശ്യങ്ങൾക്ക് മറ്റും ഉപയോഗിക്കുന്നു, അത് കാർഷിക മേഖല. മാറിപ്പോകരുത്. ഈ പറഞ്ഞ എക്സാമ്പിൾ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിർമ്മാണമൊക്കെ PQ ക്വസ്റ്റൻ, ഈ അടുത്ത് വെച്ച ക്വസ്റ്റൻ ആണ്. കെട്ടിട നിർമ്മാണം, മൺപാത്ര നിർമ്മാണം, കമ്പനി ബോർഡ് LGSന്റെ ക്വസ്റ്റ്യൻ. നിർമ്മാണം ചോദിച്ചിട്ടുണ്ട്. നിർമ്മാണം ഏത് മേഖല? വ്യാവസായിക മേഖല. ഇനി അടുത്തത് സേവന മേഖലയിലേക്ക് പോവുകയാണ്. ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സർവീസ് കിട്ടുന്നുണ്ടോ, സേവനം കിട്ടുന്നുണ്ടോ നോക്കുക. അതാണ് സേവന മേഖല. ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സേവനം കിട്ടുന്നുണ്ടോ, നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. നോക്കി വിദ്യാഭ്യാസം നോക്കുക, സേവനമല്ലേ? സേവനമാണ്. ജനങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ വ്യക്തികൾക്ക് കിട്ടുന്ന ഒരുതരം സർവീസാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ബാങ്കിങ് സേവന മേഖലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ്. ജനങ്ങൾക്ക് കിട്ടുന്ന സർവീസ് അല്ലേ, സേവനമല്ലേ ബാങ്കിങ് എന്ന് പറയുന്നത്, ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് സേവനമാണ് ജനങ്ങൾക്ക് കിട്ടുന്ന. അതുപോലെ നോക്കി ഹോട്ടൽ, ഭക്ഷണം സേവനമല്ലേ, ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത്, ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് സേവനമല്ലേ. ഇനി വാണിജ്യം, വ്യാപാരം, ട്രേഡും കൊമേഴ്സും ഒക്കെ എന്താണ്? സേവനമാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്താണ്? സേവനമല്ലേ, സർവീസ് അല്ലേ. കൊമേഴ്സ് ഒക്കെയാണത്. ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ എന്താണ്? വാണിജ്യം, വ്യാപാരത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നതൊക്കെയാണ്, സേവനമാണ്. നോക്കി റിയൽ എസ്റ്റേറ്റ് സർവീസാണ്. ഇനി നോക്ക് IT മേഖല. IT മേഖല എന്താണ്? സേവനമാണ്, സർവീസാണ്. ആരോഗ്യം, ആശുപത്രി ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനമല്ലേ, സർവീസ് അല്ലേ. ഗതാഗതം, ബസ്സൊക്കെ എന്താണ്? സർവീസ് അല്ലേ, സേവനമല്ലേ. വ്യാപാരം, വാർത്താവിനിമയം, നമ്മൾ കാര്യങ്ങളൊക്കെ അറിയുക, സേവനമല്ലേ, സർവീസ് അല്ലേ. ന്യൂസ് ചാനലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ലേ, സേവനമല്ലേ. ഇനി നോക്ക് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് കിട്ടുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ സേവനമാണ്. സംഭരണം, സ്റ്റോർ ചെയ്ത് വയ്ക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ സർവീസാണ്, സേവനമാണ്. അപ്പൊ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സർവീസ് കിട്ടുന്നുണ്ടോ, അതാണ് എന്തെന്ന് പറയുന്നത്, സേവനം എന്ന് പറയുന്നത്, സേവന മേഖലയിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചോളുക. വിദ്യാഭ്യാസം, IT, ബാങ്കിങ്, ഗതാഗതം, റിയൽ എസ്റ്റേറ്റ്, ആരോഗ്യം, ആശുപത്രി, കൊമേഴ്സ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, വാണിജ്യം, വ്യാപാരം, ഇതെല്ലാം സേവന മേഖലയ്ക്ക് എക്സാമ്പിൾ ആണ്. സ്പീഡിന് പറഞ്ഞു പോകാണെന്ന് വിചാരിക്കരുത്. റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. വീണ്ടും കേട്ട് പഠിക്കുക. കഷ്ടിച്ച് 1-1.5 മണിക്കൂറിനകത്ത് വരുന്ന റിവിഷൻ ക്ലാസ് ആണ്. ഇനി എക്സാമിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ആ മണിക്കൂറിനിടയിൽ ഈ റിവിഷൻ ക്ലാസ് നല്ലതുപോലെ കാണുക. പരമാവധി ചോദ്യങ്ങൾ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഒരു കാര്യം പറയുകയാണ്, സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യുക. മാവ് കൊണ്ടുവരുന്ന മേഖല കാർഷിക മേഖല. ആ മാവ് കൊണ്ടുവന്ന് മെഷീനിൽ കയറ്റി ബ്രെഡ് ആക്കുമ്പോൾ അത് വ്യാവസായിക മേഖലയാണ്. വ്യാവസായിക മേഖലയിലാണ് ബ്രെഡ് മെഷീനിൽ കയറ്റി ബ്രെഡ് ആക്കുന്നത്. അത് പാക്കറ്റാക്കി പുറത്തേക്ക് വിൽക്കുമ്പോൾ അത് സേവന മേഖലയായി. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അത് കണക്ട് ചെയ്യുക. അപ്പോൾ 3 മേഖലയിലും എന്തൊക്കെ വരുമെന്ന് പഠിച്ചു. കാർഷിക മേഖലയിൽ എന്തൊക്കെ വരും, ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട്. വ്യാവസായിക മേഖലയിൽ എന്തൊക്കെ വരും, സേവന മേഖലയിൽ എന്തൊക്കെ വരും, പിടികിട്ടുവേ. നമുക്ക് അടുത്തത് ഓരോ മേഖലയിലെയും റീസെന്റ് വരുമാനം നോക്കാം. ഇത് പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിക്കുന്ന ഒരു കണക്കാണ്. കഴിഞ്ഞ LDCക്കും ചോദിച്ചു കാർഷിക മേഖലയുടെ ഏകദേശ വരുമാനം എത്രയാണെന്ന്. കഴിഞ്ഞ LDCക്ക് 2021 LDCക്ക് ചോദിച്ചു കാർഷിക മേഖലയുടെ ഏകദേശ വരുമാനം എത്രയാണെന്ന്. അപ്പോൾ അടുത്ത് ചോദിക്കാം. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ കണക്ക് പ്രകാരം കാർഷിക മേഖലയുടെ ആവറേജ് വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 18.3%. കാർഷിക മേഖലയുടെ GDPയിലേക്കുള്ള ഇന്ത്യക്കകത്ത് കാർഷിക മേഖല നൽകുന്ന വരുമാനം ഏകദേശം 18.3% ടോട്ടൽ വരുമാനത്തിന്റെ. വ്യാവസായിക മേഖല ഏകദേശം 27.6% വരുമാനവും സേവന മേഖല ഏകദേശം 54% വരുമാനം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ കണക്കാണ് ഈ പറയുന്നത്. ഇനി ഇതിലൊക്കെ ചെറിയ ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. പോയിന്റ് ഒക്കെ പെർസെന്റേജ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. PSC ചോദിക്കുമ്പോൾ കറക്റ്റ് 18.3 തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം PSC ചോദിച്ചപ്പോൾ ആൻസർ കൊടുത്തിരുന്ന 18% എന്നാണ്. ഒരു റേഞ്ച് അനുസരിച്ച് പഠിച്ചു വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു 16%-നും 20%-നും ഇടയിലാണ് വരുമാനമെങ്കിൽ അത് കാർഷിക മേഖലയായിരിക്കും. ഒരു 22-നും 29-നും ഇടയിലാണ് വരുമാനമെങ്കിൽ അത് വ്യാവസായിക മേഖലയായിരിക്കും. 50-ന് മുകളിലേക്കാണെങ്കിൽ മോർ ദാൻ 50, 50-ന് മുകളിലേക്കാണെങ്കിൽ ഏത് മേഖലയായിരിക്കും? സേവന മേഖലയായിരിക്കും. സേവന മേഖല താമസിക്കാതെ 57-59% വരുമാനമാകും എന്നൊക്കെയാണ് പറയുന്നത്. ഇനി റേഞ്ച് പഠിച്ചു വെക്കാൻ പറഞ്ഞ കാര്യം PSC ചിലപ്പോൾ കറക്റ്റ് നമ്പറിനെ ചോദിക്കണമെന്നില്ല, ചെറിയ ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. ഒരു 20% റേഞ്ചിലൊക്കെയാണ് വരുമാനമെങ്കിൽ ഏത് മേഖലയായിരിക്കും? കാർഷിക മേഖല. 16-20 റേഞ്ച് ഒക്കെ ആണെങ്കിൽ 2 നമ്പറും പരീക്ഷ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിച്ചത്. ഒരു 16-നും 20-നും ഇടയിലൊക്കെയാണ് വരുമാനമെങ്കിൽ കാർഷിക മേഖല. ഇനി 22-29-നൊക്കെ ഇടയിലാണെങ്കിൽ വ്യാവസായിക മേഖല. 29 പറയാൻ കാരണം ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ബിവറേജസ് LD ക്ലർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വ്യാവസായിക മേഖലയുടെ വരുമാനം 30%-ൽ താഴെയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ബിവറേജസ് LD ക്ലർക്ക് വ്യാവസായിക മേഖലയുടെ വരുമാനം 30%-ൽ താഴെയാണ്. അപ്പൊ 29 കൊടുത്ത അതുകൊണ്ടാണ്. ഒരു ഏകദേശം 27 ആവറേജ് കണക്ക്. അപ്പൊ 30-ൽ താഴെയാണ്. ഒരു 22-നും 29-നും ഇടയിൽ ചോദിച്ചാൽ വ്യാവസായിക മേഖല. ഇനി 50%-ന് മുകളിലേക്കാണെങ്കിൽ സേവന മേഖല. അതൊന്ന് എക്സാമിന് ചോദിച്ചു. സേവന മേഖലയുടെ വരുമാനം നിലവിൽ 50%-ന് മുകളിലാണ്. ശരിയാണ്, 50-ൽ കൂടുതലാണ് സേവന മേഖല, സർവീസ് സെക്ടർ, സേവനം. അപ്പൊ പകുതിയിൽ കൂടുതൽ വരുമാനവും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത് സേവന മേഖല, ഏറ്റവും കുറവ് വരുമാനം നൽകുന്നത് കാർഷിക മേഖല. കണക്കോർത്തിരുന്നോളുക. ഒരു 16-നും 20-നും ഇടയിൽ കാർഷികം, ഒരു 22-29-നും ഇടയിൽ വ്യാവസായികം, 50-ന് മുകളിലേക്ക് സേവന മേഖല. ഓർത്തോളണേ. ഇനി ഓരോ മേഖലയിലും എത്ര ശതമാനം ആൾക്കാർ ഏകദേശം ജോലി ചെയ്യുന്നു എന്ന കണക്കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. കാർഷിക മേഖലയിൽ നിലവിൽ ഏകദേശം ഒരു 46 മുതൽ 48% ആൾക്കാർ ജോലി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. 46-48 എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ആവറേജ് കണക്കാണ്. 2-3% അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. ഓർത്തോളുക. ഏകദേശം
ഏകദേശം 50% ആൾക്കാർ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് കേട്ടോ. കറക്റ്റ് വാല്യൂ നല്ലൊരു ആവറേജ് കണക്കാണ്. കാർഷിക മേഖലയിൽ 46 മുതൽ 48% ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. വ്യാവസായിക മേഖലയിൽ ഏകദേശം ഒരു 22 മുതൽ 24% ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. സേവന മേഖലയിൽ അപ്രോക്സിമേറ്റ്ലി ആവറേജ് കണക്ക് ഒരു 30% ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. ഇതാണ് ഒരു ആവറേജ് കണക്ക്. ഇതൊക്കെ 1-2% അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ കേട്ടോ, നിങ്ങളൊന്ന് ഓർത്തോളുക. അപ്പോൾ നോക്കുക, ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖല കാർഷിക മേഖലയാണ്. അതുകൊണ്ടാണ് കാർഷിക മേഖലയെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് വിളിക്കുന്നത്. കാർഷിക മേഖലയുടെ വരുമാനം വെച്ചിട്ടല്ല നട്ടെല്ലെന്ന് വിളിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത്, ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് കാർഷിക മേഖലയാണ്. ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചു, ഈ അടുത്ത എക്സാമിന് ചോദിച്ചു. അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത് കൊണ്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നതും കൊണ്ടാണ് കാർഷിക മേഖലയെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് വിളിക്കുന്നത്. പിടികിട്ടോ? ഓക്കെ ആണേ. ഇനി സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്തിരുന്ന കാർഷിക മേഖലയാണ് നമുക്കറിയാം. 1993 കാലഘട്ടത്ത് കാർഷിക മേഖലയിൽ ഏകദേശം 64% പേരാണ് ജോലി ചെയ്തിരുന്നത്. 93-ൽ. ഇപ്പൊ 2024 എത്തുമ്പോൾ ഏകദേശം എത്ര പേരാണ്? 46 മുതൽ 48%. അതായത് കാർഷിക മേഖലയിലും ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ കാർഷിക മേഖലയിൽ നിന്ന് മാറി വ്യാവസായിക മേഖലയിലും സേവന മേഖലയിലോട്ടൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ് ജോലിക്ക് വേണ്ടി. അങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോഴും ഏറ്റവും വലുതേത് തന്നെയാണ്? കാർഷിക മേഖല തന്നെയാണ്. ഒന്ന് ഓർത്തോളേ. നോക്കുക, 93-ൽ 64% ഉണ്ടായിരുന്നത് 2024 ആയപ്പോൾ 2024 എത്തുമ്പോൾ ഏകദേശം 50% ഉള്ളൂ. അതായത് കാർഷിക മേഖലയിൽ നിന്ന് ആൾക്കാർ കുറഞ്ഞ് വ്യാവസായികത്തിലോട്ടും സേവനത്തിലോട്ടും പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവിടം വരെ ആയപ്പോഴും ഏറ്റവും വലുതേത് തന്നെയാണ്? കാർഷിക മേഖല തന്നെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന മേഖല ഏത്? കാർഷിക മേഖല. അവിടെയും ആൾക്കാർ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് പോകുമ്പോൾ കാർഷിക മേഖലയിൽ നിന്ന് കുറഞ്ഞ് മറ്റു രണ്ടും ആയിരിക്കും പിന്നീട് കൂടി വരുന്നത്. അത് പിന്നീടുള്ള കാര്യം. നമുക്ക് അപ്പൊ പഠിക്കേണ്ടി വരണമെങ്കിൽ അപ്പൊ പഠിക്കാം. ഓക്കെ ആണേ. ഇനി കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന ഒരുതരം തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. SCRT ബുക്കിനകത്ത് ഉള്ള കാര്യമാണ് കേട്ടോ. SCRT പാഠഭാഗത്തിലൊക്കെ ഉള്ള കാര്യമാണ്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. എന്താണെന്ന് ചോദിച്ചാൽ, ആവശ്യത്തിലധികം ആൾക്കാർ വെറുതെ ജോലി ചെയ്യുന്നു. അതായത് ഒരു സ്ഥലത്ത് 3 പേര് ജോലി ചെയ്യുന്നു. അവിടെ നമുക്ക് 100 കിലോ സാധനം കിട്ടും. സിമ്പിൾ എക്സാമ്പിൾ. 3 പേര് ചെയ്യുന്നു, 100 കിലോ കിട്ടും. അവിടേക്ക് 2 പേരെ കൂടി കൊണ്ടുവന്നു. ഇപ്പൊ എത്ര പേരായി? 5 പേരായി. അപ്പോഴും കിട്ടുന്ന 100 കിലോ തന്നെയാണ്. 3 പേര് ചെയ്തപ്പോൾ 100 കിട്ടി. 2 പേരും കൂടി വന്ന് 5 പേരായി. അപ്പോഴും 100 കിട്ടുന്നുള്ളൂ. അപ്പൊ പിന്നെ 2 പേര് ജോലി ചെയ്യുന്നുണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല, എഫക്റ്റീവ് ഒന്നും വരുന്നില്ല. അപ്പോൾ ആ 2 പേര് വെറുതെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ള അൺഎംപ്ലോയ്മെന്റ് ആണ്, അങ്ങനെയുള്ള തൊഴിലില്ലായ്മയാണ് എന്ന് പറയുന്നത് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. കാർഷിക മേഖലയിൽ ഒരുപാട് ആൾക്കാർ ചുമ്മാ ജോലി ചെയ്യുന്നുണ്ട്. അവർ ചെയ്താലും ഇല്ലെങ്കിലും ഒരു നിശ്ചിത വരുമാനം കിട്ടും. പക്ഷേ ജോലി ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ചുമ്മാ അങ്ങ് ജോലി ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അതാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഒന്ന് ഓർത്തോളുക. ഓക്കെ ആണേ. ഇനി 3 മേഖലയുടെയും ട്രെൻഡും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. കാർഷിക മേഖലയുടെ വരുമാനം കാലക്രമേണ കുറഞ്ഞു വരികയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കാർഷിക മേഖലയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നതും കാർഷിക മേഖല തന്നെയാണ്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഏറ്റവും കുറവ് വരുമാനമാണ് കാർഷിക മേഖല. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം തൊട്ട് ഇതുവരെയുള്ള ട്രെൻഡ് നോക്കിയാൽ കാർഷിക മേഖലയുടെ വരുമാനം കാലക്രമേണ കുറഞ്ഞു വരുന്നു. PSC ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മേഖല വ്യാവസായിക മേഖല. വ്യാവസായിക മേഖല വലിയ മാറ്റമൊന്നും കാണിക്കാത്ത മേഖലയാണ്. ഭയങ്കര ഉയർച്ചയും ഭയങ്കര താഴ്ചയൊന്നും കാണിക്കുന്നില്ല. എന്നാൽ PSCയുടെ ഉത്തരപ്രകാരം വ്യാവസായിക മേഖലയും ചെറിയ തോതിൽ കുറഞ്ഞു വരുന്നു എന്നാണ് PSC ആൻസർ കൊടുത്തിരിക്കുന്നത്. ഇനി സേവന മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം. നിങ്ങൾ സേവനത്തിന്റെ എക്സാമ്പിൾ ഒന്ന് ഓർത്തു വയ്ക്കുക. നമ്മൾ പഠിച്ചത് ബാങ്കിങ്, വിദ്യാഭ്യാസം, ഗതാഗതം, ആശുപത്രി. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളൊക്കെ ഇന്ത്യയിൽ ഡെവലപ്പ് ആയിട്ടുണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് അങ്ങനെയല്ല. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം തൊട്ട് ഇതുവരെയുള്ള സമയം എടുത്താൽ സേവന മേഖലയുടെ വരുമാനം കൂടി വരികയാണ്. ഈ 3 സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അപ്പോൾ ഒന്ന് ഓർത്തിരുന്നോളുക. നോക്കിയേ, കാർഷിക മേഖലയുടെ വരുമാനം കാലക്രമേണ കുറഞ്ഞു വരികയാണ്. നമുക്ക് തന്നെ അറിയാം. ബേസ് ചോദ്യം. വ്യാവസായിക മേഖലയുടെ വരുമാനവും കാലക്രമേണ കുറഞ്ഞു വരുന്നു. വലിയൊരു കുറവൊന്നും കാണിക്കുന്നില്ല, ചെറിയൊരു കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷെ PSC കൊടുത്തിരിക്കുന്നത് കുറഞ്ഞു വരുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. ഇനി PSC പിന്നീട് മാറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. നിലവിൽ എന്തായാലും കുറഞ്ഞു വരുന്നു എന്നാണ് കൊടുത്തേക്കുന്നത്. എന്നാൽ വലിയൊരു കുറവൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കൂടുതലും കാണിക്കുന്നില്ല, കുറവും കാണിക്കുന്നില്ല. ഒരുപോലെയൊക്കെ അങ്ങ് പോകുന്ന ഒരു മേഖലയാണ്. പക്ഷെ PSC കൊടുത്തിരിക്കുന്നത് കുറഞ്ഞു വരുന്നു എന്നാണ്. ഇനി സേവന മേഖലയുടെ വരുമാനം കാലക്രമേണ കൂടി വരികയാണ്. അത് നമുക്ക് അറിയാന്നുള്ളതേ ഉള്ളൂ. സേവന മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. സർവീസ് സെക്ടർ, ബാങ്കിങ്ങും ഗതാഗതം, IT ഇതെല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം പഠിച്ചു വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റും നല്ലതുപോലെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടിയാണ് നമ്മൾ 3 ആക്കിയെന്ന് പഠിച്ചു. ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടി കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖലയാക്കിയെന്ന് നമ്മൾ പഠിച്ചു. ഒരു കാറ്റഗറി കഴിഞ്ഞു. മറ്റൊരു കാറ്റഗറിയിലേക്ക് നമ്മൾ പോവുകയാണ്. ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് ഇന്ത്യയെ 3 ആക്കി. ഇന്ത്യക്കകത്തുള്ള സമ്പദ് വ്യവസ്ഥയെ 3 ആക്കി. അത് കഴിഞ്ഞു. മറ്റൊരു കാറ്റഗറി പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ, ഇന്ത്യക്കകത്ത് ജനങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ
ഇന്ത്യൻ എക്കോണമി നമുക്ക് രണ്ടായി തരംതിരിക്കാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. PQ ക്വസ്റ്റൻ ആണ്. പ്രവർത്തന രീതിയുടെ അടിസ്ഥാനത്തിൽ, പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കാം. ഒന്ന് സംഘടിത മേഖല, മറ്റൊന്ന് അസംഘടിത മേഖല. ഒന്ന് സംഘടിത മേഖല, മറ്റൊന്ന് അസംഘടിത മേഖല. പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ എക്കോണമി എന്താണെന്ന് പെട്ടെന്ന് നോക്കാം. സംഘടിത മേഖല, ആദ്യം പോയിന്റ് നോക്കിയേ. ഗവൺമെന്റ് ഇടപെടലുള്ള മേഖല. ഇനി ഏതൊക്കെ മേഖലയിലാണ് ഗവൺമെന്റ് ഇടപെടുന്നത്? ഗവൺമെന്റ് ഇടപെടൽ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ്? ഒന്ന്, ജോലി ചെയ്യുന്ന സമയം ഗവൺമെന്റ് ഇടപെടലുണ്ട്. കിട്ടുന്ന ശമ്പളത്തിൽ ഗവൺമെന്റ് ഇടപെടലുണ്ട്. ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത്? സംഘടിത മേഖല. ജോലി ചെയ്യുന്ന സമയത്തിൽ ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്, കിട്ടുന്ന ശമ്പളത്തിൽ ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. ആ ശമ്പളത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കുറഞ്ഞ വേതനത്തിൽ നിന്ന് കൂടിയ വേതനമായിരിക്കും. ഗവൺമെന്റ് ഇടപെടലുള്ള എല്ലാ മേഖലയിലും കുറഞ്ഞ വേതനത്തിൽ നിന്നും കൂടിയ വേതനമായിരിക്കും. അല്ലാതെ ഓരോ സീസണിൽ ഓരോ ശമ്പളം അല്ല. ആദ്യം കയറുമ്പോഴുള്ള ശമ്പളം അല്ല, പിന്നീട് കൂടിയാണ് പോകുന്നത്. ഗവൺമെന്റ് ഇടപെടലുള്ള എല്ലാ മേഖലയിലും ശമ്പളം കൂടിയാണ് പോകുന്നത്. കുറഞ്ഞ വേതനത്തിൽ നിന്നും കൂടിയ വേതനത്തിലേക്ക്. അവിടെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും. പെൻഷൻ പോലുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും. ഇതാണ് സംഘടിത മേഖല. ഗവൺമെന്റ് ഇടപെടലുണ്ട്, ജോലിക്ക് വ്യക്തമായ സമയക്രമമുണ്ട്, കുറഞ്ഞ വേതനത്തിൽ നിന്ന് കൂടിയ വേതനത്തിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ ആനുകൂല്യങ്ങളുണ്ട്. സർക്കാർ സർവീസിൽ കയറുന്ന എല്ലാവരും സംഘടിത മേഖലയാണ്. സർക്കാർ സർവീസ് എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. ഗവൺമെന്റ് ഇടപെടലുള്ള എല്ലാ മേഖലയും എന്ത് തന്നെയാണ്? സംഘടിത മേഖല തന്നെയാണ്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഹോട്ടലുകളിലും ടെക്സ്റ്റൈൽ ഷോപ്പിലും അവിടെയൊക്കെ നിൽക്കുന്ന സ്റ്റാഫുകൾ നിങ്ങൾക്ക് അറിയാം, വീട് പണിക്ക് പോകുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയാം. ഇവരൊക്കെ സംഘടിത മേഖലയാണോ? അല്ല, ഇതൊക്കെ അസംഘടിത മേഖലയാണ്. ടാക്സി ഡ്രൈവേഴ്സ്, ഇവരെല്ലാം അസംഘടിത മേഖലയാണ്. കാര്യം എന്താണ്? അവരുടെ ജോലി സമയം തീരുമാനിക്കുന്ന ഗവൺമെന്റ് ആണോ? അല്ല. ഇന്ന സമയത്തെ ടാക്സി ഓടിക്കാവോ? അങ്ങനെ കൊണ്ടോ? ഇല്ല. ഇന്ന സമയത്ത് ഷോപ്പ് തുറക്കാവോ? അങ്ങനെ കൊണ്ടോ? ഇല്ല. അതൊക്കെ അവരുടെ മുതലാളിമാരാണ് തീരുമാനിക്കുന്നത്. എപ്പോൾ ഷോപ്പ് തുറക്കണം, എപ്പോൾ അടയ്ക്കണം. ഇനി അവിടുത്തെ സ്റ്റാഫിന് കൊടുക്കുന്ന ശമ്പളം ഗവൺമെന്റ് ആണോ തീരുമാനിക്കുന്നത്? എല്ലാ സ്റ്റാഫുകൾക്കും മിനിമം എത്ര കൊടുത്തിരിക്കണം, അങ്ങനെ കൊണ്ടോ? ഇല്ല. അതൊക്കെ മുതലാളിമാരാണ് കൊടുക്കുന്ന ശമ്പളം. ചിലപ്പോൾ കൂടുതൽ കൊടുക്കും, ചിലപ്പോൾ കുറച്ച് കൊടുക്കും. സീസൺ ആണെങ്കിൽ കൂടുതൽ കൊടുക്കും, അത് കഴിഞ്ഞാൽ കുറച്ച് കൊടുക്കും. കച്ചവടം ഇല്ലെങ്കിൽ കുറച്ച് കൊടുക്കും. പറയുന്ന ശമ്പളം പോലും കൊടുക്കാറില്ല. അപ്പോഴാണ് പിന്നെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. ആനുകൂല്യങ്ങളും കിട്ടാറില്ല. ഇതൊക്കെയാണ് അസംഘടിത മേഖല. ജോലിക്ക് വ്യക്തമായ സമയക്രമമൊന്നുമില്ല. ജോലിക്ക് വ്യക്തമായ എന്തോ സമയക്രമം, പറയുന്ന സമയത്ത് ഷോപ്പ് തുറക്കണം, എപ്പോഴാണ് അടയ്ക്കണമെന്ന് പറയാൻ പോലും പറ്റത്തില്ല. ഇനി കറക്റ്റ് ശമ്പളം കൊടുക്കാറുണ്ടോ? ഇല്ല. അപ്പൊ വ്യക്തമായ സാലറി ഇല്ല, വ്യക്തമായ ശമ്പളമില്ല, വ്യക്തമായ ജോലി സമയമില്ല, ആനുകൂല്യങ്ങളില്ല. ഗവൺമെന്റ് ഈ കാര്യങ്ങൾ ഇടപെടത്തില്ല. ഇതാണ് ഏതെന്ന് പറയുന്നത്? അസംഘടിത മേഖല. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സംഘടിത മേഖലയുടെ ഫാക്ട് ഇതാ കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ഇടപെടലുള്ള മേഖല, ജോലിക്ക് വ്യക്തമായ സമയക്രമം ഉണ്ടായിരിക്കും, പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും, കുറഞ്ഞ വേതനം, കൂടിയ വേതനം എന്നീ വ്യവസ്ഥകളുണ്ട്. കുറഞ്ഞ വേതനത്തിൽ നിന്നും കൂടിയ വേതനത്തിലേക്ക്. ഇനി ഇതൊന്നും ഇല്ലാത്ത മേഖലയാണ് ഏത്? അസംഘടിത മേഖല. അതുകൊണ്ട് ഞാനിപ്പോൾ സ്ലൈഡിൽ കൊടുത്തിട്ടില്ല. ഇതൊന്നും ഇല്ലാത്ത മേഖലയാണ് ഏത്? അസംഘടിത മേഖല. ഓർമ്മ വേണം. അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറിയും കഴിഞ്ഞു. ആദ്യം ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടി 3 ആക്കി. കാർഷികം, വ്യാവസായികം, സേവനം. ഒരു കാറ്റഗറി കഴിഞ്ഞു. പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ 2 ആക്കി. സംഘടിതം, അസംഘടിതം. അതും കഴിഞ്ഞു. ഇനി ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ, ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ. ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ നമുക്ക് 2ആയി തരംതിരിക്കാം. ഇന്ത്യക്കകത്തുള്ള സമ്പദ് വ്യവസ്ഥയെ 2ആയി തരംതിരിക്കാം. ഒന്ന് ഗവൺമെന്റ് നടത്തുന്ന സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളത്, പിന്നെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളത്. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് KSFE, KSEB, KSRTC ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഇന്ത്യൻ റെയിൽവേ കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇനി ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ ചേർന്ന് നടത്തുന്ന സ്ഥാപനങ്ങളാണ് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ. അത്രേ ഉള്ളൂ. നോക്കിയേ, പൊതുമേഖല ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ളത്, ഗവൺമെന്റ് റൺ ചെയ്യുന്ന, ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. സ്വകാര്യ മേഖല ഒരു വ്യക്തിയുടെയോ ഒരു കൂട്ടം വ്യക്തികളുടെയോ ഉടമസ്ഥതയിലുള്ളത്, അതാണ് ഏത്? സ്വകാര്യ മേഖലാ സ്ഥാപനം. പിടികിട്ടുവേ? എളുപ്പമാണേ. അപ്പോൾ 3 കാറ്റഗറിയാണ് കഴിഞ്ഞത്. ആദ്യത്തെ 2 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടി 3 ആക്കി. കാർഷികം, വ്യാവസായികം, സേവനം. പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ 2 ആക്കി. സംഘടിതം, അസംഘടിതം. ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിലും 2 ആക്കി. പൊതുമേഖല, സ്വകാര്യ മേഖല. അതിൽ ആദ്യത്തെ 2 PQ ക്വസ്റ്റൻ ആണ്. ഓർമ്മ വേണം. ഇനി ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കിയ ആൾക്കാരെ കുറിച്ച് നമുക്ക് നോക്കാം. ഒരുപാട് പേരുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പേരുകളുണ്ട്. നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയതെന്നോ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കാൻ ശ്രമം നടത്തിയായിരുന്നു ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി 1867-68 കാലഘട്ടത്തിലാണ്. ഇനി അദ്ദേഹം അന്ന് എങ്ങനെയാണ് കണക്കാക്കിയതെന്ന് ചോദിച്ചാൽ ആ സമയത്തെ ജയിലിനുള്ളിലെ ജീവിത ചെലവിന്റെ അടിസ്ഥാനത്തിലാണ്. ജയിലിനകത്ത് ഒരാൾക്ക് ജീവിക്കാനുള്ള ചെലവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ദേശീയ വരുമാനം കണക്കാക്കിയത്. അല്ലാതെ അന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വെച്ചുകൊണ്ട് സയന്റിഫിക് ആയിട്ടൊന്നും കണക്കാക്കാൻ പറ്റത്തില്ല, ശാസ്ത്രീയമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റത്തില്ല. അന്ന് അദ്ദേഹം ചെയ്തത് ഒരു ജയിലിനകത്ത് ജീവിക്കാൻ എന്തുമാത്രം ചെലവ്, ജയിൽ ജീവിത ചെലവ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ദേശീയ വരുമാനം കണക്കാക്കിയത്. ഇത് PQ ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത്, അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജി. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ജയിൽ ജീവിത ചെലവിന്റെ അടിസ്ഥാനത്തിൽ. ജയിൽ ജീവിത ചെലവിന്റെ അടിസ്ഥാനത്തിൽ. നോക്കാം. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കിയ പ്രധാനപ്പെട്ട വ്യക്തികളാണ് പറയാൻ പോകുന്നത്. ദാദാഭായ് നവറോജി ഉണ്ട്. 67-68 കാലഘട്ടം. എന്താണ് പ്രത്യേകത? ഇന്ത്യയിൽ ആദ്യം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ജയിൽ ജീവിത ചെലവ്
ചെലവ്, ജയിൽ ജീവിത ചെലവിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ ഒരുപാട് വ്യക്തികൾ കണക്കാക്കി. വില്യം ഡിഗ്ബി, പേരുകൾ കേട്ട് പഠിക്കുക. വില്യം ഡിഗ്ബി, ഫിൻഡിലെ ഷിറാസ്, വാഡൈ ആൻഡ് ജോഷി, ഷാ ആൻഡ് കമ്പട്ട, ഇവരെല്ലാം കണക്കാക്കിയ വ്യക്തികളാണ്. ഇതൊക്കെ നിങ്ങളുടെ NCERT ബുക്കിലുള്ള പേരുകളാണ്. ഈ വില്യം ഡിഗ്ബി, ഫിൻഡിലെ ഷിറാസ് ഒക്കെ, വാഡൈ ആൻഡ് ജോഷി, ഷാ ആൻഡ് കമ്പട്ട, ഇവരെല്ലാവരും പിന്നീട് പിൽക്കാലങ്ങളിൽ ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തികൾ തന്നെയാണ്. അതുപോലെ തന്നെ VKRV റാവു കണക്കാക്കിയിട്ടുണ്ട്. 25-നും 32-നും ഇടയിൽ എപ്പോഴുമാണ്. 1925-29 കാലഘട്ടം എന്ന ഒരു ബുക്കിൽ കണ്ടിട്ടുണ്ട്. 31-32 എന്ന് വേറൊരു ബുക്കിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനിടയിൽ എപ്പോഴുമാണ് VKRV റാവു ദേശീയ വരുമാനം കണക്കാക്കുന്നത്. പക്ഷേ ആ വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് VKRV റാവു. ഞാൻ പറഞ്ഞു ദാദാഭായ് നവറോജി ശാസ്ത്രീയമായിട്ടൊന്നും അല്ല കണക്കാക്കിയത്, ജയിൽ ജീവിത ചെലവിന്റെ അടിസ്ഥാനത്തിലാണ്, ജയിലിനകത്ത് ജീവിക്കാനുള്ള ചെലവിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ ആദ്യമായിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വെച്ചുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് ആര്? VKRV റാവു. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ ദാദാഭായ് നവറോജി, ആദ്യമായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ കണക്കാക്കിയത് VKRV റാവു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന VKRV റാവു ആണ്. ദേശീയ വരുമാനത്തിന്റെ പിതാവ് എന്നൊരു ചോദ്യം ഇതുവരെയും കണ്ടിട്ടില്ല. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പിതാവ്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് VKRV റാവു ആണ്. അപ്പൊ രണ്ട് പേര് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചോളുക, ദാദാഭായ് നവറോജി, VKRV റാവു. ബാക്കി പേരുകൾ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചോളുക, ഒന്ന് ഓർത്തിരിക്കുക. VKRV റാവുവിന് ശേഷം പിന്നെയും ദേശീയ വരുമാനം കണക്കാക്കിയ ആൾക്കാരുണ്ട്. CR ദേശായി. 32-40 കാലഘട്ടത്തിനിടയിൽ എപ്പോഴുമാണ് CR ദേശായി ദേശീയ വരുമാനം കണക്കാക്കുന്നത്. CR ദേശായിക്ക് ശേഷം പിന്നെ ദേശീയ വരുമാനം കണക്കാക്കിയ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ദേശീയ വരുമാന കമ്മിറ്റി. 1949 PQ ക്വസ്റ്റൻ ആണ്. ദേശീയ വരുമാന കമ്മിറ്റി 1949. അപ്പോൾ 49 എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്താണ്? സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം, ഇമ്പോർട്ടന്റ് ഫാക്ട്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ദേശീയ വരുമാന കമ്മിറ്റിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റി. ആ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അതിന്റെ അധ്യക്ഷൻ PC മെഹ്ലനോബിസ് ആയിരുന്നു. മെഹ്ലനോബിസ്. അതുകൊണ്ട് ഇതിനെ മെഹ്ലനോബിസ് കമ്മിറ്റി എന്ന് അറിയപ്പെട്ടിരുന്നു. ഏത് കമ്മിറ്റി? 49 ദേശീയ വരുമാന കമ്മിറ്റി. ഇനി അംഗങ്ങൾ VKRV റാവു, DR ഗാഡ്ഗിൽ. 2 അംഗങ്ങൾ ഉണ്ടായിരുന്നു. VKRV റാവു, DR ഗാഡ്ഗിൽ. മെഹ്ലനോബിസിനെ കൂടാതെ VKRV റാവു, DR ഗാഡ്ഗിൽ. ഈ കമ്മിറ്റിയുടെ ആദ്യ റിപ്പോർട്ട് 51-ലും അവസാനത്തെ റിപ്പോർട്ട് 54-ലുമാണ് വയ്ക്കുന്നത്. ഫസ്റ്റ് റിപ്പോർട്ട് വയ്ക്കുന്ന 51-ലും ലാസ്റ്റ് റിപ്പോർട്ട് വയ്ക്കുന്ന 54-ലും. അപ്പൊ ദേശീയ വരുമാനം കണക്കാക്കിയ ആൾക്കാരുടെ പേരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദാദാഭായ് നവറോജി പഠിച്ചു നമ്മൾ. പിന്നെ വില്യം ഡിഗ്ബി, ഫിൻഡിലെ ഷിറാസ്, വാഡൈ ജോഷി, ഷാൻ കമ്പട്ട, കുറെ പേര് പറഞ്ഞു. പിന്നെ VKRV റാവുവിന്റെ കാര്യം എടുത്ത് പറഞ്ഞു. ശാസ്ത്രീയമായ രീതിയിൽ കണക്കാക്കിയ ആദ്യത്തെ വ്യക്തി ഇന്ത്യയിൽ. അത് കഴിഞ്ഞു CR ദേശായിയുടെ പേര് കഴിഞ്ഞു. അത് കഴിഞ്ഞു ദേശീയ വരുമാന കമ്മിറ്റി 1949 ദേശീയ വരുമാനം കണക്കാക്കിയിട്ടുണ്ട്. 49-ന്റെ പ്രത്യേകത എന്താണ്? സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ ആദ്യമായി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഏത്? ദേശീയ വരുമാന കമ്മിറ്റി 49. അതുകൊണ്ട് തന്നെ അതിന് അപ്പോയിന്റ് ചെയ്ത ആരായിരിക്കും? ജവഹർലാൽ നെഹ്റു, പ്രധാനമന്ത്രി. അധ്യക്ഷൻ ആരായിരുന്നു? PC മെഹ്ലനോബിസ്. PSCക്ക് ഇഷ്ടമുള്ള പേരാണ് PC മെഹ്ലനോബിസ്. ഒരുപാട് ചോദിക്കുന്നുണ്ട്. മെഹ്ലനോബിസ് കമ്മിറ്റി എന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. 2 അംഗങ്ങളുണ്ടായിരുന്നു. VKRV റാവു, DR ഗാഡ്ഗിൽ. ആദ്യത്തെ റിപ്പോർട്ട് 51, ലാസ്റ്റ് റിപ്പോർട്ട് 54. 54 ലാസ്റ്റ് റിപ്പോർട്ട് വെച്ചു, കമ്മിറ്റി പിരിച്ചുവിട്ടു. അതിനുശേഷം 1956 മുതൽ ഇങ്ങോട്ട് ഇതുവരേക്കും നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനമാണ് CSO. CSOയുടെ പുതിയ പേര് NSO എന്നാണ്. CSO സ്ഥാപിച്ചത് ആരാണ്, അല്ലെങ്കിൽ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ PC മെഹ്ലനോബിസ്. ആരാണ്? PC മെഹ്ലനോബിസ്. സ്ഥാപിച്ചതെന്നോ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തതെന്ന് ചോദിച്ചാൽ PC മെഹ്ലനോബിസ്. നോക്കിയേ, CSO നിലവിൽ വന്ന വർഷം 1951. 51 മെയ് 2-ന് നിലവിൽ വന്നു. എന്നാൽ ദേശീയ വരുമാനം കണക്കാക്കി തുടങ്ങിയത് 56 മുതൽ. മാറിപ്പോവരുതേ. 56 മുതൽ ഇങ്ങോട്ട് ഇതുവരേക്കും നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏത്? CSO നിലവിൽ വന്ന വർഷം 51 മെയ് 2. നിലവിൽ വരുമ്പോൾ കൊൽക്കത്തയായിരുന്നു ആസ്ഥാനം. ഇപ്പോഴത്തെ ആസ്ഥാനം ന്യൂഡൽഹി. ചോദിക്കാൻ നല്ല ചോദ്യമാണ്. CSOയുടെ ഇപ്പോഴത്തെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. സ്ഥാപിച്ചത് അല്ലെങ്കിൽ സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത വ്യക്തിയായി PC മെഹ്ലനോബിസ്. പഠിച്ച കാര്യമാണ്. അപ്പൊ CSO ഒക്കെ ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്. പെട്ടെന്ന് റിവിഷൻ നടത്തി വിടുക. പെട്ടെന്ന് കേട്ട് പഠിച്ചങ്ങ് വിടുക. ഇതൊക്കെ ഓക്കെ. ഇനി CSO ദേശീയ വരുമാനം കണക്കാക്കിയിട്ട് ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് കൊടുക്കും. അതപ്പം ഏത് സ്ഥാപനം അങ്ങനെ തന്നെയാണ്. ഗവൺമെന്റിന് ഒരു കാര്യം ഏൽപ്പിച്ചാൽ ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കണം. CSO അങ്ങനെ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ പേരാണ് നാഷണൽ അക്കൗണ്ട്സ്. അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. CSOയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ധവളപത്രം ആദ്യം പ്രസിദ്ധീകരിച്ചത് 1956-ലാണ്. അപ്പൊ CSOയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് ധവളപത്രം. ആദ്യം പ്രസിദ്ധീകരിച്ചത് 1956-ൽ. ഓക്കെ ആണേ. ഇനി പേര്. CSO നിലവിൽ വരുമ്പോൾ അതിന്റെ പേര് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്നാൽ പിന്നീട് ആ പേര് മാറ്റിയിട്ട് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനായി. ഇൻസ്റ്റിറ്റ്യൂട്ട് റൗണ്ട് ചെയ്തേക്ക് നോക്കി. ഇൻസ്റ്റിറ്റ്യൂട്ട് മാറി എന്തായി? ഓർഗനൈസേഷനായി 54-ൽ. ഈ ഓർഗനൈസേഷൻ പിന്നീട് മാറിയിട്ട് ഓഫീസായി. ഓർഗനൈസേഷൻ മാറി എന്തായി? ഓഫീസ്. 3 റൗണ്ട് ഇട്ടിട്ടുണ്ട്. ആദ്യം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, വാലാണ് മാറിയത്. ഇൻസ്റ്റിറ്റ്യൂട്ട് മാറി എന്തായി? ഓർഗനൈസേഷനായി. പിന്നെ ആ വാല് മാറി എന്തായി? ഓഫീസായി.
ഈ ഓഫീസൊക്കെ ആയതിനു ശേഷം PSC പരീക്ഷയ്ക്ക് ഓർഗനൈസേഷൻ ആണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇനി പ്രത്യേകതയുണ്ട്, CSOയുടെ ഇപ്പോഴത്തെ പേരെന്ത്? ഇപ്പൊ പേര് മാറിയിട്ടുണ്ട്. CSO ഇപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നല്ല അറിയപ്പെടുന്നത്. അത് മാറി. നോക്കിയേ, നേരത്തെ ഉണ്ടായ ചേഞ്ച് വാലാണ് മാറിക്കൊണ്ടിരുന്നത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, പിന്നെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. വാല് മാത്രം മാറിക്കൊണ്ടിരുന്നു, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മാറിയിട്ടില്ലായിരുന്നു. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ചേഞ്ച് ഉണ്ടായത് വാലല്ല ഫ്രണ്ടിലാണ് മാറിയത്. സെൻട്രൽ മാറിയിട്ട് എന്തായി? നാഷണലായി. സെൻട്രൽ മാറി എന്തായി? നാഷണലായി. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് മാറി, വാലിൽ നിന്ന് മാറ്റം ഉണ്ടായില്ല. എന്തായിട്ട് മാറി? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. നോക്കിയ ബോക്സ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സി മാറി എന്തായി? NI. സി മാറി എന്തായി? NI. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അപ്പൊ CSOയുടെ പുതിയ പേരെന്ത്? NSO. എക്സ്പാൻഷൻ എന്താണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇനി പേര് മാറ്റാനുണ്ടായ കാരണം, ഈ സി മാറി N ആവാനൊരു കാരണം എന്ന് പറഞ്ഞാൽ 2019 മെയ് 23 CSOയെ NSSO എന്ന് പറയുന്ന ഒരു സ്ഥാപനമായിട്ട് ലയിപ്പിച്ചു. മാറിപ്പോയത് NSSO എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ട് ലയിപ്പിച്ചു. ആ ലയിപ്പിച്ചതിന് ശേഷമാണ് പേര് NSO ആയത്. നോക്കി, CSO എന്തുമായിട്ട് ലയിപ്പിച്ചു? NSSO. അതിനുശേഷം പേര് മാറി എന്തായി? NSO എന്നായി. രണ്ടിന്റെ എക്സ്പാൻഷൻ പഠിക്കാം. പരീക്ഷ ഈ അടുത്ത് നടന്ന ഏതൊരു എക്സാമിന് ചോദിച്ചു. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ് NSSO. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ് NSSO. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. ഇനി NSO അറിയാൻ എളുപ്പമാണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. കാര്യം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിരുന്നു, അത് മാറിയിട്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഓക്കെ ആണ്. ഇനി CSO എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ കീഴിലാണ്. ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യം CSOയെ കുറിച്ച് ഓർത്തിരിക്കുക. ഇതൊന്ന് വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല, റിവിഷനാണ്. ഓർത്തോളുക. ഇനി ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ 3 രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു PQ ക്വസ്റ്റൻ ആണ്. ഇത് ഡിഗ്രി ലെവലിലൊക്കെ ആണെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് LDക്ക് എത്രയെന്ന് വേണ്ട. പക്ഷേ ഒരു 10th ലെവൽ പരീക്ഷയ്ക്ക് ഒരു ബേസിക് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ 3 രീതികളാണ് ഉപയോഗിക്കുന്നത്. 1 ഉൽപ്പന്ന രീതി, പ്രോഡക്റ്റ് മെത്തേഡ്. 2 ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. 3 വരുമാന രീതി, ഇൻകം മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡ്. മലയാളത്തിൽ ഉൽപ്പന്ന രീതി, പ്രോഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, വരുമാന രീതി, ഇൻകം മെത്തേഡ്. 3 രീതിയിലാണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഓർത്തിരുന്നുകൊള്ളുക. ഒരു എക്സാമിന് ചോദിച്ചു, ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നുണ്ട്, ശരിയോ തെറ്റോ? ശരി തന്നെയാണ്. ഉൽപ്പന്ന രീതി ഉപയോഗിക്കുന്നുണ്ട്, വരുമാന രീതി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, ചെലവ് രീതി ഉണ്ട്. അതൊരു കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി എക്സാമിന് ചോദിക്കുകയാണ്, ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ തെറ്റാണ്. ഉൽപ്പന്ന രീതി, വരുമാന രീതി, ചെലവ് രീതിയുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് അധികം വിശദമായിട്ട് ഡിഗ്രി ലെവലിലൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ കുറച്ച് ഫാക്ട് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. നോക്കിയേ, ചെലവ് രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇന്ത്യക്കകത്തുള്ള ചെലവുകളാണ് കൂട്ടിച്ചേർക്കുന്നത്. ഇന്ത്യക്കകത്ത് എത്ര ചെലവുണ്ടോ ആ ചെലവെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ചെലവ് രീതിയിൽ വരുമാനം കണക്കാക്കുന്നത്. അതങ്ങനെയാണല്ലോ. ചെലവ് രീതി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് കൂട്ടിച്ചേർക്കുന്നത്. ഇന്ത്യക്കകത്തുള്ള ചെലവുകളാണ് കൂട്ടിച്ചേർക്കുന്നത്. ഇനി ഇന്ത്യക്കകത്തുള്ള ചെലവുകളെ 4 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. 1 ഉപഭോഗ ചെലവ്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് ഇംഗ്ലീഷ് പറയും. അതൊന്നും വേണ്ട, ഉപഭോഗ ചെലവ്. ഒരാൾക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ കുറെ ചെലവുണ്ട്. ഫുഡ് വേണം, ഡ്രസ്സ് വേണം, വെള്ളം വേണം, അതാണ് ഉപഭോഗ ചെലവ്. 2 ഗവൺമെന്റ് ചെലവ്. ഗവൺമെന്റിന് ചെലവില്ലേടെ? ചെലവുണ്ട്, അതാണ് ഗവൺമെന്റ് ചെലവ്. 3ാമത്തെ ചെലവ് നിക്ഷേപ ചെലവ്. നിക്ഷേപിക്കുക എന്ന് പറയുന്ന ചെലവാണ്. 10 ലക്ഷം രൂപ എടുത്ത് നിക്ഷേപിച്ചു, ചെലവല്ലേ? 10 ലക്ഷം രൂപ എടുത്ത് ഞാനൊരു ബിസിനസ് തുടങ്ങി, നിക്ഷേപിച്ചു, ചെലവല്ലേ? ചെലവാണ്. ലാസ്റ്റ് ചെലവ് അറ്റ കയറ്റുമതി ചെലവ് മൈനസ് ഇറക്കുമതി ചെലവ്. അതാണ് 4ാമത്തെ ചെലവ്. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു, റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് ഓടിച്ച് പറഞ്ഞു പോകുന്നത്. ഒന്ന് കേട്ട് പഠിക്കുക. ശ്രദ്ധിക്കുക. അപ്പൊ ചെലവുകളെ, ഇന്ത്യക്കകത്തുള്ള ചെലവുകളെ 4 ആയി തരംതിരിച്ചിരിക്കുന്നു. ഇന്ത്യക്കകത്തുള്ള ചെലവുകളെ, എക്സ്പെൻഡിച്ചറിനെ 4 ആയി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഉപഭോഗ ചെലവ്, ഫുഡ് കഴിക്കാനും ഡ്രസ്സിനും വെള്ളത്തിനൊക്കെ വേണ്ടിയുള്ള ചെലവ്. സിമ്പിളായിട്ട് കണക്ട് ചെയ്യുക. അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. 2 ഗവൺമെന്റിന്റെ ചെലവ്. 3 നിക്ഷേപ ചെലവ്. അത് കഴിഞ്ഞ് 4ാമത്തത് അറ്റ കയറ്റുമതി ചെലവ് മൈനസ് ഇറക്കുമതി ചെലവ്. ഇത് മാറ്റിയിട്ട് ചോദിക്കും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധിച്ചോളാം. കയറ്റുമതി ചെലവ് മൈനസ് ഇറക്കുമതി ചെലവ്, അറ്റ കയറ്റുമതി. ഈ 4 ചെലവാണ് ഇന്ത്യക്കകത്തുള്ളത്. ഈ 4 ചെലവും കൂടെ കൂട്ടി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഏത്? ചെലവ് രീതി. ഇന്ത്യക്കകത്ത് ഈ 4 ചെലവുണ്ട്. അപ്പൊ ഈ 4 ചെലവും കൂടെ കൂട്ടി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവ് രീതി. അത്രേ ഉള്ളൂ. ഇനി വരുമാന രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കുന്ന വരുമാനം ഏത്? എടാ ഒന്ന് നോക്കി, ചെലവ് രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കിയപ്പോൾ കൂട്ടിച്ചേർത്തത് ചെലവുകളാണ്. അപ്പൊ വരുമാന രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ കൂട്ടിച്ചേർക്കുന്നത് എന്തോന്നായിരിക്കും? വരുമാനമാണ് കൂട്ടിച്ചേർക്കുന്നത്. ഇന്ത്യക്കകത്തുള്ള വരുമാനമെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി. സിമ്പിൾ. ഇന്ത്യക്കകത്ത് എത്ര വരുമാനം ഉണ്ട്, ആ വരുമാനമെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുന്നു, ദേശീയ വരുമാനം കണക്കാക്കുന്നു. അതാണ് വരുമാന രീതി. ഇനി ഇന്ത്യക്കകത്ത് എത്ര വരുമാനം ഉണ്ട്? ഇന്ത്യക്കകത്തുള്ള വരുമാനങ്ങളെ പ്രധാനമായിട്ടും 4 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 1 റെന്റ്, വാടക എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് ജനങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഒരു മാർഗ്ഗം അല്ലേടെ? ഒന്ന് ആലോചിച്ച് നോക്ക്. പലരുടെയും വരുമാന മാർഗ്ഗമാണ് വാടക. 2ാമത്തത് വേജ്, ശമ്പളം. അത് പറയേണ്ട കാര്യമല്ല, വരുമാന മാർഗ്ഗമാണെന്ന് എല്ലാവർക്കും അറിയാം. ജോലി ചെയ്താൽ കൂലി വേണം. 3ാമത്തത് ഇൻട്രസ്റ്റ്, പലിശ.
വരുമാനമല്ലേ. നമ്മുടെ ബാങ്കുകളുടെയൊക്കെ വരുമാനം എന്താണ്? പലിശയാണ്. ബാങ്കുകളുടെ മാത്രമാണോ? ഇന്ത്യക്കകത്ത് ഒരുപാട് ആൾക്കാരുടെയും വരുമാന മാർഗമാണ് എന്തോന്ന്? പലിശ എന്ന് പറയുന്നത്. 4 ലാഭം, പ്രോഫിറ്റ്. എന്ത് വരുമാനമല്ലേ? ലാഭം എന്ന് പറയുന്നതും ഇന്ത്യക്കകത്ത് ഒരുപാട് ആൾക്കാർക്ക് വരുമാനം കിട്ടുന്ന മാർഗ്ഗമാണ് ലാഭം. അപ്പൊ ഇന്ത്യക്കകത്തുള്ള വരുമാനങ്ങളെ പ്രധാനമായിട്ടും 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. 4 വരുമാനമാണ് ഇന്ത്യക്കകത്തുള്ളത്. റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഈ 4 വരുമാനം കൂടെ കൂട്ടി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഫയർമാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഉൾപ്പെടുന്ന വരുമാനം ഏത്, ഉൾപ്പെടാത്ത വരുമാനം ഏത്? ഉൾപ്പെടുന്ന വരുമാനമാണ് ഏതൊക്കെ? റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അന്ന് പരീക്ഷയ്ക്ക് ഇതിൽ നേതാ ഒരെണ്ണം എടുത്ത് കളഞ്ഞിട്ട് അവർ ചോദിച്ചു വീട്ടമ്മമാരുടെ സേവനം. വീട്ടമ്മമാരുടെ സേവനം കണക്കാക്കൂ ഇതിനകത്ത്? ഇല്ല, നമ്മൾ 4 വരുമാനമേ എടുക്കുന്നുള്ളൂ, റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അപ്പൊ ഇതിന് ഒരെണ്ണം ഒഴിവാക്കിയിട്ട് പകരം വേറെ എല്ലാം കേട്ടിട്ടൊക്കെ ചോദിക്കും ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത്. ഫയർമാന് ചോദിച്ചു, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു പോയത്. അപ്പൊ ശ്രദ്ധിക്കുക, ചെലവ് രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ കൂട്ടിച്ചേർക്കുന്നത് ചെലവുകളാണ്. വരുമാന രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ കൂട്ടിച്ചേർക്കുന്നത് വരുമാനമാണ്. ചെലവുകൾ 4 എണ്ണം പഠിച്ചു. ഉപഭോഗ ചെലവ്, ഗവൺമെന്റ് ചെലവ്, നിക്ഷേപ ചെലവ്, അറ്റ കയറ്റുമതി. വരുമാനം 4 എണ്ണം: റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഇത്രയേ ഉള്ളൂ, എളുപ്പം. ഇത്രയെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയിൽ നിന്ന് ബേസിക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണേ? എടാ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന വിനിമയ നിരക്കാണ്. ഈ വിനിമയ നിരക്കിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ LDCക്ക് ചോദിച്ചിട്ടുണ്ട്, 2021 LDCക്ക്. 2021 LDCയുടെ പ്രത്യേകത, അന്നത്തെ അത്യാവശ്യം നല്ല ചോദ്യമായിരുന്നു. അതിലുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു വിനിമയ നിരക്ക്. പിന്നീട് ഒരുപാട് പരീക്ഷകളിൽ ഈ ചോദ്യം അങ്ങനെ അധികം കണ്ടിട്ടില്ല. എങ്കിലും കഴിഞ്ഞ LDCക്ക് ചോദിച്ചത് കൊണ്ട് നമുക്ക് ഇപ്പോഴൊന്ന് റിവിഷൻ നടത്തി വെച്ചേക്കാം. വിനിമയ നിരക്ക് എന്താണ്? ഇപ്പം വളരെ വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നില്ല, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണ്. $1 ഇപ്പൊ എത്ര ഇന്ത്യൻ രൂപയാണ്? അതാണ് വിനിമയ നിരക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. $1 വാങ്ങാൻ എത്ര ഇന്ത്യൻ രൂപ കൊടുക്കണം? $1 വാങ്ങാൻ നിലവിൽ ഏകദേശം 82, 83 ആ റേഞ്ചിലുള്ള ഒരു വിലയാണ് ഇപ്പോൾ വരുന്നത്. കറക്റ്റ് വില അറിയില്ല, കറക്റ്റ് വില അല്ല, ഏകദേശ വില. അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന വിലകളാണ്. അതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. $1 എത്ര ഇന്ത്യൻ രൂപ എന്നൊന്നും ചോദിക്കത്തില്ല. നിലവിൽ ഏകദേശം 81, 83 ആ റേഞ്ചിനകത്തൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് $1 എത്ര ഇന്ത്യൻ രൂപ എന്നുള്ളത്. അപ്പോൾ $1 വാങ്ങാൻ നമ്മൾ എത്ര ഇന്ത്യൻ രൂപ കൊടുക്കണം, അല്ലെങ്കിൽ $1 എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എത്ര ഇന്ത്യൻ രൂപ കിട്ടും? ഇതിനെ വിളിക്കുന്നതാണ് വിനിമയ നിരക്ക്. ഡെഫിനിഷൻ നോക്കി, ഒരു രാജ്യത്തിന്റെ കറൻസിയെ മറ്റൊരു രാജ്യത്തിന്റെ കറൻസിയുമായി താരതമ്യം ചെയ്യുന്നു. ഒരു രാജ്യത്തിന്റെ കറൻസി ഇന്ത്യയുടെ കറൻസിയെ അമേരിക്കയുടെ കറൻസിയായിട്ട് താരതമ്യം ചെയ്യുന്നു. $1 എത്ര ഇന്ത്യൻ രൂപ? അതാണ് എന്തെന്ന് പറയുന്നത്? വിനിമയ നിരക്ക്. അത്രേ ഉള്ളൂ. ഇനി $1 എത്ര ഇന്ത്യൻ രൂപ എന്നൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല. വിനിമയ നിരക്ക് എന്നുണ്ടെങ്കിൽ ചോദിക്കാം, നമ്മുടെ കറൻസി ഇന്ത്യയുടെ കറൻസിയെ വേറൊരു രാജ്യത്തിന്റെ കറൻസിയായിട്ട് കമ്പയർ ചെയ്യുകയാണ്. $1 എത്രയാണ്, ഇന്ത്യൻ രൂപ എത്രയാണ്? $1 കിട്ടണമെങ്കിൽ എത്ര ഇന്ത്യൻ രൂപ കൊടുക്കണം? അതാണ് വിനിമയ നിരക്ക്. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, ആരാണ് തീരുമാനിക്കുന്നത്? $1 ഏകദേശം 82 ഇന്ത്യൻ രൂപ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? അതാണ് എക്സാമിന് ചോദിച്ച കഴിഞ്ഞ LDCയുടെ ക്വസ്റ്റ്യൻ അതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും 3 രീതിയിലാണ് വിനിമയ നിരക്ക് തീരുമാനിക്കുന്നത്. ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ, തുറന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞാൽ കയറ്റുമതിയും ഇറക്കുമതിയുള്ള സമ്പദ് വ്യവസ്ഥയാണ് തുറന്ന സമ്പദ് വ്യവസ്ഥ. സിമ്പിൾ, അത്രേ ഉള്ളൂ. ഒരു രാജ്യത്ത് നിന്ന് കയറ്റുമതി ഉണ്ട്, അങ്ങോട്ട് ഇറക്കുമതി ഉണ്ടെങ്കിൽ തുറന്ന സമ്പദ് വ്യവസ്ഥ. ഒരു ഓപ്പൺ എക്കോണമിയിൽ, തുറന്ന സമ്പദ് വ്യവസ്ഥയിൽ 3 രീതിയിലാണ് ഈ വില തീരുമാനിക്കുന്നത്. $1 82 ഇന്ത്യൻ രൂപ എന്നൊക്കെ തീരുമാനിക്കുന്ന 3 രീതിയിലാണ്. ആദ്യത്തേത്, അവിടുത്തെ ധനകാര്യ അതോറിറ്റി, അതായത് RBIയും ഗവൺമെന്റും ഒക്കെ ചേർന്ന് തീരുമാനിക്കുന്നു. അവർ പറയാണ്, നാളെ മുതൽ $1 ഇത്ര ഇന്ത്യൻ രൂപ. അതാണ് സ്ഥിര വിനിമയ നിരക്ക്. സ്ഥിര വിനിമയ നിരക്ക്. ഇനി കമ്പോളത്തിനകത്ത് ഈ ഡോളറിന്റെ സപ്ലൈ, ഡോളർ വിതരണം ചെയ്യുന്നതിന്റെയും ഡോളറിന്റെ ആവശ്യത്തിനൊക്കെ അനുസരിച്ച് കമ്പോളത്തിനകത്ത് വില തീരുമാനിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് അസ്ഥിര വിനിമയ നിരക്ക്. അപ്പൊ ആവശ്യം കൂടുന്നതിനനുസരിച്ചും അല്ലെങ്കിൽ വിതരണം കൂടുന്നതിനൊക്കെ അനുസരിച്ച് വില മാറി തിരിഞ്ഞൊക്കെ ഇരിക്കും. നമുക്ക് തന്നെ അറിയാം, ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കടയിൽ നല്ല അടിപൊളി ഒരു സാധനം ഇരിക്കുന്നു, എല്ലാവർക്കും അത് വേണം, അത് പക്ഷേ കുറച്ചേ ഉള്ളൂ, പക്ഷെ എല്ലാവർക്കും അത് വേണം. സ്വാഭാവികമായിട്ടും അതിന്റെ വില കൂടും. ഇനി ആർക്കും വേണ്ടാത്തൊരു സാധനം കടക്കാത്തിരിക്കുന്നു, അതിന്റെ വില കുറയോ കൂടുവോ? വില കുറയും, നമുക്ക് തന്നെ അറിയാം. അപ്പൊ ഈ രീതിയിലൊക്കെ ഡോളർ ഡിമാൻഡ് ആവശ്യം പോലെ ഉണ്ട്, പക്ഷെ കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ അത്യാവശ്യമാണ്, ഒരുപാട് വേണം, ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ വിലയിൽ മാറ്റം ഉണ്ടാവും. ഇനി ഡോളർ ആർക്കും വേണ്ട, ഇപ്പൊ എത്ര സപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല, അപ്പൊ വിലയിലൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പൊ ഈ ഡോളറിന്റെ ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും വിതരണത്തിന്റെയും അല്ലെങ്കിൽ ആവശ്യകതയുടെയൊക്കെ അടിസ്ഥാനത്തിൽ കമ്പോളത്തിനകത്ത് വില തീരുമാനിക്കും. അതാണ് അസ്ഥിര വിനിമയ നിരക്ക്. ഇനി ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് പ്രവർത്തിക്കും. അതാണ് പ്ലവന പരിപാലന വിനിമയ നിരക്ക്. 3 പേരും പഠിച്ചു വെച്ചേ പറ്റൂ. കാര്യം കഴിഞ്ഞ LDCയുടെ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കില്ല, നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല. 1 സ്ഥിര വിനിമയ നിരക്ക്, 2 അസ്ഥിര വിനിമയ നിരക്ക്, 3 പ്ലവന പരിപാലന വിനിമയ നിരക്ക്. പേര് പറഞ്ഞു പഠിക്കണേ, പ്ലവന പരിപാലന വിനിമയ നിരക്ക്. ഇനി എന്താണ്? ഒരു രാജ്യത്തെ ഗവൺമെന്റോ RBIയോ, അതായത് ധനകാര്യ അതോറിറ്റി, പ്രധാനമായിട്ടും RBI ആണ് പറയുന്നത്, ചില സ്ഥലങ്ങളിൽ ഗവൺമെന്റ് എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റി, RBIയും ഗവൺമെന്റും ഒക്കെയാണ് അവിടത്തെ വിനിമയ നിരക്ക് തീരുമാനിക്കുന്നതെങ്കിൽ അത് സ്ഥിര വിനിമയ നിരക്ക്. ഇനി അവിടത്തെ കമ്പോളം, മാർക്കറ്റാണ് ഡിമാൻഡിന്റെയും സപ്ലൈയുടെ അടിസ്ഥാനത്തിൽ വില തീരുമാനിക്കുന്നതെങ്കിൽ അസ്ഥിര വിനിമയ നിരക്ക്.
ചില സമയങ്ങളിൽ രണ്ടുപേരും കൂടി ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരും. ചില സമയങ്ങളിൽ രണ്ടുപേരും കൂടി ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരും. ഗവൺമെന്റും മാർക്കറ്റും ഒക്കെ ഒരുമിച്ച് വില തീരുമാനിക്കുന്ന സാഹചര്യം എത്തിയാൽ അതാണ് പ്ലവന പരിപാലന വിനിമയ നിരക്ക്. പ്ലവന പരിപാലന വിനിമയ നിരക്ക് ഒരു റിവിഷൻ ക്ലാസ് ആണ്. അതുകൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞാണ് പോകുന്നത്. ഇങ്ങനെയല്ല പഠിക്കാനുള്ളത്, വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണിത്. പക്ഷേ റിവിഷൻ ക്ലാസ്സിൽ അത്യാവശ്യം നമുക്കൊരു മാർക്ക് കിട്ടത്തക്ക രീതിയിൽ വേണ്ടി സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവുകയാണ്. ആ രീതിയിൽ മാത്രം എടുക്കുക. ഓക്കെ, പ്ലവന പരിപാലന വിനിമയ നിരക്ക് പെട്ടെന്ന് നോക്കാം. ഓരോ രാജ്യത്തിനും അവരുടെ കറൻസി വില നിർണ്ണയിക്കാൻ അവരുടേതായ രീതികളുണ്ട്. ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയിൽ കയറ്റുമതി ഇറക്കുമതിയുള്ള രാജ്യത്താണെങ്കിൽ 3 രീതി: 1 അസ്ഥിരം, 2 സ്ഥിരം, 3 പ്ലവനം. ഓക്കെ, നോക്കി എന്താണ് അസ്ഥിര വിനിമയ നിരക്ക്? അസ്ഥിര വിനിമയ നിരക്കിനെ ഫ്ലോട്ടിംഗ് എന്ന് പറയും. ഫ്ലോട്ടിംഗ് എന്ന് പറയും, പ്ലവനം എന്ന് പറയും, പ്ലവനം എന്ന് പറയും. ഫ്ലോട്ടിംഗ് എന്ന് പറയും, പ്ലവനം എന്ന് പറയും. ശ്രദ്ധിച്ചാൽ പ്ലവനം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പ്ലവനം, ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ പ്ലവനം. നോക്കിയാൽ വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്നത് കമ്പോളത്തിലെ മാർക്കറ്റിലെ ചോദന പ്രധാനം ഡിമാൻഡും സപ്ലൈ. അതിന്റെ മലയാളം വേർഡാണ് ചോദന പ്രധാനം. ശക്തികളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതാണ് എന്ത്? അസ്ഥിരം. അത്രേ ഉള്ളൂ. അസ്ഥിര വിനിമയ നിരക്ക് നിർണ്ണയത്തിൽ കേന്ദ്ര ബാങ്ക് ഒന്നും ഇടപെടൂല. മാർക്കറ്റാണ് തീരുമാനിക്കുന്നത്. മാർക്കറ്റിനകത്ത് നിർണ്ണയിക്കപ്പെടുകയാണ്. അതാണ് അസ്ഥിരം. ഇനി നോക്കിയേ സ്ഥിര വിനിമയ നിരക്ക്. സ്ഥിര വിനിമയ നിരക്ക് നിർണ്ണയത്തിൽ സർക്കാർ ഒരു പ്രത്യേക തലത്തിൽ വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്നു. സർക്കാർ, അതായത് അവിടുത്തെ RBI ഇടപെട്ട് RBIയും സർക്കാരും കൂടി ചേർന്ന് വിനിമയ നിരക്ക് തീരുമാനിക്കും. അപ്പൊ ഗവൺമെന്റോ RBIയോ, അതായത് അവിടുത്തെ ധനകാര്യ അതോറിറ്റി, ഈ വാക്കാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്, ധനകാര്യ അതോറിറ്റിയാണ് വിനിമയ നിരക്ക് തീരുമാനിക്കുന്നതെങ്കിൽ സ്ഥിര വിനിമയ നിരക്ക്. അതിനെ പെഗ്ഡ് വിനിമയ നിരക്ക് എന്ന് പറയും കേട്ടോ. പെഗ്ഡ് വിനിമയ നിരക്ക് എന്ന് പറയും. പെഗ്ഡ്, ഫിക്സഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കി പ്ലവന പരിപാലന വിനിമയ നിരക്ക്. അസ്ഥിര വിനിമയ നിരക്ക്. അസ്ഥിര വിനിമയ നിരക്കുകൾ കൂടി ചേർന്നുള്ളതാണ് പ്ലവന പരിപാലനം. അപ്പൊ ശ്രദ്ധിക്കുക, സ്ഥിര വിനിമയ നിരക്കും അസ്ഥിര വിനിമയ നിരക്കും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അറിയപ്പെടുന്ന പേരാണ് പ്ലവന പരിപാലന വിനിമയ നിരക്ക്. അതായത് ഗവൺമെന്റ് മാർക്കറ്റും കൂടിയൊക്കെ ചേർന്ന് വിനിമയ നിരക്ക് തീരുമാനിച്ചാൽ പ്ലവന പരിപാലന വിനിമയ നിരക്ക്. പിടികിട്ടുവേ. എടാ, നമ്മൾ ഇനി അടുത്ത റിവിഷൻ നടത്താൻ പോകുന്ന ഏരിയ 5 ഇയർ പ്ലാനും പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗമാണ്. ഇത് ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്, ഒരു വലിയൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് ഒരു 15 മിനിറ്റിലോ 20 മിനിറ്റിലോ പറയാൻ പറ്റുന്ന ടോപ്പിക്കൊന്നും അല്ല. എന്നിരുന്നാലും നമ്മൾ റിവിഷൻ നടത്തുമ്പോൾ PSC ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത ഏത് ഏരിയയിൽ നിന്നാണ്, അത് മാത്രമാണ് റിവിഷൻ നടത്തി പോകുന്നത്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് 5 ഇയർ പ്ലാന്റെ കുറച്ച് പ്രത്യേകതകൾ. ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി 5 വർഷ കാലയളവിലേക്ക് തയ്യാറാക്കിയിരുന്ന പ്ലാനിനെ വിളിച്ച പേരാണ് 5 ഇയർ പ്ലാൻ അഥവാ പഞ്ചവത്സര പദ്ധതി. ഈ പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കിയിരുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്, ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1950. 1950 രൂപീകരിച്ച ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നത്. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരുന്നു. ആസൂത്രണ കമ്മീഷൻ ഭരണഘടന വഴിയോ നിയമം വഴിയോ സ്ഥാപിതമായ സംഘടന അല്ല, അതൊരു ഉപദേശക സമിതി മാത്രമാണ്. പ്ലാനിംഗ് കമ്മീഷൻ 2014 ഓഗസ്റ്റിൽ പിരിച്ചുവിടുന്നു. പ്ലാനിംഗ് കമ്മീഷന് പകരം വന്ന സ്ഥാപനമാണ് നീതി ആയോഗ്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കുക. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇതൊക്കെയാണ് കൂടുതലും ചോദിക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരുന്നു. രൂപീകരിച്ച വർഷം 1950. ആസ്ഥാനം ന്യൂഡൽഹി ആയിരുന്നു. ഇനി പ്ലാനിംഗ് കമ്മീഷൻ ഇതുവരെ 12 പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ 12 പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിംഗ് കമ്മീഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. അതൊരു ഉപദേശക സമിതിയാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയും അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേഗു സിംഗ് അലുവാലിയുമാണ്. 24 ഉപാധ്യക്ഷന്മാരോളം. ആദ്യത്തതും അവസാനത്തും പഠിച്ചിരിക്കുക. ആദ്യത്തത് ഗുൽസാരിലാൽ നന്ദ, അവസാനത്തത് മൊണ്ടേഗു സിംഗ് അലുവാലിയ. പിന്നെ മൻമോഹൻ സിംഗും പ്രണബ് മുഖർജിയും PV നരസിംഹറാവു ഒക്കെ ഉപാധ്യക്ഷന്മാരായിട്ടുണ്ട്. എങ്കിലും ആദ്യത്തെ അവസാനത്തും പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ആദ്യത്തത് ഗുൽസാരിലാൽ നന്ദ, അവസാനത്തത് മൊണ്ടേഗു സിംഗ് അലുവാലിയ. പ്ലാനിംഗ് കമ്മീഷൻ 2014 ഓഗസ്റ്റിൽ പിരിച്ചുവിടുന്നു. അതിന് പകരം വന്ന സ്ഥാപനമാണ് നീതി ആയോഗ്. ഓക്കെ, ഇത്രയൊക്കെ അറിഞ്ഞിരിക്കാം. ഇനി പ്ലാനിംഗ് കമ്മീഷനാണ് 5 ഇയർ പ്ലാൻ തയ്യാറാക്കുന്നത് പഠിച്ചു. പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നത് 5 വർഷത്തേക്ക് തയ്യാറാക്കുന്ന പ്ലാനാണ്. ഏത് മേഖലയ്ക്കാണോ ഗവൺമെന്റ് പ്രാധാന്യം കൊടുക്കേണ്ടത് ആ മേഖലയ്ക്ക് വേണ്ടി 5 വർഷത്തേക്ക് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇനി ഏത് മേഖലയ്ക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിനുവേണ്ടി വീണ്ടും 5 വർഷത്തേക്ക് പ്ലാൻ തയ്യാറാക്കുന്നു. അപ്പോൾ നമ്മൾ ഏത് മേഖലയ്ക്ക് വേണ്ടിയാണോ ഇനി പ്രാധാന്യം കൊടുക്കേണ്ടത് ആ മേഖലയ്ക്ക് വേണ്ടി 5 വർഷത്തേക്ക് പ്ലാൻ തയ്യാറാക്കുന്നു. ആ പ്ലാനിനെ വിളിക്കുന്ന പേരാണ് 5 ഇയർ പ്ലാൻ പഞ്ചവത്സര പദ്ധതി. അത് തയ്യാറാക്കുന്ന സ്ഥാപനമായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. ഓക്കെയാണ്. നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത് 1951 1951 5 ഇയർ പ്ലാൻ ആരംഭിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 5 വർഷത്തേക്കുള്ള പ്ലാനാണെന്ന് പറഞ്ഞു. അപ്പൊ കാലഘട്ടം പറഞ്ഞേ 51 മുതൽ 56 വരെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി. അല്ലെങ്കിൽ ആദ്യത്തെ പ്ലാൻ തയ്യാറാക്കാൻ പറഞ്ഞപ്പോൾ ഗവൺമെന്റ് അന്ന് പ്രാധാന്യം കൊടുത്തത് കാർഷിക മേഖലയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ പേര് ഹരോഡ് ഡോമർ മോഡൽ എന്നും കാർഷിക പദ്ധതി എന്നും അറിയപ്പെട്ടിരുന്നു. ഹരോഡ് ഡോമർ മോഡലും അതുപോലെ കാർഷിക പദ്ധതി. ഇത് പ്രതീക്ഷിച്ചത് 2.1% വളർച്ചയും കിട്ടിയത് 3.6% വളർച്ചയാണ്. 2.1 പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടി എത്ര കിട്ടി? 3.6 കിട്ടി. നല്ല വിജയമായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. നല്ല വിജയമായിരുന്നു. പിടികിട്ടുമല്ലോ. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി അപ്പൊ 56 ആരംഭിച്ചു, 61 വരെ ഉണ്ടായിരുന്നു. 56 ആരംഭിച്ചു, 61 വരെ ഉണ്ടായിരുന്നു.
അത് അറിയപ്പെട്ടിരുന്ന പേര് മെഹലനോബിസ് മോഡൽ എന്നും വ്യാവസായിക പദ്ധതി എന്നാണ്. കാര്യം പ്രാധാന്യം കൊടുത്ത വ്യവസായത്തിനായിരുന്നു, വ്യാവസായിക പദ്ധതി എന്നായിരുന്നു. അന്ന് പ്രതീക്ഷിച്ചത് 4.5%, എന്നാൽ കിട്ടിയത് 4.2 ആണ്. 4.5 പ്രതീക്ഷിച്ചു, 4.2 കിട്ടി. മൂന്നാം പഞ്ചവത്സര പദ്ധതി 61 മുതൽ 66 വരെ, 61 മുതൽ 66 വരെ. അത് അറിയപ്പെട്ടിരുന്ന പേര് ജോൺ സാഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നും, ജോൺ സാഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നും ഗാഡ്ഗിൽ മോഡൽ എന്നും അറിയപ്പെട്ടിട്ടുണ്ട്. ഗാഡ്ഗിൽ മോഡൽ എന്നും ജോൺ സാഡി ആൻഡ് ചക്രവർത്തി മോഡൽ അറിയപ്പെട്ടിട്ടുണ്ട്. ഗാഡ്ഗിൽ മോഡൽ ഒരു വിവാദ ചോദ്യമാണ്, എങ്കിലും അറിഞ്ഞിരിക്കുക. ഗാഡ്ഗിൽ മോഡൽ 3 അവർ പ്രതീക്ഷിച്ചത് 5.6%, എന്നാൽ കിട്ടിയത് വെറും 2.4. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തകർച്ച നേരിട്ട പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരാജയം കൈവരിച്ച പഞ്ചവത്സര പദ്ധതി, നെഗറ്റീവ് വളർച്ചാ നിരക്ക് കൈവരിച്ചു എന്ന് കളിയാക്കി വിളിക്കുന്നുണ്ട്. അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി. 5.6 പ്രതീക്ഷിച്ചു, കിട്ടിയത് 2.4 മാത്രം. അറിയപ്പെട്ടിരുന്ന പേര് ജോൺ സാഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നും അതുപോലെ ഗാഡ്ഗിൽ മോഡൽ എന്നും അറിയപ്പെട്ടിട്ടുണ്ട്. ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും കൂടുതൽ പരാജയം കൈവരിച്ചത് കൊണ്ട് തന്നെ 3 കഴിഞ്ഞിട്ട് 4-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചില്ല. 3 കഴിഞ്ഞ് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് 4 ആരംഭിക്കുന്നത്. 3-ൽ ഫുൾ പരാജയമായിരുന്നു. അപ്പം 4 തുടങ്ങിയാൽ വീണ്ടും പരാജയമായിരിക്കും. അതുകൊണ്ട് 4 ഉടനെ ആരംഭിക്കുന്നില്ല. പകരം 3 കഴിഞ്ഞ് പരാജയമൊക്കെ മറികടന്നതിന് ശേഷം 4 ആരംഭിക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ 3 കഴിഞ്ഞ് ആദ്യമായിട്ടൊരു ബ്രേക്ക് വരുന്നു. ആ ബ്രേക്കിനെ വിളിക്കുന്ന പേരാണ് ഹോളിഡേ പ്ലാൻ, അല്ലെങ്കിൽ പ്ലാൻ ഹോളിഡേ എന്ന് പറയും. തിരിച്ചും പറയും പ്ലാൻ ഹോളിഡേ അല്ലെങ്കിൽ ഹോളിഡേ പ്ലാൻ. 3 വർഷക്കാലം ഉണ്ടായിരുന്നു. 66, 67, 67, 68, 68, 69. 3 സാമ്പത്തിക വർഷമായിട്ടായിരുന്നു ഹോളിഡേ പ്ലാൻ. 66 തുടങ്ങി 69 വരെ. 66, 67, 67, 68, 68, 69 ഹോളിഡേ പ്ലാൻ. ഈ ഹോളിഡേ പ്ലാൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധി ഓക്കെ ആണ്. അപ്പോൾ ഹോളിഡേ പ്ലാൻ ഇടയ്ക്ക് അത്യാവശ്യം സാമ്പത്തിക പ്രശ്നമൊക്കെ മറികടക്കുകയും 4-ാം പഞ്ചവത്സര പദ്ധതി 69-ൽ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 69 മുതൽ 74 വരെ 4-ാം പഞ്ചവത്സര പദ്ധതി. അതിന്റെ പേര് അലൻ എസ് മാൻ ആൻഡ് അശോക് രുദ്ര മോഡൽ എന്നും നമ്മൾ നേരത്തെ പറഞ്ഞ ഗാഡ്ഗിൽ യോജന എന്നും പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഗാഡ്ഗിൽ മോഡൽ ഒരു വിവാദ ചോദ്യമാണ്. ഗാഡ്ഗിൽ മോഡൽ എന്ന് പറയുന്നത് 3-ാം പഞ്ചവത്സര പദ്ധതിയെയും 4-ാം പഞ്ചവത്സര പദ്ധതിയും പറയുന്നുണ്ട്. യഥാർത്ഥ ഉത്തരം 4 ആണ് വരുന്നത്, ഗാഡ്ഗിൽ യോജന. പക്ഷേ PSC ഉത്തരപ്രകാരം ഗാഡ്ഗിൽ യോജന 3 ആണ്. PSC ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചു 3 ആണ് ആൻസർ കൊടുത്തേക്കുന്നത്. യഥാർത്ഥ ഉത്തരം 4 ആണ്. ഇനി വീണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ 3 എഴുതണോ 4 എഴുതണോ എന്ന് ചോദിച്ചാൽ ഒരു കൺഫ്യൂഷനാണ്. ഏത് എഴുതണമെന്ന് പറയാൻ പറ്റത്തില്ല. PSC ആൻസർ ചെയ്ത് കൊടുക്കുമെന്ന് പറയത്തില്ല. കൂടുതലും 3 കൊടുക്കാനാണ് സാധ്യത. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കൊള്ളുക. ഇനി 4-ാം പഞ്ചവത്സര പദ്ധതി 5.6% വളർച്ച പ്രതീക്ഷിച്ചു, കിട്ടിയത് 3.3 മാത്രമായിരുന്നു. അതും ഒരു പരാജയമായിരുന്നു. എങ്കിലും 3-ന്റെ അത്ര പരാജയമല്ല, ഏറ്റവും പരാജയപ്പെട്ട 3 ആണ്. 4 കഴിഞ്ഞു, 5 ആരംഭിക്കുന്നു. 74 മുതൽ 79 വരെയാണ് പ്ലാൻ ചെയ്തത്. അതിന്റെ പേര് ധർ മോഡൽ എന്നായിരുന്നു. ധർ മോഡൽ. എൻ്റെ കരട് തയ്യാറാക്കിയ വ്യക്തിയായിരുന്നു DP ധർ. അതുകൊണ്ട് ധർ മോഡൽ എന്നറിയപ്പെടുന്നു. എന്നാൽ 79 വരെ പ്ലാൻ ചെയ്തെങ്കിലും 78 ആയപ്പോഴേക്കും നിർത്തലാക്കി. 74-ൽ തുടങ്ങുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. 75, 76, 77 തുടക്കം വരെ ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു പ്രധാനമന്ത്രി. എന്നാൽ 77-ൽ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റ് തോൽക്കുകയും പകരം മറ്റൊരു ഗവൺമെന്റ് അധികാരത്തിൽ കയറും. 77-ൽ ജനതാ ഗവൺമെന്റ്. പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. അപ്പോൾ 77 ആ ഗവൺമെന്റ് അധികാരത്തിൽ കയറുമ്പോൾ അവർ ചെയ്യുന്നത് കോൺഗ്രസിന്റെ 5 ഇയർ പ്ലാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. 77-ൽ മൊറാർജി ദേശായി ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ കയറി. 78 ആയപ്പോൾ പറയുന്നു ഇപ്പോൾ നടന്നുകൊണ്ടുവരുന്ന പഞ്ചവത്സര പദ്ധതി നിർത്തുക. അപ്പോൾ നടന്നുകൊണ്ടിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5 അത് നിർത്തിയിട്ട് പകരം 2 വർഷത്തേക്ക് വേറൊരു പ്ലാൻ തയ്യാറാക്കുക. ആ പ്ലാനെ വിളിച്ച പേരാണ് റോളിംഗ് പ്ലാൻ. 78 മുതൽ 80 വരെ റോളിംഗ് പ്ലാൻ. അപ്പോൾ 74-ൽ തുടങ്ങി 79-ൽ തീരേണ്ട 5 ഇയർ പ്ലാൻ ഏത്? 5-ാം പഞ്ചവത്സര പദ്ധതി. 79 എത്തിയോ? ഇല്ല. 78 എത്തിയപ്പോൾ നിർത്തി. ഇന്ത്യയിൽ നിർത്തലാക്കപ്പെട്ട ഒരേ ഒരു പഞ്ചവത്സര പദ്ധതിയാണ് 5-ാം പഞ്ചവത്സര പദ്ധതി. 78-ൽ നിർത്തിയിട്ട് ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി എന്ത് പ്രഖ്യാപിക്കുന്നു? റോളിംഗ് പ്ലാൻ പ്രഖ്യാപിക്കുന്നു. മൊറാർജി ദേശായി 78, 79, 80 അങ്ങനെ 2 വർഷക്കാലമായിട്ട് റോളിംഗ് പ്ലാൻ പ്രഖ്യാപിക്കുന്നു. എന്നാൽ റോളിംഗ് പ്ലാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൊറാർജി ദേശായി രാജിവെക്കുന്നു. പിന്നീട് ചരൺ സിംഗ് പ്രധാനമന്ത്രിയാവുന്നു. അങ്ങേരും രാജിവെക്കുന്നു. അത് കഴിഞ്ഞ് 1980 ആയപ്പോഴേക്കും വീണ്ടും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ വന്നിട്ട് റോളിംഗ് പ്ലാനൊക്കെ എടുത്ത് കളയുകയും വീണ്ടും 5 ഇയർ പ്ലാൻ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു. എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അതിന്റെ ബാക്കി 5-ലാണ് സ്റ്റോപ്പ് ചെയ്തത്, അതിന്റെ ബാക്കി 6. 1980-85 6-ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഗാന്ധിയൻ മോഡൽ, ഗാന്ധിയൻ പ്ലാൻ. പ്രതീക്ഷിച്ചത് 5.2% വളർച്ച, കിട്ടിയത് 5.7. ശ്രദ്ധിച്ചേ. അത് കഴിഞ്ഞ് 7-ാം പഞ്ചവത്സര പദ്ധതി 85-90. രാജീവ് ഗാന്ധി മോഡൽ എന്നും സാം പിത്രോഡ മോഡൽ എന്നും പറയപ്പെടുന്നുണ്ട്. രാജീവ് ഗാന്ധി ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി. സാം പിത്രോഡ ആ സമയത്ത് വാർത്താവിനിമയ മേഖലയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് 2 പേരുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. 5% പ്രതീക്ഷിച്ചു, 6% കൈവരിച്ചു. എന്നാൽ ഈ 7-ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നവും രാഷ്ട്രീയ പ്രശ്നവും രണ്ടും ഉണ്ട്. അതൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല. സാമ്പത്തിക പ്രശ്നവും രാഷ്ട്രീയ പ്രശ്നമൊക്കെ കാരണം 7 കഴിഞ്ഞിട്ട് വീണ്ടും 5 ഇയർ പ്ലാൻ സ്റ്റോപ്പ് ചെയ്യുന്നു 2 വർഷത്തേക്ക്. 90 മുതൽ 92 വരെ വീണ്ടും 5 ഇയർ പ്ലാൻ ഇല്ല. സാമ്പത്തിക പ്രശ്നവും രാഷ്ട്രീയ പ്രശ്നവും കാരണം 7 കഴിഞ്ഞ് വീണ്ടും സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് 2 വർഷത്തേക്ക് വേറൊരു പ്ലാൻ പ്രഖ്യാപിക്കുന്നു. അതാണ് വാർഷിക പദ്ധതി. ഓക്കെ ആണേ.
ഈ വാർഷിക പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കാരം പ്രഖ്യാപിക്കുന്നത്. നവസാമ്പത്തിക പരിഷ്കാരം നമ്മൾ റിവിഷൻ നടത്തും. നവസാമ്പത്തിക പരിഷ്കാരമൊക്കെ നമ്മൾ ഇന്ന് റിവിഷൻ നടത്തും. വീഡിയോ ഫുള്ള് കാണുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ റിവിഷൻ നടത്തുന്നത്. മാക്സിമം മാർക്ക് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. 91-ലാണ് നവസാമ്പത്തിക പരിഷ്കാരം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 7 കഴിഞ്ഞിട്ട് 8 അല്ല, 7 കഴിഞ്ഞ് വീണ്ടും ഒരു ബ്രേക്ക് വരുന്നു. അതാണ് വാർഷിക പദ്ധതി. 2 വർഷ കാലയളവിലേക്ക് ആ സമയത്താണ് നവസാമ്പത്തിക പരിഷ്കാരം പ്രഖ്യാപിക്കുന്നത്. അത് കഴിഞ്ഞ് 92-ൽ വീണ്ടും 5 ഇയർ പ്ലാൻ കണ്ടിന്യൂ ചെയ്യുന്നു. 92 മുതൽ 97 വരെ ഏത് 8ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന മൻമോഹൻ മോഡൽ, PQ ക്വസ്റ്റ്യൻ ആണ്. റാവു മോഡൽ എന്നും പ്രണബ് മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട്. മൻമോഹൻ, റാവു, പ്രണബ് ഈ 3 പേരിലും അറിയപ്പെടുന്നുണ്ട്. പ്രതീക്ഷിച്ചത് 5.6 എന്നാൽ കിട്ടിയത് 6.8. നല്ല വളർച്ച കിട്ടി. അത് കഴിഞ്ഞ് 9ാം പഞ്ചവത്സര പദ്ധതി 97 മുതൽ 2002 വരെ അറിയപ്പെട്ടത് ജനകീയ പ്ലാൻ. പ്രതീക്ഷിച്ചത് 6.5 കിട്ടിയത് 5.4. അത് കഴിഞ്ഞു 10ാം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ, PQ ക്വസ്റ്റ്യൻ കേരള മോഡൽ എന്നറിയപ്പെടുന്നുണ്ട്. പ്രതീക്ഷിച്ചത് 8 അല്ലെങ്കിൽ 8.1 രണ്ടും കണ്ടുണ്ട്. 8.1 എന്നും കണ്ടുണ്ട്, 8 എന്നും കണ്ടുണ്ട്. പ്രതീക്ഷിച്ചത് കൈവരിച്ചത് 7.7. ഇനി 11ാം പഞ്ചവത്സര പദ്ധതി വിദ്യാഭ്യാസ പ്ലാൻ എന്നറിയപ്പെടുന്ന 11ാം പഞ്ചവത്സര പദ്ധതി 9% പ്രതീക്ഷിച്ചു എന്നാൽ കിട്ടിയത് 8%. ഒരു പരീക്ഷയ്ക്ക് അത് 7.9 എന്നാണ് കൊടുത്തിരുന്നത്. 8% കിട്ടിയതാണ് നമ്മൾ പഠിച്ചു വയ്ക്കുന്നത്. ഒരു എക്സാമിന് കൊടുത്ത 7.9. അതായത് 8% വളർച്ച കൈവരിച്ച വേറെ ഒരു പഞ്ചവത്സര പദ്ധതി ഇല്ല ഇന്ത്യയിൽ. നിങ്ങൾ ഈ കണക്ക് നോക്കിയാൽ അറിയാം. ഈ സ്ക്രീനിലുണ്ട് കണക്ക്, നോക്കിയാൽ മതി. 8% കിട്ടിയ വേറെ ഒന്നുമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ചത് 11 ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ചത് 11. ഓക്കെ. ഇനി 12ലേക്ക് വന്നാൽ സുസ്ഥിര പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. 2012 മുതൽ 17 വരെ 2012 മുതൽ 2017 വരെ സുസ്ഥിര പ്ലാൻ. പ്രതീക്ഷിച്ചത് 9% വളർച്ചയാണ്. പക്ഷേ കിട്ടൂല എന്നായപ്പോഴത്തേക്ക് പിന്നീട് അവർ തന്നെ മാറ്റി പ്രതീക്ഷിച്ചത് 8 ആക്കി. അവർ ആദ്യം 9 പ്രതീക്ഷിച്ചു, പിന്നീട് കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ അവർ മാറ്റി ടാർഗറ്റ് എത്രയാക്കി 8 ആക്കി. എന്നാൽ കിട്ടിയത് 7.2. അപ്പോൾ ടാർഗറ്റ് ഇതൊക്കെ ചോദിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക്. അതിൽ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രതീക്ഷിച്ചതും കിട്ടിയതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബാക്കി ഇത് നോക്കി പഠിച്ച് വയ്ക്കുക പരമാവധി. ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് ഒരുപാട് പഠിക്കാൻ സമയമില്ല, റിവിഷൻ മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോസ് ബസ്സിലിരിക്കുന്ന സമയത്തോ യാത്ര ചെയ്യുന്ന സമയത്തോ എക്സാമിൻ്റെ രാവിലെ പോകുന്ന സമയത്തോ ശരി ഈ വീഡിയോസ് കാണാൻ നോക്കുക. അങ്ങനെ കണ്ട് മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത്രയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ റിവിഷൻ നടത്തുക. അപ്പം ഓരോന്നിൻ്റെ പേരും പഠിച്ചു, പ്രതീക്ഷിച്ചതും കൈവരിച്ച വളർച്ചാ നിരക്കും പഠിച്ചു. അടുത്തത് ഒബ്ജക്റ്റീവ്സ്. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത ഇതാണ് 5 ഇയർ പ്ലാനിൽ നിന്ന്. ഇത് തന്നെ ചോദിക്കുന്നല്ല ഞാൻ പറഞ്ഞത്, സാധ്യതയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്ത കൃഷിക്കാണ്. ഊർജ്ജ മേഖലയ്ക്കുണ്ട്, ജലസേചനമുണ്ട്. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ കൃഷി, ഊർജ്ജം, ജലസേചനം. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതാണ്? കൃഷി, ഊർജ്ജം, ജലസേചനം. 2ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക പുരോഗതിയുണ്ട്, ഗതാഗത പുരോഗതിയുണ്ട്, മിശ്ര സമ്പദ് വ്യവസ്ഥ, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ രൂപീകരിക്കുക. അത് 1955 ഒരു INC സമ്മേളനം ഉണ്ടായിരുന്നു. ആ INC സമ്മേളനത്തിൽ INC ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. INCയുടെ സമ്മേളനത്തിൽ അവർ കൊണ്ടുവന്ന ഒബ്ജക്റ്റീവ് ആയിരുന്നു സോഷ്യലിസ്റ്റ് സമൂഹത്തെ രൂപീകരിക്കുക. അതും കൂടെ ചേർത്ത് വെച്ചാണ് ഈ 2ാം പഞ്ചവത്സര പദ്ധതി പറയുന്നത്. ഇനി വലിയ ഡാമുകളുടെ നിർമ്മാണം, PSC ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. വലിയ ഡാമുകളുടെ നിർമ്മാണം 2ാം പഞ്ചവത്സര പദ്ധതി. ഇതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് വ്യാവസായിക പുരോഗതി, വലിയ ഡാമുകളുടെ നിർമ്മാണം, ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ രൂപീകരിക്കുക എന്നുള്ളത് ഒന്ന് പ്രാധാന്യം കൊടുക്കുക. 3ാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത, അതുപോലെ സാമ്പത്തിക സ്വയം പര്യാപ്തത, ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം. ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനവും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും. ആദ്യത്തെ 2 5 ഇയർ പ്ലാനിലും ഈ ഭക്ഷ്യ ഉൽപ്പാദനമൊന്നും പ്രാധാന്യം കൊടുത്തിരുന്നില്ല. കാർഷികത്തിനും വ്യാവസായികത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തെങ്കിലും ഭക്ഷ്യ ഉൽപ്പാദനം കൂടിയൊന്നുമില്ല. അങ്ങനെയാണ് 3ാം പഞ്ചവത്സര പദ്ധതിയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനവും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി. ഞാൻ പറഞ്ഞു 3 കഴിഞ്ഞ് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് 4 തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച ഇട്ടത്. പിന്നെ സാമ്പത്തിക സാങ്കേതിക സ്വയം പര്യാപ്തതയും ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനമൊക്കെ ഉപലക്ഷ്യങ്ങളായിട്ട് പറയുന്നുണ്ട്. മെയിൻ ലക്ഷ്യം സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, പിന്നെ സാമ്പത്തിക സാങ്കേതിക സ്വയം പര്യാപ്തത, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനമൊക്കെ പറയുന്നുണ്ട്. 5ാം പഞ്ചവത്സര പദ്ധതി PSCക്ക് ഇഷ്ടപ്പെട്ട പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം. ഇന്ദിരാഗാന്ധിയുടെ സമയമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഗരീബി ഹട്ടാവോ. അതുപോലെ തന്നെ കാർഷിക മേഖലയുടെയും പ്രതിരോധ മേഖലയ്ക്കും പ്രാധാന്യം കൊടുത്തു, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു. കാർഷികത്തിനും പ്രതിരോധത്തിനും പ്രാധാന്യം കൊടുത്തു, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു. 5 PSCക്ക് ഇഷ്ടമുള്ള ചോദ്യമാണ്. 5ാം പഞ്ചവത്സര പദ്ധതി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗരീബി ഹട്ടാവോ. ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. 6ലേക്ക് പോകുമ്പോൾ ഗ്രാമവികസനം. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പേര് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ഗാന്ധിയൻ പ്ലാൻ, ഗാന്ധിയൻ മോഡൽ.
അപ്പോൾ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമവികസനം, കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യം, കുടിൽ വ്യവസായമുണ്ട്, പിന്നെ അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമുണ്ട്, ജനസംഖ്യ വളർച്ചാ നിരക്ക് നിയന്ത്രണം. ഇതൊക്കെയാണ് 6ന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യവും ഗ്രാമവികസനവും. കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന, ഗാന്ധിജിയെ കുറിച്ച് ഓർത്താൽ മതി. 6ാം പഞ്ചവത്സര പദ്ധതി ഗാന്ധിയൻ പ്ലാൻ. ഗ്രാമവികസനം, കുടിൽ വ്യവസായം, കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യം, ദാരിദ്ര്യം കുറയ്ക്കുക, പിന്നെ അതിന്റെ കൂട്ടത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്കും പറയുന്നുണ്ട് 6ാം പഞ്ചവത്സര പദ്ധതി. 7ലേക്ക് എത്തുമ്പോൾ രാജീവ് ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെ ലക്ഷ്യം ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ. ഇന്ത്യ മാറുകയാണ്. അതുവരെയുള്ള ഇന്ത്യ അല്ല, പിന്നോട്ടുള്ള ഇന്ത്യ. മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവരണം. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. രാജീവ് ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. പിന്നെ വാർത്താവിനിമയ മേഖല പരിപോഷിപ്പിക്കുക, വിവര സാങ്കേതിക വിദ്യ പരിപോഷിപ്പിക്കുക, IT മേഖലയും വാർത്താവിനിമയ മേഖലയൊക്കെ വികസിക്കുക. IT, വാർത്താവിനിമയം. ഏറ്റവും പ്രധാനപ്പെട്ടത് ആധുനികവൽക്കരണം. ചോദിക്കും ആധുനികവൽക്കരണം. പിന്നെ ഭക്ഷ്യ ഉൽപാദനം ത്വരിതപ്പെടുത്തുക, പെട്ടെന്ന് ഭക്ഷ്യ ഉൽപാദനം ത്വരിതപ്പെടുത്തുക. സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞ പഞ്ചവത്സര പദ്ധതിയാണ് 7. ഒരു സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനം, ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനം, അതിന് പ്രാധാന്യമുണ്ട്. തിരിച്ചറിഞ്ഞ പഞ്ചവത്സര പദ്ധതി ഏത്? 7. PQ ക്വസ്റ്റ്യൻ. സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന് പ്രാധാന്യമുണ്ട്. ഏത്? 7ാം പഞ്ചവത്സര പദ്ധതി. 8ലേക്ക് വരുമ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് ഏറ്റവും പ്രാധാന്യം. 7ൽ തന്നെ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ 8ലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് ഹ്യൂമൻ ഡെവലപ്മെന്റ്, മാനവിക വികസനം. പിന്നെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുത്തിരുന്നു. ജലലഭ്യതയൊക്കെ പറയുന്നുണ്ട്, അത് ഉപപോയിന്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടുമാണ്, മാനവിക വികസനവും പ്രാഥമിക വിദ്യാഭ്യാസവും. ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ സാറിന് ചോദിച്ചാൽ ഇല്ല. വീഡിയോ ഞാൻ പറഞ്ഞു 1.5 മണിക്കൂറിനകത്ത് വരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം ഇത് ഒരു പ്രാവശ്യം കാണുക, സമയം കിട്ടണമെങ്കിൽ വീണ്ടും റിവിഷൻ നടത്തുക. ഞാൻ ബസ്സിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ വീണ്ടും കേൾക്കുക, കാണണമെന്ന് പോലും ഇല്ല, കേൾക്കുക. അങ്ങനെ കേട്ടേ പഠിക്കാൻ പറ്റൂ. മാക്സിമം സമയത്തിനകത്ത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു 1.5 മണിക്കൂറിനകത്ത് പരമാവധി പോയിന്റ് കവർ ചെയ്ത് പറയുകയാണ്. അതുകൊണ്ടാണ് സ്പീഡിന് പറഞ്ഞു പോകുന്നത്, കൂടെ പിടിക്കുക. ഓക്കെ, മാനവിക വികസനം, പ്രാഥമിക വിദ്യാഭ്യാസം 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 9ലേക്ക് വരുമ്പോൾ ഗ്രാമവികസനമുണ്ട്, വികേന്ദ്രീകൃത ആസൂത്രണമുണ്ട്, സ്ത്രീ ശാക്തീകരണമുണ്ട്, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് 9ന്റെ ലക്ഷ്യം. 9 ജനകീയ പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. സ്ത്രീ ശാക്തീകരണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. WCP, വിമൺ കമ്പോണന്റ് പ്ലാൻ. വിമൺ കമ്പോണന്റ് പ്ലാൻ സ്ത്രീ ശാക്തീകരണമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിമൺ കമ്പോണന്റ് പ്ലാൻ, WCP. PQ ക്വസ്റ്റ്യൻ. ഗ്രാമീണ വികസനം പറയുന്നുണ്ട്, വികേന്ദ്രീകൃത ആസൂത്രണം പറയുന്നുണ്ട്, സ്ത്രീ ശാക്തീകരണം പറയുന്നുണ്ട്, സാമൂഹ്യ നീതി സുരക്ഷ പറയുന്നുണ്ട്. ഇതെല്ലാമാണ് 9ന്റെ ലക്ഷ്യം. 10ലേക്ക് വരുമ്പോൾ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. മൂലധന നിക്ഷേപം, വിദേശ നിക്ഷേപം, ഇതൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് 10ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. മൂലധന നിക്ഷേപം, വിദേശ നിക്ഷേപം, ഇതൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് 10ന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. പിന്നെ കൂടെ പറയുന്നുണ്ട് ദാരിദ്ര്യം കുറയ്ക്കുക, സാക്ഷരത ഉയർത്തുക, സ്ത്രീ ശാക്തീകരണം പറയുന്നുണ്ട്, GDP വളർച്ചാ നിരക്ക് 8% എത്തിക്കുക. ഇതൊക്കെയായിരുന്നു 10ന്റെ ലക്ഷ്യം. ഏറ്റവും പ്രധാനപ്പെട്ടത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. 11ലേക്ക് വന്നാൽ പ്രധാനമായിട്ട് ഒറ്റ ലക്ഷ്യം പറയുന്നുള്ളൂ, ഇൻക്ലൂസീവ് ഗ്രോത്ത്. 2022 CPയുടെ ക്വസ്റ്റ്യൻ ആണ്. സമഗ്ര വികസനം, ഇൻക്ലൂസീവ് ഗ്രോത്ത്. എന്താണ് അർത്ഥം? എന്താണ്? എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടോട്ടൽ വികസനം, മുഴുവൻ ജനവിഭാഗം കൊണ്ടുള്ള ടോട്ടൽ വികസനമാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്, സമഗ്ര വികസനം എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ്, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടോട്ടൽ വികസനം, ഇൻക്ലൂസീവ് ഗ്രോത്ത്. അതായിരുന്നു 11ന്റെ ലക്ഷ്യം, ഇൻക്ലൂസീവ്, സമഗ്ര വികസനം. 12ലേക്ക് വരുമ്പോൾ PQ ക്വസ്റ്റ്യൻ, ഈ അടുത്ത് ഒരു പരീക്ഷയ്ക്ക് വെച്ച ക്വസ്റ്റ്യൻ ആണ്. സുസ്ഥിര വികസനമുണ്ട്. എന്താണ് സുസ്ഥിര വികസനം? നമ്മുടെ നാട്ടിൽ വിഭവങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രമേ എടുക്കാവൂ. വരുന്ന തലമുറയെ കൂടെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ റിസോഴ്സ് ഒക്കെ എടുത്ത് തീർക്കാൻ. വിഭവങ്ങൾ വളരെ കുറവാണ്, നമ്മൾ എടുത്ത് തീർത്താൽ അവർക്ക് വേറെ ഇല്ല. അതുകൊണ്ട് അവരെ കൂടെ പരിഗണിച്ച് ആവശ്യത്തിന് മാത്രമേ എടുക്കാവൂ. അതാണ് സുസ്ഥിര വികസനം. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പ്രത്യേകത, പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു 12ന്റെ. എല്ലാവരും പഠിച്ചു വയ്ക്കുന്നത് അങ്ങനെ തന്നെയാണ്. 12ന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്നാൽ അത് മാത്രമല്ല കേട്ടോ. ഈ അടുത്ത് നടന്ന പരീക്ഷയ്ക്ക് വെച്ച് വേറെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക കൂടെ പറയുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ വികസനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദാരിദ്ര്യം കുറയ്ക്കുക എന്ന് പറയുന്നുണ്ട്. അടുത്ത പോയിന്റ് ആണ് മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക. ഈ അടുത്തിരുന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക. വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക. ഇത് രണ്ടും വിമൺ സിവിൽ എക്സൈസ് ഓഫീസർ, വിമൺ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് വെച്ച ക്വസ്റ്റ്യൻ ആണ്. മുഴുവൻ ഗ്രാമങ്ങളുടെയും വൈദ്യുതീകരണം, സ്കൂളുകളിലെ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക. ഇതൊരു 12ന്റെ ലക്ഷ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. അതുപോലെ നടന്ന എക്സാമിന് വെച്ച വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഫാസ്റ്റർ മോർ ഇൻക്ലൂസീവ് സസ്റ്റൈനബിൾ ഗ്രോത്തും 12ന്റെ ലക്ഷ്യമാണ്. വേഗത്തിൽ കൂടുതൽ സമഗ്രമായ സുസ്ഥിര വളർച്ച, അതാണ് മലയാളം. വേഗത്തിൽ കൂടുതൽ സമഗ്രമായ സുസ്ഥിര വളർച്ച.
അതും 12 ലക്ഷമാണ്, ഓർത്തോളുക. ഇതെല്ലാം PQ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. PQ സുസ്ഥിര വികസനം മാത്രമാണ് എല്ലാവരും പഠിച്ചു വെക്കുന്നത്, പക്ഷേ ഇതെല്ലാം പരീക്ഷയ്ക്ക് വെച്ച ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ഓർത്തോളുക. അപ്പോൾ 5 ഇയർ പ്ലാൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. എനിക്കറിയാം ഇത് കേട്ടാൽ എങ്ങനെ പഠിക്കാൻ പറ്റും സാർ എന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ടത് കേട്ട് പഠിക്കുക. 1-2 മണിക്കൂർ അല്ലെങ്കിൽ കഷ്ടിച്ച് 1.5 മണിക്കൂർ വരുന്ന വീഡിയോ ആണ് ഇത്. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയാലേ നമുക്ക് പോയിന്റ്സ് മാക്സിമം കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഞാൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ രാവിലെ പോയിട്ട് എക്സാമിന് മുന്നേ. ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളെ എക്സാമിനുള്ളൂ, വളരെ കുറച്ച് മണിക്കൂറുകളെ എക്സാമിനുള്ളൂ, നല്ലതുപോലെ റിവിഷൻ നടത്തുക. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് ഓടിച്ച് പറഞ്ഞത്. 5 ഇയർ പ്ലാൻ പിന്നെ എല്ലാവരും ഒരു പ്രത്യേകിച്ച് പഠിച്ചു വെക്കുന്ന ഏരിയ കൂടിയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ എന്തെങ്കിലും പോയിന്റ് മിസ്സായി പോയിട്ടുണ്ടോ എന്ന് നോക്കുക, അതിനും ഇത് ഉപകരിക്കും. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കാതെ ഏതെങ്കിലും ഒബ്ജക്റ്റീവിനകത്ത് വന്നിട്ടുണ്ടോ, അങ്ങനെ നോക്കുക. അതിനൊക്കെ വേണ്ടിയാണ് 5 ഇയർ പ്ലാൻ. നമ്മൾ ഒരുപാട് സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവരും പഠിച്ചു വയ്ക്കുന്ന ഏരിയയാണ്, എങ്കിലും ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് ഞാൻ കുറച്ച് പറഞ്ഞു, അതൊക്കെ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ പേര് പഠിച്ചു വയ്ക്കുക, ഒബ്ജക്റ്റീവ്സ് പഠിച്ചു വയ്ക്കുക, വളർച്ചാ നിരക്ക് പഠിച്ചു വയ്ക്കുക. പിന്നെ അത്യാവശ്യം കുറേ ഫാക്റ്റുകൾ. 5 ഇയർ പ്ലാൻ ആരംഭിച്ച വർഷം 51, തകർന്നടിഞ്ഞ പഞ്ചവത്സര പദ്ധതി 3, നിർത്തലാക്കിയ പഞ്ചവത്സര പദ്ധതി 5. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ചത് 11, 8% വളർച്ച പറഞ്ഞേ 11. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. 5 ഇയർ പ്ലാൻ എത്ര പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്? പ്ലാനിംഗ് കമ്മീഷൻ 12 നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കുക, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ഒബ്ജക്റ്റീവ്സ് ഒന്ന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. നീതി ആയോഗ്. നീതി ആയോഗിൽ 2 ഏരിയ മാത്രമാണ് റിവിഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് നീതി ആയോഗിന്റെ ഭരണ സംവിധാനം, ആരൊക്കെയാണ് അതിനകത്തുള്ളത്, ചെയർപേഴ്സൺ, ഉപാധ്യക്ഷൻ, CEO, സ്ഥിര അംഗങ്ങൾ, താൽക്കാലികങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ SCRT ബുക്കിനകത്തുള്ള ഫംഗ്ഷൻസും ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഫംഗ്ഷൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയെങ്കിലും പഠിച്ചു വയ്ക്കുക പരീക്ഷയ്ക്ക് മുന്നേ. ഇത്ര മാത്രം പഠിച്ചാൽ കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും ഇതൊക്കെയാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഇത്രയെങ്കിലും റിവിഷൻ നടത്തിയിട്ട് പോവുക. ഭരണ സംവിധാനം ഞാൻ പെട്ടെന്ന് പറയുകയാണ്, കൂടെ പിടിച്ചുകൊള്ളുക. നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ ആരടാ? പറ. പ്രധാനമന്ത്രി. എല്ലാവർക്കും അറിയാം. ആദ്യത്തേതായാലും ശരി, ഇപ്പോഴത്തായാലും ശരി, നരേന്ദ്രമോദി തന്നെയാണ്. കാര്യം നീതി ആയോഗ് വരുന്ന 2015 ജനുവരി 1-നാണ്. ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടിട്ട് പകരം വന്നതാണ് നീതി ആയോഗ് 2015 ജനുവരി 1. ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പൊ നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ പ്രധാനമന്ത്രി, ആദ്യത്തതും ഇപ്പോഴത്തെ നരേന്ദ്രമോദി. ഇനി നീതി ആയോഗിന് ഒരു ഗവേണിംഗ് കൗൺസിൽ ഉണ്ട്. ഗവേണിംഗ് കൗൺസിൽ അതിലുള്ളത് ആരൊക്കെയാണ്? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, ഡൽഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അധികാരികൾ, ഇവരാണ് ഗവേണിംഗ് കൗൺസിൽ ഉള്ളത്. അതായത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അധികാരികളും. ചില കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിയാണ് അധികാരി, ചിലയിടത്ത് ലെഫ്റ്റനന്റ് ഗവർണറാണ്, ചിലയിടത്ത് അഡ്മിനിസ്ട്രേറ്ററാണ്. നിങ്ങൾക്ക് അറിയാം, അതൊക്കെ നിങ്ങൾ അല്ലാതെ പഠിച്ചു വെക്കുന്ന കാര്യങ്ങളാണ്, പഠിച്ചോളുക. അപ്പോൾ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അധികാരികളുമാണ് ഗവേണിംഗ് കൗൺസിൽ ഉള്ളത്. ഇനി പ്രത്യേക ക്ഷണിതാക്കൾ എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. പ്രത്യേക ക്ഷണിതാക്കൾ മൂന്നാമത്തെ ഏരിയയാണ്. പ്രത്യേക ക്ഷണിതാക്കൾ. ആദ്യം ചെയർപേഴ്സൺ, പിന്നെ ഗവേണിംഗ് കൗൺസിൽ, അടുത്ത പ്രത്യേക ക്ഷണിതാക്കൾ. 5 പേരാണ് നിലവിലുള്ളത്. നിലവിൽ ഇപ്പോഴത്തെ പ്രത്യേക ക്ഷണിതാക്കൾ 5 പേരാണ്. നിതിൻ ഗഡ്കരി മന്ത്രിയാണ്, പീയൂഷ് ഗോയൽ മന്ത്രിയാണ്, റാവു ഇന്ദർജിത് സിംഗ് മന്ത്രിയാണ്, വീരേന്ദ്രകുമാർ അശ്വിനി വൈഷ്ണവ് മന്ത്രിയാണ്. നമുക്കറിയാം ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഇലക്ഷന് തൊട്ട് മുന്നേ ഉള്ള ഘടനയാണ് കേട്ടോ. ഇലക്ഷന് 2024 ഇലക്ഷന് തൊട്ട് മുന്നേ ഉള്ള ഘടനയാണ്. ഇലക്ഷന് ശേഷമുള്ള പുതിയ ഘടന വന്നിട്ടില്ല, അതുകൊണ്ട് ചോദിക്കണമെങ്കിൽ ഇതായിരിക്കും ചോദിക്കാൻ സാധ്യത, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ പ്രത്യേക ക്ഷണിതാക്കൾ എന്ന് പറഞ്ഞാൽ വിവിധ മേഖലയിൽ അറിവുള്ള കുറച്ച് വ്യക്തികളാണ് വിളിക്കുന്നത്. പല മേഖലയിൽ അറിവുള്ള 5 വ്യക്തികളെയാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, റാവു ഇന്ദർജിത് സിംഗ്, വീരേന്ദ്രകുമാർ, അശ്വിനി വൈഷ്ണവ്. പേരുകൾ ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എന്തായാലും നീതി ആയോഗിൽ പ്രത്യേക ക്ഷണിതാക്കൾ ഉണ്ട്, ഓർത്തോളുക. ചെയർപേഴ്സൺ, ഗവേണിംഗ് കൗൺസിൽ, പ്രത്യേക ക്ഷണിതാക്കൾ ആയിട്ടുണ്ടേ. അടുത്തത് പ്രാദേശിക കൗൺസിൽ. ഗവേണിംഗ് കൗൺസിൽ പോലെ വേറൊരു കൗൺസിലാണ് പ്രാദേശിക കൗൺസിൽ. എന്തിനാണ് രൂപീകരിച്ചിരിക്കുന്നത്? ഒന്നിലധികം സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന നിർദ്ദിഷ്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഇവ രൂപീകരിച്ചത്. അവിടെയും സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അധികാരികളൊക്കെയാണ് വരുന്നത്. ഒന്നിലധികം സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രൂപീകരിച്ചാണ് പ്രാദേശിക കൗൺസിൽ. ചെയർപേഴ്സൺ ഉണ്ട്, ഗവേണിംഗ് കൗൺസിലായി, പ്രത്യേക ക്ഷണിതാക്കളായി, പ്രാദേശിക കൗൺസിലായി. ഇനി അടുത്ത ഉപാധ്യക്ഷൻ, ഏറ്റവും ഇമ്പോർട്ടന്റ്. നീതി ആയോഗിലെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷനാര്? ആദ്യത്തെ ഉപാധ്യക്ഷനാര്? ചോദിച്ച് പേസി തളർന്ന ഏരിയയാണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ പറയടാ, സുമൻ കെ ബറി. ചോദിക്കേ, സുമൻ കെ ബറി. ഈ അടുത്ത എക്സാമിനും ചോദിച്ചു, സുമൻ കെ ബറി. ആദ്യത്തെ ഉപാധ്യക്ഷനാര്? അരവിന്ദ് പനഗരിയ. അതും കൂടെ ഓർത്തോളെ, ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുന്നത്. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാര്? വൈസ് ചെയർപേഴ്സൺ ആര്? അരവിന്ദ് പനഗരിയ. ഇപ്പോൾ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ്. കറണ്ട് അഫയർ ചോദിക്കാം. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ അരവിന്ദ് പനഗരിയ. അതുപോലെ തന്നെ നിലവിൽ സുമൻ കെ ബറിയാണ്. ഇവരുടെ റാങ്ക് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്ററുടെ റാങ്കാണ്. ഇവർ അപ്പോയിന്റ് ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ് കേട്ടോ. ഇവരൊക്കെ ഉപാധ്യക്ഷൻ അപ്പോയിന്റ് ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ്. റാങ്ക് ക്യാബിനറ്റ് മന്ത്രിയുടെ റാങ്കാണ്. അപ്പോൾ ഉപാധ്യക്ഷൻ ചോദിക്കും. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ചെയർപേഴ്സൺ ആദ്യത്തെ വ്യക്തി നമ്മൾ നോക്കി, ചെയർപേഴ്സൺ. പിന്നെ ഗവേണിംഗ് കൗൺസിൽ നോക്കി, അത് കഴിഞ്ഞു പ്രത്യേക ക്ഷണിതാക്കൾ നോക്കി, അത് കഴിഞ്ഞു പ്രാദേശിക കൗൺസിൽ നോക്കി, അത് കഴിഞ്ഞു ഉപാധ്യക്ഷൻ നോക്കി. 5 പേരായിട്ടുണ്ടേ. ഇനി 6ഉം 7ഉം 8ഉം 3 എണ്ണം ഉണ്ട്. ഇനി അത് ഒരുമിച്ച് അങ്ങ് പഠിക്കുക. 6 എന്ന് പറഞ്ഞാൽ സ്ഥിര അംഗങ്ങൾ, 7 എന്ന് പറഞ്ഞാൽ താൽക്കാലിക അംഗങ്ങൾ, 8 എന്ന് പറഞ്ഞാൽ അനൗദ്യോഗിക അംഗങ്ങൾ. സ്ഥിര അംഗങ്ങൾ
അപ്പോൾ സ്ഥിര അംഗങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ ആര് കാണും? താൽക്കാലിക അംഗങ്ങൾ കാണും. സ്ഥിരം ഉണ്ടെങ്കിൽ പിന്നെ താൽക്കാലികം കാണും. അപ്പോൾ സ്ഥിര അംഗങ്ങൾ, താൽക്കാലിക അംഗങ്ങൾ, പിന്നെ ഔദ്യോഗികമല്ലാത്ത എക്സ് ഒഫീഷ്യോ അനൗദ്യോഗിക അംഗങ്ങൾ. സ്ഥിര അംഗങ്ങൾ, താൽക്കാലിക അംഗങ്ങൾ, അനൗദ്യോഗിക അംഗങ്ങൾ. അതാണ് പറയാൻ പോകുന്നത്. സ്ഥിര അംഗങ്ങൾ നിലവിൽ 4 പേരാണ്. VK സരസ്വത്, VK പോൾ, രമേശ് ചന്ദ്, അരവിന്ദ് വീർമണി. പേര് എഴുതിയെടുത്ത് പഠിക്കുക. VK സരസ്വത്, VK പോൾ, രമേശ് ചന്ദ്, അരവിന്ദ് വീർമണി. ഈ പേരുകളൊക്കെ നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റും, അല്ലാതെ പ്രത്യേക രീതിയിലൊന്നും പഠിപ്പിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാം, പേരുകൾ എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. ഇനി പാർട്ട് ടൈം മെമ്പേഴ്സ് അല്ലെങ്കിൽ താൽക്കാലിക അംഗങ്ങൾ നമ്മൾ പറഞ്ഞു 2 പേരാണ് വരുന്നത്. പക്ഷെ അത് സർവകലാശാലകളിലെയും ഗവേഷണ സ്ഥാപനങ്ങളിലേക്ക് പ്രതിനിധികളാണ്. അത് ഇന്ന ആളെന്ന് പറയാൻ പറ്റില്ല. ഓരോ തവണ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഓരോ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു പേര് പഠിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. സ്ഥിരാംഗമായി, താൽക്കാലിക അംഗമായി. ഇനി ഒരു അംഗം കൂടിയുണ്ട്, അനൗദ്യോഗിക അംഗം. അത് നിലവിൽ 4 പേരാണ് കേട്ടോ. അത് മന്ത്രിമാരാണ്. അവർ അപ്പോയിന്റ് ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. നിലവിൽ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, അർജുൻ മുണ്ട ആയിരുന്നു ഇലക്ഷന് മുമ്പ്. ഇലക്ഷന് ശേഷം അത് ശിവരാജ് സിംഗ് ചൗഹാൻ ആവാൻ സാധ്യതയുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാൻ, കാര്യം കൃഷിമന്ത്രിയാണ് വരുന്നത്. അപ്പോൾ അർജുൻ മുണ്ട അല്ലെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാനാണ് വരേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇലക്ഷന് ശേഷമുള്ള പുതിയ ഘടന വന്നിട്ടില്ല. ഇലക്ഷന് മുന്നേ ഉള്ള ഘടന വെച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കണമെങ്കിൽ ഇലക്ഷന് മുന്നേ ഉള്ള ഘടനയാവാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അനൗദ്യോഗിക അംഗങ്ങൾ മന്ത്രിമാരാണ്. ആ മന്ത്രിമാർ എളുപ്പമാണ്, എല്ലാവർക്കും അറിയാല്ലേ. അമിത് ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, അർജുൻ മുണ്ടയോ ശിവരാജ് സിംഗ് ചൗഹാനോ ആയിരിക്കും ചോദിക്കാൻ സാധ്യത. അപ്പോൾ അതും കഴിഞ്ഞു. ഒന്നും കൂടെ ഞാൻ ആദ്യം തൊട്ടേ പറയാണ്. ആദ്യം ചെയർപേഴ്സൺ, പിന്നെ ഗവേണിംഗ് കൗൺസിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രത്യേക ക്ഷണിതാക്കൾ പറഞ്ഞു. പിന്നെ പ്രാദേശിക കൗൺസിൽ പറഞ്ഞു. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് 5ാമത് പറഞ്ഞു ഉപാധ്യക്ഷൻ. അത് കഴിഞ്ഞു 6, 7, 8 ഒരുമിച്ചാണ് പറഞ്ഞത്. 6 സ്ഥിര അംഗം, 7 താൽക്കാലിക അംഗം, 8 അനൗദ്യോഗിക അംഗം. സ്ഥിര അംഗം 4 പേരുടെ പേര് പറഞ്ഞു. VK സരസ്വതി, VK പോൾ, അരവിന്ദ് വീർമണി, രമേശ് ചന്ദ്. താൽക്കാലിക അംഗങ്ങൾ 2 പേരാണ്. പേര് പഠിച്ചു വയ്ക്കാൻ പറ്റില്ല, യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൾക്കാരാണ്. ഇപ്പം അനൗദ്യോഗിക അംഗം 4 പേര് പഠിച്ചു. അമിത് ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, പിന്നെ അർജുൻ മുണ്ട അല്ലെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാൻ. അതിന്റെ പ്രത്യേകതയും പറഞ്ഞു. അപ്പോൾ 8 ഇനി അടുത്തതാണ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ്, CEO. എപ്പോഴും ചോദിക്കുന്ന വേറൊരു ചോദ്യം. ഇപ്പോഴത്തെ CEO ഒരു BVR സുബ്രഹ്മണ്യം. സിഇഒയും ഉപാധ്യക്ഷനും എല്ലാവർക്കും മാറിപ്പോകാറുണ്ട്, മാറിപ്പോവരുത്. CEO BVR അങ്ങനെ പഠിച്ചു വയ്ക്കുക. 3 CEO BVR. അപ്പോൾ CEO കിട്ടും BVR സുബ്രഹ്മണ്യം. ആദ്യത്തെ CEO ചോദിക്കും സിന്ധുശ്രീ ഖുള്ളർ. അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റാങ്ക് ആണ് വരുന്നത്. അതും പ്രാധാന്യമില്ല, പേര് പഠിച്ചു വയ്ക്കുക. നിലവിലത്തെ CEO ആര്? CEO BVR. ഓക്കെ ആണ്. ഇനി ആദ്യത്തെ CEO ഒരു സിന്ധുശ്രീ ഖുള്ളർ. പിന്നെ ഭരണം നടത്താനായിട്ട് ഒരു സെക്രട്ടേറിയറ്റ് കൂടിയുണ്ട്. ഇത്രയുമാണ് ഭരണ സംവിധാനം. 10 പാർട്ട്. ആദ്യം ചെയർപേഴ്സൺ ആരാണ് എന്താണെന്ന് പഠിച്ചു. 2 ഗവേണിംഗ് കൗൺസിൽ പഠിച്ചു. 3 പ്രത്യേക ക്ഷണിതാക്കൾ നിലവിൽ 5 പേരുണ്ട്, പഠിച്ചു. പ്രാദേശിക കൗൺസിൽ എന്താണെന്ന് പഠിച്ചു. 5 ഉപാധ്യക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 5ാമത്തെ ഉപാധ്യക്ഷൻ. 6, 7, 8 ഒരുമിച്ച് പഠിച്ചു. സ്ഥിരാംഗം, താൽക്കാലിക അംഗം, അനൗദ്യോഗിക അംഗം. അവരുടെ പേരും എല്ലാം നമ്മൾ പഠിച്ചു. 9 CEO 10 സെക്രട്ടേറിയറ്റ്. പേരും പഠിച്ചിട്ടുണ്ട്. ഈ പേരിപ്പോൾ കേട്ടപാടി എല്ലാവർക്കും പഠിക്കാനൊന്നും പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ എഴുതിയെടുക്കുക പെട്ടെന്ന്, എന്നിട്ട് വായിച്ച് പഠിക്കുക, ഇല്ലെങ്കിൽ ഈ വീഡിയോ കേട്ടിരുന്ന് പഠിക്കുക. ഓക്കെ. ഇനി നീതി ആയോഗിന്റെ ഫംഗ്ഷൻസ് ശ്രദ്ധിക്കുക. ഞാൻ പറയാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നീതി ആയോഗിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, ഏത് ഏരിയയ്ക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. കണ്ട, സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നമ്മുടെ രാജ്യം പ്രാധാന്യം കൊടുക്കേണ്ട വിഷയങ്ങൾ, പുതിയ തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. സഹകരണ ഫെഡറലിസം, കോഓപ്പറേറ്റീവ് ഫെഡറലിസം. കണ്ട, എന്താണ് ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസം? പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിക്കുന്ന വാക്കാണ് സഹകരണ ഫെഡറലിസം. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരുകളും ഒരുമിച്ച് പ്രവർത്തിക്കുക. രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി എല്ലാ മേഖലയിലും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരുകളും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ് സഹകരണ ഫെഡറലിസം. ഇനി സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കുക. ഇതൊക്കെ വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അറിവ്, നവീകരണം, സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കുക. പുതിയ അറിവ് സൃഷ്ടിക്കുക, പുതിയ നവീകരണം ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പുതിയ സൃഷ്ടിക്കുക, പുതിയ പുതിയ ഓൺട്രപ്രണർഷിപ്പ് കാര്യങ്ങൾ സൃഷ്ടിക്കുക, പുതിയ കാര്യങ്ങളും പുതിയ ഇനിഷ്യേറ്റീവ് ഒക്കെ നമ്മൾ സൃഷ്ടിക്കുക. അതൊക്കെയാണ് മറ്റൊരു ലക്ഷ്യം. അടുത്ത നോക്കിയേ, നയപരവും തന്ത്രപരവുമായ ദീർഘകാല സംരംഭങ്ങളും ചട്ടക്കൂടുകളും വികസിപ്പിക്കുക. നയപരമായിട്ടുള്ള കാര്യമായാലും തന്ത്രപരമായിട്ടുള്ള കാര്യമായാലും ശരി, ദീർഘകാലത്തെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുക. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം കൊടുക്കുക. ദേശീയമായാലും ശരി അന്തർദേശീയമായാലും ശരി, രാജ്യത്തിന്റെ വികസനവും രാജ്യത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഉപദേശം കൊടുക്കുക എന്നുള്ളതും നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇതെല്ലാം ഈ അടുത്ത എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി
SCERT ബുക്കിൽ കുറെ കൊടുത്തിട്ടുണ്ട്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. മധ്യവർഗമാണ് പ്രബല മധ്യവർഗത്തെ എന്തിനു വേണ്ടി? സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ ഇവിടെയുള്ള പ്രവാസികളുടെ സേവനം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടും സാങ്കേതികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുക. അതുപോലെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇതൊക്കെ SCERT ബുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നമ്മുടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ സ്ഥലങ്ങൾ, വലിയ പ്രശ്നമൊന്നുമില്ലാത്ത താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളിലൂടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ആഗോള മാറ്റങ്ങൾ, ഇപ്പോൾ ലോകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വലിയ സാമ്പത്തിക പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി, അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളായി, മാർക്കറ്റ് തകരാൻ തുടങ്ങി, അപ്പം അല്ലെങ്കിൽ ആഗോളപരമായിട്ടും അല്ലെങ്കിൽ ഈ മാർക്കറ്റ് പരമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മൾ തകർന്നു പോകരുത്, നമ്മൾ പിടിച്ചു നിൽക്കുക. അതിനുവേണ്ടി രാജ്യത്തെ പ്രാപ്തരാക്കുക. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവരുത്, അല്ലെങ്കിൽ വേറെ ത്രട്ടോ എന്തെങ്കിലുമൊക്കെ ഭീഷണിയോ ത്രട്ടോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കുലുങ്ങരുത്, നമ്മൾ പിടിച്ചു നിൽക്കുക. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെയായിരുന്നു നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ഒരേ അർത്ഥം തന്നെ പല രൂപത്തിലും ഭാവത്തിലൊക്കെയാണ് മാറ്റിയും തിരിച്ചോ കൊടുത്തേക്കുന്നത്. അത്രേ ഉള്ളൂ. ആദ്യം പറഞ്ഞ കുറേ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസും ഇപ്പോൾ ഉള്ളത് SCERT ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസുമാണ്. ഇത്രയെങ്കിലുമൊക്കെ പഠിച്ചിരിക്കുക. അപ്പം നീതി ആയോഗ് പ്രധാനമായിട്ട് ഈ ഭരണ സംവിധാനം ഒബ്ജക്റ്റീവ്സ് നല്ലപോലെ നോക്കുക. ഒരു മാർക്ക് കിട്ടാൻ നല്ല സാധ്യതയാണ്. എന്തായാലും പഞ്ചവത്സര പദ്ധതിയിൽ നിന്നും പ്ലാനിംഗ് കമ്മീഷനിൽ നിന്നും നീതി ആയോഗിൽ നിന്നും 1-2 മാർക്കിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പ്രധാനമായിട്ടും നീതി ആയോഗ് ഭരണ സംവിധാനം ഒബ്ജക്റ്റീവ്സ് നോക്കി വയ്ക്കുക. പിന്നെ അതുപോലെ പ്ലാനിംഗ് കമ്മീഷന്റെ കുറേ കാര്യം ഞാൻ ഇതിനിടയിൽ പറഞ്ഞു. 5 ഇയർ പ്ലാന്റെ ഒബ്ജക്റ്റീവ്സും പേരും ടാർജറ്റും പറഞ്ഞു, അതിന്റെ കുറച്ച് പ്രത്യേകതകളും പറഞ്ഞു. ഇത്രയൊക്കെ പറയാൻ നമുക്ക് റിവിഷന് സമയമുള്ളൂ. ഓക്കെ, റീസെന്റ് ആയിട്ടുള്ള പരീക്ഷകൾ നോക്കിക്കഴിഞ്ഞാൽ 1 മാർക്കിന് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം അല്ലെങ്കിൽ നവസാമ്പത്തിക പരിഷ്കാരം. അപ്പോൾ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല, പെട്ടെന്ന് ഫാക്ടിലേക്ക് പോവുകയാണ്, സ്പീഡിന് പറഞ്ഞു പോവുകയാണ്, കൂടെ പിടിച്ചോളുക. എന്താണ് ഈ സാമ്പത്തിക പരിഷ്കാരം? നോക്കിയേ, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി നടപ്പിലാക്കുന്ന നയങ്ങളും നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ് സാമ്പത്തിക പരിഷ്കാരം. ഒരു സിമ്പിൾ ഡെഫിനിഷനാണ്. സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുന്നതിനും സാമ്പത്തികപരമായിട്ടുള്ള വളർച്ച കൈവരിക്കുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഇതിനൊക്കെ വേണ്ടി കുറെ നയങ്ങളും കുറെ റൂൾസും കുറെ റെഗുലേഷൻസും കുറെ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കും. ആ പരിഷ്കാരം അറിയപ്പെടുന്നതാണ് സാമ്പത്തിക പരിഷ്കാരം. ഇന്ത്യയിൽ ഈ സാമ്പത്തിക പരിഷ്കാരം ഔദ്യോഗികമായിട്ട് നടപ്പിലാക്കിയത് 1991-ലാണ്. കാര്യം 91-ന് മുൻപുള്ള അവസ്ഥ അങ്ങനെയായിരുന്നു. 1999-നുള്ള ഇന്ത്യയിലെ കുറെ നയങ്ങളും കാര്യങ്ങളും ഇന്ത്യയെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയും അവസാനം 1991-ൽ ഒരു വലിയ പരിഷ്കാരം ആവശ്യമായിട്ട് വരികയും ചെയ്യുന്നു. ആ പരിഷ്കാരം അറിയപ്പെടുന്ന പേരാണ് നവസാമ്പത്തിക പരിഷ്കാരം അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം. നോക്കിയേ, പുത്തൻ സാമ്പത്തിക നയം എന്നും അറിയപ്പെടുന്ന ഈ പരിഷ്കാരം ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും ഒരു യുഗം അവതരിപ്പിക്കുന്നതിന് കാരണമായി. അപ്പോൾ നമ്മൾ എന്താണെന്ന് പെട്ടെന്ന് പഠിച്ചു പോവുകയാണ്. എന്താണ് ഈ കാര്യം? ശ്രദ്ധിക്കുക. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ 1991-ന് മുൻപുള്ള അവസ്ഥയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത കുറച്ച് നയങ്ങളുണ്ടായിരുന്നു. ഒരെണ്ണം ഒരു നയം എന്ന് പറയുന്നതായിരുന്നു എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഗവൺമെന്റ് മാത്രമാണ്. ഗവൺമെന്റ് മേഖലയ്ക്ക് മാത്രമേ പ്രാധാന്യം ഉണ്ടായിരുന്നുള്ളൂ, സ്വകാര്യ മേഖലയ്ക്ക് ഒരു പ്രാധാന്യമില്ലായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. പ്രാധാന്യം മൊത്തം ഗവൺമെന്റ് മേഖലയ്ക്ക്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര ഉൽപ്പാദിപ്പിക്കണം, എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഗവൺമെന്റ് മാത്രമാണ്. സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യമില്ലായിരുന്നു. ഇന്ത്യയിൽ ഒരുപാട് നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉണ്ടായിരുന്നു. ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായാലും ശരി, അല്ലാതെ ആയാലും ശരി, ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്നു. എക്സാമ്പിൾ MRTP ആക്ട്, ഫെയർ ആക്ട് എന്നൊക്കെ പറയും. ഒന്നും പഠിച്ച് പോകേണ്ട, റിവിഷൻ നമുക്ക് അതൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ നിയമങ്ങൾ, ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല, വ്യവസായം ചെയ്യാൻ പറ്റത്തില്ല, നിക്ഷേപിക്കാൻ പറ്റത്തില്ല, വിദേശത്ത് നിന്ന് ആൾക്കാർക്ക് ഇങ്ങോട്ട് പൈസ ഇറക്കാൻ പറ്റത്തില്ല. ഈ രീതിയിലൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങളും നിയമങ്ങളും ഇന്ത്യയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക ബന്ധം കുറവായിരുന്നു. സാമ്പത്തിക ബന്ധം, ആത്മബന്ധം ഇല്ലായിരുന്നല്ല, സാമ്പത്തിക ബന്ധം കുറവായിരുന്നു. പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയനുമായിട്ട് മാത്രം കുറച്ച് സാമ്പത്തിക ബന്ധമൊക്കെ വരുന്നു. പിന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായിട്ട് പെട്രോളിന് വേണ്ടി കുറച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ആശ്രയിക്കുന്നതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക ബന്ധമൊന്നും വേറെ രാജ്യങ്ങളുമായിട്ട് ഇല്ലായിരുന്നു. ഇന്ത്യ ഒരു പ്യൂറായിട്ടും തുറന്ന സമ്പദ് വ്യവസ്ഥ അല്ലായിരുന്നു. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ഇറക്കുമതി ഒരുപാടില്ലായിരുന്നു. മറ്റു രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക ബന്ധം, കയറ്റുമതി ഇറക്കുമതി വളരെ കുറവായിരുന്നു. ഇതായിരുന്നു ഇന്ത്യ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്ത പോളിസി സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്. ഇതേ പോളിസി ഇന്ത്യ വർഷങ്ങളോളം ഫോളോ ചെയ്തു. പക്ഷേ ഈ നയങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ പിൽക്കാലത്ത് പിന്നീട് കുറെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുത്തു. 1980 കഴിഞ്ഞു പോയപ്പോഴേക്കും ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഈ നയങ്ങളിലൊക്കെ മാറ്റം വരുത്തേണ്ടതായിട്ട് വന്നു.
ഈ നയങ്ങൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ ഇന്ത്യയിൽ വലിയ വലിയ സാമ്പത്തിക പ്രശ്നം ഇനി തകരും എന്ന സ്ഥിതിയിലേക്ക് എത്തി. അത്രത്തോളം രൂക്ഷമായ സാമ്പത്തിക പ്രശ്നം ഇന്ത്യയിൽ ഉടലെടുത്തു. 1970 കഴിഞ്ഞ് അങ്ങോട്ട് പോയി 80 തുടങ്ങി. 80 അവസാനം 89, 90 ആയപ്പോഴേക്കും ഇന്ത്യയിൽ സാമ്പത്തിക പ്രശ്നം അതിരൂക്ഷമാകുകയാണ്. ഇന്ത്യക്ക് പെട്രോൾ വാങ്ങാൻ പൈസ ഇല്ല. അതാണ് നമ്മൾ അടവ് ശിഷ്ട പ്രതിസന്ധി എന്ന് പറയുന്നത്. പെട്രോൾ വാങ്ങാൻ ഇന്ത്യക്ക് പൈസ ഇല്ല, ഡോളറൊന്നും ഇല്ല പെട്രോൾ വാങ്ങാൻ. ഇന്ത്യയിൽ വിലക്കയറ്റം അതിരൂക്ഷമാണ്. സാധനം കിട്ടാനില്ല, ഭക്ഷ്യക്ഷാമമുണ്ട്, ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നമുണ്ട്. അങ്ങനെ ഇന്ത്യക്കകത്ത് അതിരൂക്ഷമായ സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉടലെടുത്തു. ജനങ്ങളെ ബാധിക്കുന്നുണ്ട്. ഇന്ത്യക്ക് വരുമാനമില്ല, ചെലവാണെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കടം അതിഭയങ്കരമായിട്ട് കയറി കൂടുന്നുണ്ട്. അപ്പോൾ ആകെ സാമ്പത്തിക പ്രശ്നം, ജനങ്ങൾ ഒരുപാട് രീതിയിൽ പ്രശ്നം ബാധിക്കുന്നുണ്ട്, ഗവൺമെന്റിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നമൊക്കെ മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സാമ്പത്തിക പ്രശ്നമൊക്കെ മറികടക്കണമെങ്കിൽ ഇന്ത്യയിൽ കുറെ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. എന്ത് പരിഷ്കാരം? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തൊരു 3 പോളിസിയെ കുറിച്ച്. എന്തൊക്കെയാണ് 3? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എല്ലാം നിയന്ത്രിക്കുന്ന ഗവൺമെന്റ് ആയിരിക്കും, പൊതുമേഖലയ്ക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ, അതുപോലെ മറ്റു രാജ്യങ്ങളായിട്ട് അധികം സാമ്പത്തിക ബന്ധം ഇല്ല, പിന്നെ അതുപോലെ ഇന്ത്യക്കകത്ത് ഒരുപാട് നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, ഇതിലൊക്കെ മാറ്റം വരുത്തി പുതിയ പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കണം, പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ 1991 ഇന്ത്യയിൽ കുറെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു. ആ പരിഷ്കാരം അറിയപ്പെടുന്ന പേരാണ് നവസാമ്പത്തിക പരിഷ്കാരം, അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം, അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം എന്നൊക്കെ. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ ഔപചാരികമായി ആരംഭിച്ചത് 1991 ജൂലൈയിലാണ്. നോക്കിയേ, ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം എന്തെന്നാണ് പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരുപാട് നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉണ്ടായിരുന്നു. എല്ലാത്തിനും ലൈസൻസ് വേണം, എന്ത് ചെയ്യണമെങ്കിലും ലൈസൻസ് വേണം. ലൈസൻസ്, ചെറിയൊരു കാര്യത്തിന് പോലും ലൈസൻസ് വേണം, എല്ലാത്തിനും ലൈസൻസ് വേണം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒരുപാടുണ്ടായിരുന്നു. പിന്നീട് സാമ്പത്തിക പ്രശ്നം അതിരൂക്ഷമായപ്പോൾ അതിൽ വിട്ടുവീഴ്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറായി. എന്താണ്? അങ്ങനെയാണ് അവർ ഉദാരവൽക്കരണ നടപടികൾ ആരംഭിക്കുന്നത്. ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയോ മയപ്പെടുത്തുകയോ ചെയ്യുന്നതാണ് ലിബറലൈസേഷൻ. സർക്കാരിന്റെ നിയന്ത്രണവും, സർക്കാരിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണവും, സർക്കാരിന്റെ ആധിപത്യമൊക്കെ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു, നിയന്ത്രണം കുറയ്ക്കുന്നു. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളും നിയമങ്ങളും പിൻവലിക്കുകയോ മയപ്പെടുത്തുകയോ ചെയ്യുന്നു. ലൈസൻസിങ് ഒഴിവാക്കുന്നു. എല്ലാത്തിനും ലൈസൻസിന്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത ലൈസൻസിങ്. പക്ഷെ ലൈസൻസിങ് അങ്ങനെ ഒഴിവാക്കിയെങ്കിലും ഈ ആയുധ നിർമ്മാണം, ഡ്രഗ്സ്, കെമിക്കൽസ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് ലൈസൻസിങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയില്ല, ഒന്ന് ലഘൂകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്, മയപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ ശ്രദ്ധിക്കുക, 1991 സാമ്പത്തിക പരിഷ്കാരത്തിന് ശേഷം ഇന്ത്യയിൽ ലിബറലൈസേഷൻ വരികയാണ്. ലിബറലൈസേഷൻ എന്താണ്? ഉദാരവൽക്കരണം വരികയാണ്. എന്താണ് ഉദാരവൽക്കരണം? സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യക്ക് ഒരുപാട് നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ 91 പരിഷ്കാരത്തിന് ശേഷം എന്ത് ചെയ്തു? ആ നിയമങ്ങളും നിയന്ത്രണങ്ങളും എടുത്ത് കളഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങൾക്ക് അപ്പോഴും നിയന്ത്രണവും നിയമവും ഉണ്ടായിരുന്നു, ലൈസൻസിങ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഈ ഡ്രഗ്സ്, കെമിക്കൽസ്, ആയുധ നിർമ്മാണം, സിഗരറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊഴികെ ബാക്കി എല്ലാത്തിനും ലൈസൻസിങ് ഒഴിവാക്കി, നിയന്ത്രണങ്ങളും നിയമങ്ങളും എടുത്ത് കളഞ്ഞു. കുറച്ച് കാര്യങ്ങൾക്ക് ചെറിയ രീതിയിൽ ലൈസൻസിങ് ഒക്കെ ഉണ്ടായിരുന്നു, നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പിടികിട്ടുവേ? ഇതാണ് ലിബറലൈസേഷൻ. അപ്പോൾ നിയന്ത്രണങ്ങളും നിയമങ്ങളും എടുത്ത് കളയുന്ന പരിപാടിയാണ് ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം. അതുപോലെ തന്നെ 91 പരിഷ്കാരങ്ങളുടെ ഫലമായി പ്രൈവറ്റൈസേഷൻ വന്നു, സ്വകാര്യവൽക്കരണം. എന്താണ് സ്വകാര്യവൽക്കരണം? നോക്കിയേ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിനാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിച്ചതേ ഉള്ളൂ, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയിൽ ഗവൺമെന്റ് പ്രാധാന്യം കൊടുത്ത മേഖല ഏതായിരുന്നു? പൊതുമേഖല, ഗവൺമെന്റ് മേഖല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗവൺമെന്റ് ആകെ പ്രാധാന്യം കൊടുത്തിരുന്നത് ഗവൺമെന്റ് മേഖലയ്ക്ക് മാത്രമാണ്, ഗവൺമെന്റ് മേഖലയ്ക്ക് മാത്രം. സ്വകാര്യ മേഖലയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. എന്നാൽ പിന്നീട് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുകയും നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതിനു ശേഷം പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കി ഇന്ത്യയിൽ. അതായത് ഗവൺമെന്റ് മേഖലയുടെ പ്രാധാന്യം കുറച്ചിട്ട് സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ഗവൺമെന്റ് മേഖലയുടെ കൈവശം ഉണ്ടായിരുന്ന സാധനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറി, സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു. അതാണെന്തോന്ന്? പ്രൈവറ്റൈസേഷൻ. പിടികിട്ടുവേ? നോക്കി, സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുകയോ വിറ്റഴിക്കുകയോ ചെയ്യുന്നതാണ് സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ. അത് 2 രീതിയിൽ നടത്താറുണ്ട്. ഒന്ന്, പൂർണ്ണമായിട്ട് ഉടമസ്ഥാവകാശം പൂർണ്ണമായിട്ടും സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കും. പിന്നെ അല്ലെങ്കിൽ ആ ഓഹരി പങ്കാളിത്തം, ഗവൺമെന്റിന്റെ കൈവശം ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളുടെ ഷെയർ വിൽക്കും. ഇത്ര ശതമാനം നീ എടുത്തോ, ഇത്ര ശതമാനം നീ എടുത്തോ എന്നും പറഞ്ഞ് അവരുടെ സ്ഥാപനത്തിന്റെ ഷെയർ കൊടുക്കും, ഓഹരി കൊടുക്കും. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവർക്ക് കൊടുക്കും, ഈ സ്ഥാപനം മൊത്തത്തിൽ നീ എടുത്തോ, അതല്ലെങ്കിൽ ഇതിന്റെ കുറച്ച് ഭാഗം നീ എടുത്തോ. അങ്ങനെ 2 രീതിയിലും ചെയ്യാറുണ്ട് പ്രൈവറ്റൈസേഷൻ. അപ്പോൾ 91 പരിഷ്കാരങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ എന്ത് ചെയ്തു? പ്രൈവറ്റൈസേഷനും നടപ്പിലാക്കി.
അതുപോലെ 91 പരിഷ്കാരങ്ങൾക്ക് ശേഷം പിന്നെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ മറ്റൊരു നടപടിയാണ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. PSC ഒരുപാട് തവണയായി ചോദ്യം ചോദിക്കുന്ന മേഖലയാണ് ആഗോളവൽക്കരണം. ഞാൻ നേരത്തെ പറഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത പോളിസി ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളായിട്ട് സാമ്പത്തിക ബന്ധം കുറവായിരുന്നു, കയറ്റുമതി ഇറക്കുമതിയും കുറവായിരുന്നു. എന്നാൽ പിന്നീട് ഇന്ത്യയിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നു, ഇന്ത്യയിൽ 91 സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കുന്നു, അതിന്റെ ഫലമായിട്ട് ആഗോളവൽക്കരണം വരുന്നു. ആഗോളവൽക്കരണം എന്താണ്? ലോകം മുഴുവൻ ഒറ്റ കമ്പോളമായി മാറുന്ന സംവിധാനം. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച സാധനം ലോകത്തെല്ലായിടത്തും കൊണ്ടുപോയി വിൽക്കാൻ പറ്റണം. അവിടെ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ ഇന്ത്യയെ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റണം. ഇവിടെയുള്ള ആൾക്കാർക്ക് അവിടെ പോയി ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റണം, അവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെ ഒന്ന് ജോലി ചെയ്യാൻ പറ്റണം, ഇവിടെ നിന്ന് അവിടെ പോയി ബിസിനസ് ചെയ്യാൻ പറ്റണം, അവിടെയുള്ള ആൾക്കാർക്ക് പൈസ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റണം. ഇതൊക്കെയാണ് ആഗോളവൽക്കരണം. ലോകം മുഴുവൻ ഒറ്റ കമ്പോളമായിട്ട് മാറിയ പിടികിട്ടുവേ. ആഗോളവൽക്കരണം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നു. ഇന്ത്യയെ മറ്റ് ലോക രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിച്ചാൽ അവിടെ വിൽക്കാൻ പറ്റും. പിടികിട്ടുമല്ലോ. ഒരു രാജ്യത്തിന്റെ വിപണി മറ്റൊരു രാജ്യത്തിനായി തുറന്നിരിക്കുന്നു. ഇന്ത്യ തുറന്നു കൊടുത്തിരിക്കുകയാണ്. വരൂ, ഇവിടെ കൊണ്ടുവന്ന് വിൽക്കൂ, ഇവിടെ കൊണ്ടുവന്ന് ഉൽപ്പാദിപ്പിക്കൂ, ഇവിടെ വിൽക്കൂ. പിടികിട്ടുമല്ലോ. ആഗോളവൽക്കരണം എന്നത് സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടുമുള്ള ലോകരാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണമാണ്. എല്ലാ മേഖലയിലുള്ള പരസ്പര സഹകരണം. ഒരേ കണ്ടന്റ് പല രൂപത്തിൽ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ആഗോളവൽക്കരണം. അപ്പൊ ആഗോളവൽക്കരണം വന്നതോടുകൂടി ഇന്ത്യ തുറന്ന സമ്പദ് വ്യവസ്ഥയായി. ഇന്ത്യ തുറന്നു കൊടുത്തു. ആര് വേണോ വരൂ, ഇവിടെ ഉൽപ്പാദിപ്പിക്കൂ, വിൽക്കൂ, പോകൂ, നമ്മളും അങ്ങോട്ട് കൊണ്ടുവരും. തുറന്ന സമ്പദ് വ്യവസ്ഥയായി. അതാണ് ആഗോളവൽക്കരണം. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അങ്ങനെ ആയിരുന്നോ? അല്ല. ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളായിട്ട് സാമ്പത്തിക ബന്ധമൊന്നും ഇല്ലായിരുന്നു. വളരെ കുറച്ച് സാമ്പത്തിക ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ സാമ്പത്തിക പ്രശ്നം വരികയും 91 പരിഷ്കാരത്തിന് ശേഷം ആഗോളവൽക്കരണം നടപ്പിലാക്കുന്നതോടുകൂടി ഇന്ത്യ തുറന്നു കൊടുത്തു. പിടികിട്ടുവേ. ഇനി ആഗോളവൽക്കരണം കൊണ്ടുള്ള മാറ്റങ്ങൾ പെട്ടെന്ന് നോക്കാം. രാജ്യം കടന്നുള്ള തൊഴിലാളികളുടെ ഒഴുക്ക് പറയേണ്ട കാര്യമില്ല. ആഗോളവൽക്കരണം വന്നു, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. രാജ്യാതിർത്തി കഴിഞ്ഞിട്ടുള്ള സാധന സേവനങ്ങളുടെ കൈമാറ്റം, അതും പറയേണ്ട കാര്യമില്ല. നമുക്ക് എന്തുകൊണ്ട് അവിടെ കൊണ്ടുപോയി വിൽക്കാം, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിൽക്കാം. രാജ്യാതിർത്തി കഴിഞ്ഞുള്ള അറിവിന്റെ ഒഴുക്ക്, നോളജ് എക്കോണമി, നോളജും അങ്ങോട്ട് പോകാൻ തുടങ്ങി. ഇവിടെ നിന്ന് നമ്മുടെ അറിവ് അവിടെ പോയി ഷെയർ ചെയ്യാം, അവിടെയുള്ള ആൾക്കാരുടെ അറിവ് ഇവിടെ കൊണ്ടുവന്ന് ഷെയർ ചെയ്യാം. വിപണിയുടെ വളർച്ച, മാർക്കറ്റ് വളർന്നു. പല രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ വരാൻ തുടങ്ങിയതോടുകൂടി മാർക്കറ്റ് വളർന്നു. രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്രവൽക്കരിക്കുന്നു. ഇപ്പൊ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച സാധനം മറ്റ് രാജ്യങ്ങളിൽ പോയി വിൽക്കുമ്പോൾ നല്ല സാധനമാണെങ്കിൽ നമ്മുടെ പേര് വളരും. മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സാധനം ഉൽപ്പാദിപ്പിച്ചു, ആ സാധനം മറ്റു രാജ്യങ്ങളിൽ പോയപ്പോൾ നല്ല ഡിമാൻഡ്. അപ്പോൾ ഇതെവിടെ ഉൽപ്പാദിപ്പിച്ചത്? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചത്. അപ്പോൾ ഡിമാൻഡ് കൂടുന്നു, പുറം വാങ്ങൽ ഉണ്ടാകുന്നു. അതുപോലെ വിദേശ മൂലധന നിക്ഷേപം. പുറം വാങ്ങൽ എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. വിദേശ മൂലധന നിക്ഷേപം എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള ആൾക്കാർ പൈസ മുടക്കി ഇന്ത്യയിൽ വന്ന് ബിസിനസ് ഒക്കെ ചെയ്യുന്നു, അവരിവിടെ ഡെവലപ്പ് ആവുന്നു. അപ്പോൾ ഇന്ത്യക്ക് നല്ലതാണ്, ഇന്ത്യക്ക് വരുമാനമൊക്കെ സൃഷ്ടിക്കുന്നു. അതാണ് വിദേശ മൂലധന നിക്ഷേപം. വിദേശത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്ന് പൈസ നിക്ഷേപിക്കുകയും ബിസിനസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഔട്ട്സോഴ്സിങ്, പുറം വാങ്ങൽ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഗ്ലോബലൈസേഷൻ കൊണ്ടുണ്ടായ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് പുറം വാങ്ങൽ, ഔട്ട്സോഴ്സിങ്. ഒരു എക്സാമ്പിൾ ആണ് അമേരിക്കയിലുള്ളൊരു കമ്പനി അവരുടെ എല്ലാ ജോലിക്കായിട്ടും അവിടെയുള്ള ഏജൻസിയെ സമീപിച്ചു. ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങുമ്പോൾ ഒരുപാട് കാര്യമുണ്ട്. റിസപ്ഷനിസ്റ്റ് വേണം, ക്ലീനിങ് സ്റ്റാഫ് വേണം, സെക്യൂരിറ്റി മെയിൻ്റനൻസ് വേണം, അങ്ങനെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങൾക്കും അവിടെയുള്ള അമേരിക്കയിലുള്ള ഏജൻസിയെ സമീപിച്ചു. എന്നാൽ സെക്യൂരിറ്റി മെയിൻ്റനൻസിന് വേണ്ടി അവിടെയുള്ള ഏജൻസിയെ സമീപിക്കാതെ, അവരെ പരിഗണിക്കാതെ, അവിടെയുള്ളവരെ എടുക്കാതെ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിലുള്ള ഒരു ഏജൻസിയെ സമീപിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവരെയും കൊണ്ടങ്ങ് പോകുന്നു. അതാണ് ഔട്ട്സോഴ്സിങ്. ഗ്ലോബലൈസേഷൻ വന്നതുകൊണ്ടാണ് അവർക്ക് ഇന്ത്യയിൽ വന്ന് ഇവിടെ ഒരു ഏജൻസിയെ സമീപിച്ച് ഇവിടുന്ന് അവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. ഇല്ലെങ്കിൽ പറ്റത്തില്ലായിരുന്നു. പിടികിട്ടു? അതാണ് സാധനം. ഇത്രയേ ഉള്ളൂ. നോക്കിയേ, ആഗോളവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഔട്ട്സോഴ്സിങ്. ഒരു കമ്പനിയോ സ്ഥാപനമോ മുൻപ് ആഭ്യന്തരമായോ അല്ലെങ്കിൽ രാജ്യത്തിനുള്ളിൽ ലഭിച്ചിരുന്ന സേവനങ്ങൾക്ക് പകരം, പണ്ട് അവരെ രാജ്യത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു ഈ സെക്യൂരിറ്റി മെയിൻ്റനൻസ് പരിപാടി. അതിന് പകരം അവർ ബാഹ്യ സ്രോതസ്സിൽ, അതായത് ഇന്ത്യയിൽ വന്നിട്ട് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സേവനങ്ങളെ ആശ്രയിക്കുന്നു. പണ്ട് അവർ സെക്യൂരിറ്റി മെയിൻ്റനൻസിന്, പണ്ട് ഏത് കമ്പനി തുടങ്ങിയാലും അവിടെ സെക്യൂരിറ്റി മെയിൻ്റനൻസിന് ആ ഏജൻസി ആയിരുന്നു, അല്ലെങ്കിൽ വേറെ വല്ല ഏജൻസി ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അവരെന്ത് ചെയ്തു? അവരെ സമീപിക്കാതെ ഇന്ത്യയിലേക്ക് വരുന്നു. ബാഹ്യ സ്രോതസ് വേറെ രാജ്യങ്ങളിലേക്ക് വരുന്നു, ഇവിടെ സമീപിക്കുന്നു, ഇന്ത്യയിൽ സമീപിക്കുന്നു, ഇവിടുന്ന് കൊണ്ടങ്ങ് പോകുന്നു. പിടികിട്ടുവേ? അതാണ് എക്സാമ്പിൾ. നോക്കിയേ, വിദേശത്തുള്ളൊരു കമ്പനി അവരുടെ സെക്യൂരിറ്റി മെയിൻ്റനൻസിന് വേണ്ടി അവരുടെ രാജ്യത്തുള്ളവരെ ആശ്രയിക്കാതെ ഇന്ത്യയിലെ ഒരു സെക്യൂരിറ്റി ഏജൻസി ഏൽപ്പിക്കുന്നു. ഔട്ട്സോഴ്സിങ്, പുറം വാങ്ങൽ. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. ഇനി ഇന്ത്യ ഗ്ലോബൽ ഔട്ട്സോഴ്സിങ്ങിന്റെ പ്രധാന ലക്ഷ്യസ്ഥാനം എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയിലേക്ക് ഒരുപാട് ആൾക്കാർ വന്ന് ഇന്ത്യക്കാർ ഇവിടുന്ന് കൊണ്ടുപോകുന്നു ജോലിക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. അതിന്റെ കാരണമൊക്കെ ബുക്കിനകത്ത് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. നോക്കി, ഇന്ത്യയെ ഗ്ലോബൽ ഔട്ട്സോഴ്സിന്റെ പ്രധാന ലക്ഷ്യസ്ഥാനമാക്കിയ കാരണങ്ങൾ. ഇന്ത്യയിലേക്ക് ഒരുപാട് ആൾക്കാർ, വേറെ രാജ്യക്കാർ വരുന്നു, ഇവിടെയുള്ള ഒരുപാട് ഏജൻസിയെ സമീപിക്കുന്നു, അവർ ഇന്ത്യക്കാരെ കൊണ്ട് അങ്ങോട്ട് പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ കാരണം ഒന്ന്, കുറഞ്ഞ വേതനം, ഇന്ത്യക്കാർക്ക് കുറച്ച് ശമ്പളം കൊടുത്താൽ മതി. വിദഗ്ധ തൊഴിലാളികളെ ലഭ്യത, ഇന്ത്യക്കാർക്ക് നല്ല കഴിവുള്ള ആൾക്കാരാണ്. അതുപോലെ വിവിധ ഭാഷാ പരിജ്ഞാനം, ഒരുപാട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ കഴിയും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ്. പ്രോപ്പർ ടൈം മാനേജ്മെന്റ്, ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യയിലേക്ക് മറ്റ് വേറെ രാജ്യത്തുള്ള കമ്പനികൾ വരികയും അവരുടെ
ഓരോ ജോലിക്കായിട്ട് ഇന്ത്യയിലുള്ള ആൾക്കാരെ സമീപിക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത്. പിടികിട്ടുവേ. നിലവിൽ ആഗോളവൽക്കരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇത് PQ ക്വസ്റ്റൻ ആണ്. ആഗോളവൽക്കരണം ഇന്ന് ലോകത്ത് ഇത്രയും ശക്തമായി നിൽക്കാൻ കാരണക്കാരനായ സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഒന്ന് പഠിച്ചു വെച്ചോളുക. ഓക്കെ, അപ്പോൾ 3 കാര്യം പഠിച്ചു. ലിബറലൈസേഷൻ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം. എന്താണ് റിവിഷൻ ആയതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോണത്. അപ്പോൾ എന്താണ് സാധനം എന്ന് പഠിച്ചു. ഒന്നുകൂടെ പെട്ടെന്ന് പറയുകയാണ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗവൺമെന്റ് പ്രാധാന്യം കൊടുത്തിരുന്നത് എല്ലാം ഗവൺമെന്റ് മേഖല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പൊതുമേഖല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുകയും സാമ്പത്തിക പരിഷ്കരണം ആവശ്യമായിട്ട് വന്നു. അതിനുശേഷം ഗവൺമെന്റ് മേഖലയുടെ പ്രാധാന്യം കുറഞ്ഞു, സ്വകാര്യ മേഖല വന്നു, സ്വകാര്യ മേഖല വളർന്നു. 1991 ശേഷം അതാണ് പ്രൈവറ്റൈസേഷൻ. ഗവൺമെന്റിന്റെ പ്രാധാന്യം കുറച്ചുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ഇനി സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ ഒരുപാട് നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉണ്ടായിരുന്നു. ലൈസൻസിങ് വേണമായിരുന്നു മിക്കുള്ള കാര്യങ്ങൾക്കും. എന്നാൽ സാമ്പത്തിക പ്രശ്നം ഉടലെടുക്കുകയും 91 പരിഷ്കാരങ്ങൾക്ക് ശേഷം ഈ നിയന്ത്രണങ്ങളും നിയമങ്ങളും എടുത്ത് കളയുന്നു. മിക്കുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണങ്ങളും നിയമങ്ങളും കളയുന്നു, ലൈസൻസിങ് ഒഴിവാക്കുന്നു. വളരെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം ലൈസൻസിങ് വെച്ചുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ലൈസൻസിങ് എടുത്ത് കളയുന്നു, നിയമങ്ങൾ എടുത്ത് കളയുന്നു. അതാണ് ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ. ഇനി സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളായിട്ട് സാമ്പത്തിക ബന്ധം ഉണ്ടായിരുന്നോ? വളരെ കുറവായിരുന്നു സാമ്പത്തിക ബന്ധം. അവസാനം സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നു, സാമ്പത്തിക പരിഷ്കരണത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഇന്ത്യ എന്ത് ചെയ്യുന്നു? മറ്റ് രാജ്യങ്ങളായിട്ട് സാമ്പത്തിക ബന്ധം സ്ഥാപിക്കുന്നു, അതായത് ആഗോളവൽക്കരണം നടപ്പിലാക്കുന്നു. അതാണ് ഗ്ലോബലൈസേഷൻ. മറ്റ് രാജ്യങ്ങളായിട്ട് സാമ്പത്തിക ബന്ധം വരുന്നു, കയറ്റുമതി വരുന്നു, ഇറക്കുമതി വരുന്നു. ആഗോളവൽക്കരണം. ഇന്ത്യ തുറന്നു കൊടുക്കുന്നു. അതാണ് ആഗോളവൽക്കരണം. ആഗോളവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അവരുള്ളത് കൊണ്ടാണ് ഇന്ന് ആഗോളവൽക്കരണം നല്ലതുപോലെ പോകുന്നത്. അതുപോലെ തന്നെ ആഗോളവൽക്കരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഔട്ട്സോഴ്സിംഗ്, പുറം വാങ്ങൽ. പിന്നെ വിദേശ മൂലധന നിക്ഷേപം കൂടിയുണ്ട്, ഓർത്തോളുക. ഇനി ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നമ്മളിപ്പോൾ പറഞ്ഞ 3 കാര്യം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇത് 3നെയും ചേർത്ത് വിളിക്കുന്നതാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതെങ്ങനെയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഗവൺമെന്റ് പറയുകയാണ്, ഇന്ന് മുതൽ നിയമങ്ങളും നിയന്ത്രണങ്ങളും എല്ലായിടത്ത് കളഞ്ഞു, ലിബറലൈസേഷൻ വന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രഖ്യാപിച്ച് നാളെ തന്നെ എല്ലാ നിയമങ്ങളും നിയന്ത്രണങ്ങളും ലൈസൻസിങ് എല്ലാം മാറി നാളെ തന്നെ ലിബറലൈസേഷൻ നടപ്പിലാവൂ? ഒരിക്കലുമില്ല. പതുക്കെ ചെയ്യാൻ പറ്റൂ. ഇനി ഗവൺമെന്റ് പറയുകയാണ് ഗവൺമെന്റ് മേഖലയുടെ പ്രാധാന്യം കുറച്ചു, സ്വകാര്യ മേഖല വരട്ടെ. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ പിറ്റേന്ന് സ്വകാര്യ മേഖല മൊത്തം ഇങ്ങ് വരൂ? അല്ല, ഇതൊക്കെ പതുക്കെ ചെയ്യാൻ പറ്റൂ. പതുക്കെ ഗവൺമെന്റിന്റെ അവകാശം സ്വകാര്യ മേഖലയിൽ കൈമാറാൻ പറ്റൂ. പതുക്കെ നിയമങ്ങളും എടുത്ത് കളയാൻ പറ്റൂ. ഇന്ത്യ ഓപ്പൺ എക്കോണമി ആയെന്ന് പറയുമ്പോൾ ഇന്ന് പ്രഖ്യാപിച്ചാൽ നാളെ ഫുൾ തുറന്നു കൊടുക്കുകയാണ്, നാളെ എല്ലാവരും വരൂ, അങ്ങനെയാണോ? അല്ല, അതൊക്കെ പതുക്കെ നടപ്പിലാക്കാൻ പറ്റൂ. ഇന്ത്യയിൽ ഈ 1991 ഒരുപാട് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. ഇന്ത്യയിൽ 1991 ഒരുപാട് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാനാണ് ഈ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ ഒരു വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത്? കാര്യം 91 വലിയ സാമ്പത്തിക പ്രശ്നമാണ്, ജനങ്ങളെ ബാധിക്കുകയാണ്. അപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ വേണം നമ്മൾ പെട്ടെന്ന് പരിഹരിക്കാൻ. ജനങ്ങളെ ബാധിക്കാത്ത കാര്യങ്ങൾ നമുക്ക് പതുക്കെ ചെയ്താലും മതി. അപ്പോൾ അവർ തീരുമാനിക്കുന്നു 2 രീതിയിൽ നമുക്ക് നടപ്പിലാക്കാം. ഒന്ന്, ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുക. അല്ലാതെ പരിഹരിക്കുക പതുക്കെ. അപ്പോൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഇന്ന് പ്രഖ്യാപിച്ചാൽ നാളെ നടപ്പിലാക്കാൻ പറ്റില്ല, നമുക്കറിയാം. അത് പതുക്കെ പറ്റൂ. അത് പതുക്കെ ചെയ്യാം. പക്ഷെ വിലക്കയറ്റം നിയന്ത്രിക്കണം. അത് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ്, ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ അവർ 2 ആക്കുന്നു. എങ്ങനെ ഈ പരിഷ്കാരം നടപ്പിലാക്കാം? 2 രീതിയിൽ. ഒന്ന്, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, മലയാളത്തിൽ സുസ്ഥീകരണ നടപടി, സ്ഥിരീകരണ നടപടി എന്നും പറയാറുണ്ട്. സുസ്ഥീകരണം അല്ലെങ്കിൽ സ്ഥിരീകരണം, ഇത് എടുത്ത് പഠിച്ചോളുക. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, VFA, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. സുസ്ഥീകരണം അല്ലെങ്കിൽ സ്ഥിരീകരണ നടപടി, അതാണ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് എന്ത്? വിലക്കയറ്റം നിയന്ത്രിക്കണം, ആൾക്കാരെ ബാധിക്കുന്ന പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കണം, പെട്രോളിന്റെ പ്രശ്നം പരിഹരിക്കണം. അന്ന് പെട്രോൾ വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു. ഇതൊക്കെ പെട്ടെന്ന് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. നോക്ക്, പണനയം, ധനനയം മാറ്റം വരുത്തുക. അതായത് ഗവൺമെന്റിന്റെ നയം മാറ്റം വരുത്തുക, RBIയുടെ നയം മാറ്റം വരുത്തുക. പണനയം എന്ന് പറഞ്ഞാൽ RBIയുടെ നയം, ധനനയം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ നയം. പണനയം RBI, ധനനയം ഗവൺമെന്റ്. ഈ നയത്തിൽ മാറ്റം വരുത്തുക, കാരണം ഇത് പെട്ടെന്ന് ചെയ്തേ പറ്റൂ. അതുപോലെ പണപ്പെരുപ്പം കുറയ്ക്കുക, സാധനങ്ങളുടെ വിലക്കയറ്റം കുറയ്ക്കുക. അടവശിഷ്ടം പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ പെട്രോളിന്റെ പ്രശ്നം പരിഹരിക്കുക. പിന്നെ രാജ്യം മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുക. നോക്കിയേ, മാക്രോ ഇക്കണോമിക് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ രാജ്യം മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥ എത്രയും പെട്ടെന്ന് മെച്ചപ്പെടുത്തുക. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലെ, ഗവൺമെന്റ് നയങ്ങൾ പെട്ടെന്ന് മാറ്റുക, RBI റൂൾസ് പെട്ടെന്ന് കൊണ്ടുവരിക. പിന്നെ അതേ കണക്ക് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം വിലക്കയറ്റം നിയന്ത്രിക്കുക. പിന്നെ അതുപോലെ പെട്രോളിന്റെ ഇഷ്യൂസ് പെട്ടെന്ന് പരിഹരിക്കുക. രാജ്യം മൊത്തത്തിലുള്ള സാമ്പത്തിക അന്തരീക്ഷം എത്രയും പെട്ടെന്ന് മെച്ചപ്പെടുത്തുക. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം. അതാണ് ഹ്രസ്വകാലം, ഷോർട്ട് ടേം ആണ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. അതിനെ വിളിച്ച പേരാണ് സുസ്ഥീകരണം അല്ലെങ്കിൽ സ്ഥിരീകരണം.
ഇനി പതുക്കെ പതുക്കെ മാത്രമേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഇന്ന് പ്രഖ്യാപിച്ചാൽ നാളെ നടപ്പിലാവില്ല. അത് കുറച്ച് വർഷങ്ങളൊക്കെ എടുത്തേ ചെയ്യാൻ പറ്റൂ. പതുക്കെ പതുക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെ വിളിച്ച പേരാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. മലയാളത്തിൽ ഘടനാപരമായ ക്രമീകരണ നടപടി. ഘടനാപരമായ ക്രമീകരണ നടപടി. അത് ദീർഘകാലമായിരുന്നു, ലോങ് ടേം ആയിരുന്നു. ലോങ് ടേം ഘടനാപരമായ ക്രമീകരണ നടപടി. പതുക്കെ പതുക്കെ പറ്റത്തുള്ളൂ. നോക്കിയേ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അതുപോലെ നോക്കിയാണ് കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. ഈ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ നാളെ വർദ്ധിക്കൂ? ഒരിക്കലും ഇല്ല. അതൊക്കെ പതുക്കെ പതുക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. രാജ്യത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും, ഇന്ന് പ്രഖ്യാപിക്കും, നാളെ വർദ്ധിക്കൂ? ഒരിക്കലുമില്ല, പതുക്കെ വർദ്ധിക്കൂ. മത്സരക്ഷമത വർദ്ധിപ്പിക്കുക, ഇന്ന് പറഞ്ഞാൽ നാളെ വർദ്ധിക്കൂ? ഒരിക്കലുമില്ല. അതൊക്കെ പതുക്കെ പതുക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനെ വിളിച്ച പേരാണ് ഘടനാപരമായ ക്രമീകരണ നടപടി. അപ്പോൾ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ രണ്ട് രീതിയിലാണ് പ്രഖ്യാപിക്കുന്നത്. ഈ പരിഷ്കാരം പ്രഖ്യാപിക്കുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന്, പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ, വിലക്കയറ്റം നിയന്ത്രിക്കുക, പണപ്പെരുപ്പം നിയന്ത്രിക്കുക, അതുപോലെ പണനയം, RBI നയം, ധനനയം, ഗവൺമെന്റ് നയം, ഇതൊക്കെ പെട്ടെന്ന് മാറ്റുക, പെട്രോൾ പ്രശ്നം പരിഹരിക്കുക, അടവശിഷ്ടം പരിഹരിക്കുക, പിന്നെ അതുപോലെ രാജ്യം മൊത്തത്തിലുള്ള അന്തരീക്ഷം എത്രയും പെട്ടെന്ന് മെച്ചപ്പെടുത്തുക. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം. വിളിച്ച പേര് സുസ്ഥീകരണം. സുസ്ഥീകരണം അല്ലെങ്കിൽ സ്ഥിരീകരണം, ഇംഗ്ലീഷിൽ സ്റ്റെബിലൈസേഷൻ. ഇനി പതുക്കെ പതുക്കെ ചെയ്യേണ്ട കാര്യം ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. പതുക്കെ 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 മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇനി മത്സരക്ഷമത വർദ്ധിപ്പിക്കുക, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, പതുക്കെ പതുക്കെ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതിനെ വിളിച്ച പേരാണ് ഘടനാപരമായ ക്രമീകരണ നടപടി. ഘടനാപരമായ ക്രമീകരണ നടപടി. ലോങ് ടേം, ലോങ് ടേം, ലോങ് ടേം, ദീർഘകാലം ഘടനാപരമായ ക്രമീകരണ നടപടി. പിടികിട്ടുവേ ഇങ്ങനെയാണ് നടപ്പിലാക്കിയത്. ഇത് PQ ക്വസ്റ്റൻ ആണ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ക്വസ്റ്റൻ ആണ്. അടുത്തൊരു വേർഡ്, നവ ഉദാരവൽക്കരണം. കമ്പനി ബോർഡ് LGS 2023 ക്വസ്റ്റൻ ആണ്. എന്താണ് നവ ഉദാരവൽക്കരണം? നവ ഉദാരവൽക്കരണം അറിയണമെന്നുണ്ടെങ്കിൽ ഉദാരവൽക്കരണം ഒന്ന് ഓർക്കുക. എന്തായിരുന്നു ലിബറലൈസേഷൻ? ഉദാരവൽക്കരണം. ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്. ഈ നിയമങ്ങളും നിയന്ത്രണങ്ങളും എടുത്തു കളയുന്ന പരിപാടിയായിരുന്നു ഉദാരവൽക്കരണം എന്ന് പഠിച്ചു. ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു, ലൈസൻസിങ് ഉണ്ടായിരുന്നു. അവസാനം സാമ്പത്തിക പ്രശ്നമൊക്കെ വന്നപ്പോൾ നവസാമ്പത്തിക പരിഷ്കാരം പ്രഖ്യാപിക്കുകയും ഈ നിയമങ്ങളും നിയന്ത്രണങ്ങളും എടുത്തു കളയുന്നു അല്ലെങ്കിൽ മയപ്പെടുത്തുന്നു നമ്മൾ പഠിച്ചായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾക്ക് അപ്പോഴും ലൈസൻസിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഏത്? ആയുധ നിർമ്മാണം, സിഗരറ്റ്, മദ്യം, കെമിക്കൽ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് അപ്പോഴും ലൈസൻസിങ് പൂർണ്ണമായിട്ടും കളഞ്ഞിട്ടില്ല, കുറച്ച് മയപ്പെടുത്തുകയേ ചെയ്തോളൂ. രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ചെറിയ രീതിയിലൊന്ന് മയപ്പെടുത്തിയെന്നേ ഉള്ളൂ, എടുത്തു കളഞ്ഞൊന്നും പറയാൻ പറ്റത്തില്ല. സിഗരറ്റിനും മദ്യത്തിനും ഒക്കെ അപ്പോഴും ലൈസൻസിങ് ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ. എന്നാൽ നവ ഉദാരവൽക്കരണം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും നിയന്ത്രണമില്ല. സിഗരറ്റോ മദ്യമോ രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും നിയന്ത്രണമില്ല. കംപ്ലീറ്റ് ആയിട്ട് സർക്കാർ നിയന്ത്രണങ്ങളെ എടുത്തു കളയുന്ന പരിപാടിയാണ് നവ ഉദാരവൽക്കരണം. നോക്കിയേ, സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളാണ് നവ ഉദാരവൽക്കരണം. ഉദാരവൽക്കരണത്തിൽ നമ്മൾ പറഞ്ഞു ഒട്ടുമിക്ക കാര്യങ്ങൾക്കും നിയന്ത്രണങ്ങൾ എടുത്ത് കളയും. എങ്കിലും ഡ്രഗ്സ്, കെമിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെറിയ തോതിൽ ലൈസൻസിങ് ഉണ്ട് അല്ലെങ്കിൽ നിയന്ത്രണങ്ങളുണ്ട്. എന്നാൽ നവ ഉദാരവൽക്കരണത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ഒന്നുമില്ല. അവരൊന്നും നോക്കുന്നില്ല. രാജ്യസുരക്ഷ അല്ല, ഡ്രഗ്സ് അല്ല, കെമിക്കൽ അല്ല, ഒന്നുമില്ല. സമ്പൂർണമായി ഗവൺമെന്റ് നിയന്ത്രണങ്ങളെ നിരാകരിക്കുന്ന, എടുത്തു കളയുന്ന നടപടിയാണ് എന്തോന്ന്? നവ ഉദാരവൽക്കരണം. ഓർത്തോളുക, SCERT ബുക്കിനകത്തുണ്ട്, ചോദിച്ച ചോദ്യമാണ്. ഇനി എന്താണ് മൾട്ടി നാഷണൽ കമ്പനീസ് എന്ന് പറഞ്ഞാൽ? ബഹുരാഷ്ട്ര കമ്പനികൾ. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്നു, അവർ വേറൊരു രാജ്യത്തിലേക്ക് വരുന്നു. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ട് വേറൊരു രാജ്യത്തിലേക്ക് വന്നിട്ട് ഈ രാജ്യത്തിന്റെ അന്തരീക്ഷവും റിസോഴ്സും റോ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ അവർ ഡെവലപ്പ് ആവുന്നു, ഇവിടെ വികസിക്കുന്നു, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നിട്ട് ഇവിടുത്തെ കമ്പോളത്തെ നിയന്ത്രിക്കുന്നു. ഒടുവിൽ ഇവിടുത്തെ ഗവൺമെന്റിനെ പോലും നിയന്ത്രിക്കുന്ന സാഹചര്യം എത്തുന്നു. പിന്നെ അവർ അടുത്ത രാജ്യത്തിലേക്ക് പോകുന്നു, അവിടെ പോകുന്നു, അവിടുത്തെ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഡെവലപ്പ് ആവുന്നു. അവിടുത്തെ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന അവസ്ഥ എത്തുന്നു, അവിടുത്തെ കമ്പോളത്തെ നിയന്ത്രിക്കുന്നു. ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും പോകുന്നു, അവിടുത്തെ വിഭവങ്ങളും റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ അവർ ഡെവലപ്പ് ആവുന്നു, അവിടുത്തെ കമ്പോളത്തെ മാർക്കറ്റിനെയൊക്കെ നിയന്ത്രിക്കുന്നു, അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. പലരും തെറ്റിദ്ധരിച്ച് പഠിച്ചു വയ്ക്കുന്നുണ്ട്. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിട്ട് മറ്റ് രാജ്യങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണ് മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന്. അങ്ങനെയല്ല. മൾട്ടിനാഷണൽ കമ്പനീസ് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിട്ട് ബാക്കി രാജ്യങ്ങളിൽ പോയി വിൽക്കുകയല്ല ചെയ്യുന്നത്. അവർ ഓരോ രാജ്യങ്ങളിലും ചെല്ലുന്നു, അവിടുത്തെ സാമ്പത്തിക അന്തരീക്ഷവും റിസോഴ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഡെവലപ്പ് ആവുന്നു, അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, അവിടെ വളരുന്നു. പിന്നെ അവിടുത്തെ കമ്പോളം പതുക്കെ നിയന്ത്രിക്കുന്നു, ഗവൺമെന്റിൽ പോലും നിയന്ത്രണം ഉണ്ടാവുന്നു. ഇതാണ് മൾട്ടിനാഷണൽ കമ്പനീസ്. പല മൾട്ടിനാഷണൽ കമ്പനീസിന്റെയും ടോട്ടൽ വിറ്റ് വരവേ ഈ ചില ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ദേശീയ വരുമാനത്തെക്കാൾ കൂടുതലാണ്. വികസ്വര രാജ്യങ്ങളുണ്ടല്ലോ, നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസ്, അവരുടെ ദേശീയ വരുമാനത്തെക്കാൾ കൂടുതലാണ് പല മൾട്ടിനാഷണൽ കമ്പനീസിന്റെയും ടോട്ടൽ ടേൺ ഓവർ. അതാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. ഓർത്തോളുക. അടുത്തൊരു ടേമാണ് SCERT ബുക്കിനകത്ത് ഓർത്തേക്കുന്ന ഒരു ടേമാണ് കമ്പോളവൽക്കരണം. നോക്കിയേ, പുതിയ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി കമ്പോളം ഇന്ന് വളരെ സ്വതന്ത്രവും വ്യാപകവും ശക്തവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഇന്ന് ഭയങ്കരമായി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ്, ഗവൺമെന്റിന് മാർക്കറ്റിന് മേലുള്ള നിയന്ത്രണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക സാധനങ്ങളും മാർക്കറ്റിലേക്ക് ഇട്ടു, കമ്പോളത്തിലേക്ക് ഇട്ടു. ഗവൺമെന്റിനൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം കാര്യങ്ങൾ മാർക്കറ്റിലോട്ടായി കഴിഞ്ഞു.
എല്ലാം കമ്പോളത്തിലേക്ക് ഇട്ടുവന്ന സാഹചര്യമാണ് ഇപ്പോൾ മൊത്തത്തിൽ. മാർക്കറ്റ് ടോട്ടലി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി, കമ്പോളത്തിന് മേലുള്ള സർക്കാർ നിയന്ത്രണം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ നിയന്ത്രണം ഇപ്പോൾ ഇല്ല കമ്പോളത്തിൽ. അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായം, ബാങ്കിങ്, ഇൻഷുറൻസ് എന്നിങ്ങനെ പല പുതിയ മേഖലകളും കമ്പോളത്തിന്റെ പരിധിയിലേക്ക് വന്നു. കണ്ട, ഗവൺമെന്റ് മേഖലയിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ കമ്പോളത്തിന്റെ ഭാഗമാണ്, പ്രൈവറ്റൈസ് ചെയ്ത് മാർക്കറ്റിന്റെ ഭാഗമായി കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾ പോലും കമ്പോളത്തിന്റെ ഭാഗമാണ്. സർക്കാർ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ച് കമ്പോളത്തിന്റെ ഭാഗമായി, മാർക്കറ്റിന്റെ ഭാഗമായി. പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ മാർക്കറ്റ് ആവുകയാണ്. പ്രൈവറ്റൈസ് ചെയ്താൽ പിന്നെ ഗവൺമെന്റിന് റോൾ ഇല്ലല്ലോ, അപ്പോഴേ മാർക്കറ്റിലോട്ട് പോവുകയാണ്, കമ്പോളത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. നോക്കി, എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ കമ്പോളത്തിലേ ലഭ്യമാകൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പോലും ഇപ്പൊ കമ്പോളത്തിലേക്ക് ഇട്ടു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു. എല്ലാം കമ്പോളത്തിലേക്ക് ഇട്ടു, അല്ലെങ്കിൽ കമ്പോളത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ അവിടെ കിട്ടു എന്ന രീതിയിലേക്ക് എത്തി. ഇതിനെ വിളിക്കുന്ന പേരാണ് കമ്പോളവൽക്കരണം. SCERT 10ാം ക്ലാസ്സിലെ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കമ്പോളവൽക്കരണം. നോക്കി, ഈ പ്രവണത കമ്പോളവൽക്കരണം എന്നറിയപ്പെടുന്നു. ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്, കമ്പോളവൽക്കരണത്തിന്റെ പരമമായ ലക്ഷ്യം എന്ത്? കമ്പോളവൽക്കരണം അല്ലെങ്കിൽ പ്രൈവറ്റൈസ് ചെയ്ത് കമ്പോളവൽക്കരണം ആയി കഴിഞ്ഞാൽ എന്താണ് പരമമായ ലക്ഷ്യം? ഒറ്റ ഇതേ ഉള്ളൂ, ലാഭം. മാർക്കറ്റിന്റെ, കമ്പോളത്തിന്റെ പരമമായ ലക്ഷ്യം എന്ത്? ലാഭം തന്നെയാണ്. ഈ ഗവൺമെന്റിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം ലാഭം എന്ന് പറയാൻ പറ്റും? ഗവൺമെന്റ് പ്രവർത്തിക്കുന്ന ലാഭത്തിന് വേണ്ടിയാണോ? ഒരിക്കലുമല്ല. ഗവൺമെന്റ് ലാഭത്തിന് വേണ്ടി ശ്രമിക്കൂലെന്ന് അറിഞ്ഞൂടെ, എന്നാലും ഗവൺമെന്റിന്റെ ലക്ഷ്യം പറയുമ്പോൾ എന്താണ്? ജനങ്ങളുടെ ക്ഷേമമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ലാഭം ഉണ്ടാക്കുക എന്നതിനുപരി ജനങ്ങളുടെ ക്ഷേമമാണ് ഗവൺമെന്റിന്റെ പരമമായ ലക്ഷ്യം. പക്ഷെ കമ്പോളത്തിന്റെ ലക്ഷ്യം അങ്ങനെയാണ്. കമ്പോളത്തിന് എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? ജനങ്ങൾക്ക് വല്ലതും കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർ നോക്കുന്നില്ല. മാർക്കറ്റ്, കമ്പോളവൽക്കരണത്തിന്റെ പരമമായ ലക്ഷ്യം എന്തുമാത്രമാണ്? ലാഭം. ചിലപ്പോൾ ചോദിക്കും കേട്ടോ, എന്താണ് കമ്പോളവൽക്കരണത്തിന്റെ പരമമായ ലക്ഷ്യം? ലാഭം. പിടികിട്ടുവേ. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ് എന്താണെന്ന് നോക്കി, ബഹുരാഷ്ട്ര കമ്പനികൾ നോക്കി, പിന്നെ കമ്പോളവൽക്കരണം നോക്കി, നവ ഉദാരവൽക്കരണം നോക്കി, ഇതെല്ലാം SCERT ബുക്കിനകത്തുണ്ട്. ഇനി പേറ്റന്റ് എന്നൊരു വാക്കും കൂടിയുണ്ട്. എന്താണ്? ഞാനൊരു പുതിയ സാധനം കണ്ടുപിടിച്ചു, ആ സാധനം മറ്റാരും കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറെ കാലത്തേക്ക് അതിന്റെ അവകാശം എനിക്ക് തരും. അതാണ് പേറ്റന്റ്. ഇനി ഞാനൊരു പുതിയ ടെക്നിക്കാണ് കണ്ടുപിടിച്ചതെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. ഞാനൊരു പുതിയ ടെക്നിക്ക് കണ്ടുപിടിച്ചു, പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചു, പുതിയ സാധനം കണ്ടുപിടിച്ചു, എന്ത് കണ്ടുപിടിച്ചാലും അത് വേറെ ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറെ കാലത്തേക്ക് അതിന്റെ അവകാശം എനിക്ക് തരും. അതിനെ വിളിക്കുന്ന പേരാണ് പേറ്റന്റ്. ഇതും ബുക്കിനകത്തുള്ള കാര്യമാണ്, ഓർത്തോളുക. ഇനി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ കാര്യം പഠിച്ചു. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ് നിലവിൽ ഗ്ലോബലൈസേഷന്റെ, ആഗോളവൽക്കരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത്രയേ ഉള്ളൂ നവസാമ്പത്തിക പരിഷ്കാരം എന്ന് ചോദിച്ചാൽ അല്ല. നവസാമ്പത്തിക പരിഷ്കാരം ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ നമ്മൾ റിവിഷൻ ക്ലാസ്സാണ്, ഓർമ്മ വേണം. ഇത്രയെങ്കിലും ഒന്ന് ഓടിച്ച് റിവിഷൻ നടത്തിക്കൊണ്ട് പോവുക. ഓക്കെ ആണേ. എടാ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് സബ്ജക്ട് തിയറിയാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, പക്ഷേ 1-2 10th ലെവൽ പരീക്ഷയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ തിയറി ഞാൻ PQ പർവ്വത്തിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഉൽപാദന സാധ്യതാ വക്രമൊക്കെ നമ്മൾ PQ പർവ്വത്തിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇനിയിപ്പോൾ അത് പഠിപ്പിക്കാനും സമയമില്ല, അതിൻ്റെ തിയറി പറയാനും സമയം. റിവിഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാനിത് പറയുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് അങ്ങ് പഠിച്ചു വയ്ക്കുക. ഇനിയിപ്പോൾ ഈ മണിക്കൂർ ലാസ്റ്റ്, ഇപ്പം മറ്റന്നാളാണ് LDC പരീക്ഷ വരുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് നിമിഷം നമുക്ക് ഇനിയിപ്പോൾ അത് ഓടിച്ച് റിവിഷൻ നടത്താനുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള സമയമൊന്നുമില്ല. ഒരു പക്ഷേ ചോദ്യം ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ കുറച്ച് GK ഫാക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു പോവുക. ഇത് കാണാതെ പഠിച്ചു പോകാൻ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ നിലവിൽ. നമുക്ക് ലാസ്റ്റ് നിമിഷം ഇനിയിപ്പോൾ കാണാതെ പഠിക്കുക എന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് അതങ്ങ് പഠിച്ചു വയ്ക്കുക. ഇത് പഠിപ്പിച്ച് തരാൻ വേണ്ടിയുള്ള സമയം ഇനിയിപ്പോൾ ഇല്ല. നമുക്ക് എല്ലാ ടോപ്പിക്കും പഠിച്ചു പറ്റും. എക്കണോമിക്സ് മാത്രം പഠിച്ചാൽ പോരല്ലോ, എല്ലാ ടോപ്പിക്കും പഠിച്ചേ പറ്റും. അപ്പോൾ നമുക്കത് പഠിക്കാനുള്ള സമയമല്ല. അതുകൊണ്ട് മാത്രം ഒന്ന് ഓടിച്ച് പറയുകയാണ്. ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് കാണാതെ പഠിച്ചങ്ങ് വയ്ക്കുക. ശ്രദ്ധിച്ചേ, നമ്മുടെ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നം 1-2 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട 4 സാമ്പത്തിക പ്രശ്നമാണ്? എന്തുൽപാദിപ്പിക്കണം, എത്ര ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് 4 സാധനം. ഈ 4 ഏതാ ഒരെണ്ണം മാറ്റിയിട്ട് വേറെന്തോ ചോദിച്ചു. അപ്പോൾ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും ബേസിക് പ്രോബ്ലം എന്തൊക്കെയാണ്? എന്തുൽപാദിപ്പിക്കണം, എത്ര ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ആരുൽപ്പാദിപ്പിക്കണം എന്ന് കൊടുത്തിട്ടില്ല കേട്ടോ. ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുന്നത്. ആരുൽപ്പാദിപ്പിക്കണം, ഉണ്ടോ ഇല്ലയോ? ഇല്ല. എന്തൊക്കെയാണ്? എന്തുൽപ്പാദിപ്പിക്കണം, എത്ര ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇതാണ് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, ബേസിക് പ്രശ്നങ്ങൾ. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന കർവിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന കർവാണ് ഉൽപാദന സാധ്യതാ വക്രം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. PQ പർവ്വത്തിൽ എടുത്തിട്ടുണ്ട്. എക്കണോമിക്സിന്റെ 2ാമത്തെ PQ പർവ്വത്തിൽ എടുത്തിട്ടുണ്ട്. കാണുന്നുള്ള ആൾക്കാർക്ക് അത് ഇപ്പോൾ പോയി കണ്ടുപോയി അത് പിടി കിട്ടും. പക്ഷെ നമുക്ക് ആൻസർ പഠിച്ചു വയ്ക്കാം. ഉൽപാദന സാധ്യതാ വക്രം. 4 സാമ്പത്തിക പ്രശ്നം: എന്തുൽപ്പാദിപ്പിക്കണം, എത്ര ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഈ 4 പ്രശ്നം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന കർവാണ് ഉൽപാദന സാധ്യതാ വക്രം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് കർവ്. ഇനി ഈ കർവിന്റെ ഷേപ്പ് പഠിച്ചു വയ്ക്കുക. കർവിന്റെ ഷേപ്പ് എന്നാൽ കോൺകേവ് ടു ഒറിജിൻ. ഒറിജിനിലേക്ക് കോൺകേവ് ഷേപ്പ്. ഇതാണ് ഒറിജിൻ എങ്കിൽ
ഇങ്ങനെ ഇരിക്കും. കോൺകേവ്, കേവ് അകത്ത്, കേവ്, കോൺകേവ് ടു ഒറിജിൻ. ഇതാണ് ഇതിന്റെ ഷേപ്പ്. പഠിച്ചു വെച്ചാൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് എനിക്ക് പഠിപ്പിച്ചു തരാനുള്ള സമയം നിലവില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ ലാസ്റ്റ് ലാപ്പിലോട്ട് പോവുകയാണ്, റിവിഷനാണ്. അപ്പോൾ ഒരു പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടി കാണാതെ പഠിച്ചു വയ്ക്കുക. ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ കോൺകേവ് ടു ഒറിജിൻ ആണ്. ഇനി ഉൽപാദന സാധ്യതാ വക്രത്തിലെ എല്ലാ പോയിന്റുകളും സൂചിപ്പിക്കുന്നത് സമൂഹത്തിലെ പൂർണ്ണമായ പ്രയോജനപ്പെടുത്തലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നുള്ളൂ. ഇപ്പോൾ ഇതാണ് ആ കർവ് എന്ന് വിചാരിക്കുക. ഈ കർവിലെ എല്ലാ പോയിന്റും സൂചിപ്പിക്കുന്നത് സമൂഹത്തിലെ പൂർണ്ണമായ പ്രയോജനപ്പെടുത്തലാണ് അല്ലെങ്കിൽ ഉപയോഗമാണ്. അത് പഠിച്ചു വെക്കണം. ഞാൻ വീണ്ടും പറയുന്നത്, സമൂഹത്തിലെ റിസോഴ്സിന്റെ പൂർണ്ണമായ പ്രയോജനപ്പെടുത്തൽ, റിസോഴ്സ് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി എന്നാണ് ഈ കർവിലെ ഓരോ പോയിന്റും സൂചിപ്പിക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. കർവിലെ ഓരോ പോയിന്റും സൂചിപ്പിക്കുന്നത് റിസോഴ്സ് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി എന്നാണ്. പ്രയോജനപ്പെടുത്തി എന്നാണ് ഈ കർവിലെ ഓരോ പോയിന്റും സൂചിപ്പിക്കുന്നത്. പിടികിട്ടുമല്ലോ? അതാണ് വിഭവങ്ങളുടെ പരിധിയാണ് ഉൽപാദന സാധ്യതാ വക്രം സൂചിപ്പിക്കുന്നത്. വിഭവങ്ങളുടെ പരിധിയാണ് ഉൽപാദന സാധ്യതാ വക്രം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ് കാണാതെ പഠിച്ച് വയ്ക്കട്ടോ. അതുപോലെ മറ്റൊരു കർവാണ് ഇൻഡിഫറൻസ് കർവ്, മലയാളത്തിൽ നിസ്സംഗതാ വക്രം എന്ന് പറയും. നിസ്സംഗതാ വക്രം, ഇടത് നിന്ന് വലത്തോട്ട് താഴേക്ക് ചരിഞ്ഞ വക്രം. ഡിഫറൻസ് കർവ് എങ്ങനെയാണ് വയ്ക്കുന്നത് വെച്ചാൽ ഇടത് നിന്ന് വലത്തോട്ട് താഴോട്ട് ചരിഞ്ഞ വക്രം. ഇടത് നിന്ന് വലത്തോട്ട് താഴോട്ട് ചരിഞ്ഞ വക്രമാണ് ഇൻഡിഫറൻസ് കർവ്. ഇടത് നിന്ന് വലത്തോട്ട് താഴോട്ട് ചരിഞ്ഞ വക്രം, ഇതാണ് ഇൻഡിഫറൻസ് കർവ്. ഇങ്ങനെ വരയ്ക്കുന്ന കർവാണ് ഇൻഡിഫറൻസ് കർവ്. മുകളിലേക്ക് പോകുന്ന ഓരോ ഇൻഡിഫറൻസ് കർവും സൂചിപ്പിക്കുന്നത് ഒരാളുടെ കൂടിയ സാറ്റിസ്ഫാക്ഷൻ ആണ്. നോക്കി, മുകളിലേക്കുള്ള ഓരോ ഇൻഡിഫറൻസ് കർവും സൂചിപ്പിക്കുന്നത് കൂടി വരുന്ന സംതൃപ്തി. ഇങ്ങോട്ട് വെച്ചാൽ സംതൃപ്തി കൂടി പോകുന്നു. താഴേക്ക് വരുന്നത് കുറഞ്ഞു പോകുന്നു. താഴോട്ട് വരുന്നത് കുറഞ്ഞു വരുന്നു. താഴേക്കുള്ള ഓരോ ഇൻഡിഫറൻസ് കർവും സൂചിപ്പിക്കുന്നത് കുറഞ്ഞു വരുന്ന സംതൃപ്തിയാണ്. ഇനി ഇൻഡിഫറൻസ് കർവ് പരസ്പരം കൂട്ടിമുട്ടില്ല കേട്ടോ. ഒരേ ഗ്രാഫിൽ തന്നെ 2-3 ഇൻഡിഫറൻസ് കർവ് കാണും. ഒരേ ഗ്രാഫിൽ ഇങ്ങനെ 2-3 ഇൻഡിഫറൻസ് കർവ് കാണും. ഓക്കെ, മുകളിലേക്ക് പോകുന്നതോറും സാറ്റിസ്ഫാക്ഷൻ കൂടി പോകും. താഴോട്ട് വരുന്നതോറും സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരും. ഇത് പരസ്പരം കൂട്ടിമുട്ടത്തില്ല. ഇൻഡിഫറൻസ് കർവ് പരസ്പരം കൂട്ടിമുട്ടത്തില്ല. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കും ഇതൊക്കെ. ഇൻഡിഫറൻസ് കർവ് പരസ്പരം കൂട്ടിമുട്ടത്തില്ല. പിടികിട്ടുമല്ലോ? ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓരോ കർവ് എടുത്താലും അതിനകത്തുള്ള ഏത് പോയിന്റും ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഈ കർവിലെ ഈ പോയിന്റും ഒക്കെ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇൻഡിഫറൻസ് കർവിലെ ഓരോ പോയിന്റും സൂചിപ്പിക്കുന്നത് തുല്യ സംതൃപ്തിയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ പോയിന്റ് ഈ ഇൻഡിഫറൻസ് കർവിലെ ഓരോ പോയിന്റും അടുത്ത തുല്യ സംതൃപ്തിയാണ്. ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗതാ വക്രം, താഴേക്ക് ചരിഞ്ഞ വക്രം. നോക്കിയേ, ഇടത് നിന്ന് വലത്തോട്ട് താഴേക്ക് ചരിഞ്ഞ വക്രം, ഇതാണ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് പരസ്പരം കൂട്ടിമുട്ടൂല. മുകളിലേക്ക് പോകുന്നത് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ, താഴേക്ക് വരുന്നത് കുറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ. ഇനി അതിനകത്തുള്ള ഓരോ പോയിന്റും സൂചിപ്പിക്കുന്നത് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. ഓരോ കർവിലും കണ്ട 3 സാറ്റിസ്ഫാക്ഷൻ ആണ് പറഞ്ഞത്. മുകളിലേക്ക് പോയാൽ കൂടുതൽ, താഴേക്ക് വന്നാൽ കുറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ. ഇനി അതിനകത്തുള്ള ഓരോ പോയിന്റും സൂചിപ്പിക്കുന്നത് എന്താണ്? ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. പിടികിട്ടുവേ? ഓക്കെ ആണേ? ഇനി ഇതാണ് എക്സാമിന് ഒന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ. കൺസ്യൂമർ ഇക്വിലിബ്രിയം, ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ. ഒരു 12th ലെവൽ പരീക്ഷയ്ക്ക് വെച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇൻഡിഫറൻസ് കർവും ഒരാളുടെ പ്രൈസ് ലൈനും ബജറ്റ് ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. അപ്പൊ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ നിസ്സംഗതാ വക്രം, നമ്മൾ പഠിച്ച നിസ്സംഗതാ വക്രവും പിന്നെ ഒരു വ്യക്തിയുടെ വരുമാന ലൈൻ, ബജറ്റ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈൻ, അയാളുടെ വരുമാനത്തെ സൂചിപ്പിക്കുന്ന ലൈനാണ് ബജറ്റ് ലൈൻ. ആ ബജറ്റ് ലൈനോട് കൂട്ടിമുട്ടുന്ന പോയിന്റാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് കൺസ്യൂമർ ഇക്വിലിബ്രിയം. നിസ്സംഗതാ വക്രവും ബജറ്റ് ലൈനും ടാൻജൻഷ്യൽ അല്ലെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ. ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ലൈനാണ്. ഒരാളുടെ സാമ്പത്തിക അന്തരീക്ഷം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക അന്തരീക്ഷം സൂചിപ്പിക്കുന്ന ലൈനാണ് ബജറ്റ് ലൈൻ, പ്രൈസ് ലൈൻ. ആ സാമ്പത്തിക അന്തരീക്ഷം, ആ പ്രൈസ് ലൈനും ഈ ഇൻഡിഫറൻസ് കർവും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ആവുന്ന പോയിന്റാണ് സന്തുലിതാവസ്ഥ, കൺസ്യൂമറിന്റെ സന്തുലിതാവസ്ഥ, കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ ഭാഗം വെറും തിയറി ടോപ്പിക്കാണ്, ഒരു തിയറി ടോപ്പിക്ക്. അത് ഇങ്ങനെ പഠിച്ചാൽ പറ്റത്തില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ നമുക്ക് ലാസ്റ്റ് നിമിഷം റിവിഷനാണ്. ആ റിവിഷനിൽ ഒരു ചോദ്യം ചോദിച്ചാൽ കിട്ടണം. അതിനുവേണ്ടി കുറേ GK ഫാക്ട് പഠിച്ചു. ഉൽപാദന സാധ്യതാ വക്രം, അതിന്റെ ഷേപ്പ് എന്താണെന്ന് പഠിച്ചു. നിസ്സംഗതാ വക്രം ഷേപ്പ് പഠിച്ചു. എപ്പോഴാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം ആവുന്നത്? ഇത്രയും കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണേ? അപ്പോൾ ശ്രദ്ധിക്കുക, എക്കണോമിക്സിന്റെ ഒരു റിവിഷൻ ക്ലാസ് മാത്രമാണ് പറഞ്ഞത്. വളരെ സ്പീഡിന് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തത്, പഠിപ്പിക്കുകയല്ല ചെയ്ത ഒരു ഡിസ്കഷൻ ക്ലാസ് ആണ്. അവസാന നിമിഷം അല്ലെങ്കിൽ അവസാന മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയയാണ് ഈ പറഞ്ഞത്. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നബാർഡും RBIയും സെബിയും ഒന്ന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. അതുപോലെ തന്നെ 2023-24 ബജറ്റും 24-25 ഇടക്കാല ബജറ്റും, 23-24 ബജറ്റും 24-25 ഇടക്കാല ബജറ്റ്, ഇലക്ഷന് തൊട്ട് മുന്നേ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റും, ആ 2 ബജറ്റിന്റെ പ്രത്യേകതകൾ നാളെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഒരു മണിക്കൂറിനകത്ത് വരുന്നൊരു വീഡിയോ ആയിട്ട് നാളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടോളുക. ഇന്നിപ്പോൾ ഈ റിവിഷൻ ക്ലാസ് നല്ലപോലെ കാണുക. അതിനുശേഷം നാളെ
ആ ഒരു വീഡിയോ കൂടി കണ്ടോളുക. അതായത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റിനെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത്. 23-24 ബജറ്റും ഇലക്ഷന് തൊട്ട് മുന്നേ അവതരിപ്പിച്ച 24-25 ഇടക്കാല ബജറ്റിൻ്റെ ചേർത്ത് ഒരു മണിക്കൂറിനകത്ത് ഒരു റിവിഷൻ വീഡിയോ ഞാൻ ഇടും യൂട്യൂബിൽ, അടുത്ത ദിവസം തന്നെ ഇടും. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടോളുക പരീക്ഷയ്ക്ക് മുന്നേ. പിന്നെ നബാർഡ്, സെബി, RBI ഈ ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ബാക്കി സിലബസിനകത്തുള്ള ഒരുവിധമുള്ള കാര്യങ്ങളുടെ ഔട്ട്ലൈൻ റിവിഷൻ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വെറും റിവിഷൻ ക്ലാസ് മാത്രമാണ്. അവസാന നിമിഷം നമ്മൾ ഓടിച്ച് പഠിക്കേണ്ട കുറച്ച് ഭാഗം ഇതിൽ തന്നെ കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈ വീഡിയോ പരമാവധി കാണുക. ബസ്സിലിരിക്കുന്ന സമയത്തോ യാത്ര ചെയ്യുന്ന സമയത്തോ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇട്ട് വീഡിയോ കേട്ടുകൊണ്ടിരിക്കുക. വീഡിയോ കണ്ടില്ലെങ്കിലും വീഡിയോ കേട്ടിരിക്കുക. ഒരു ചോദ്യം കിട്ടിയാൽ അത്രയുമായി. ഒരു ചോദ്യം മതി, ഒരു ചോദ്യം അതാണ് ആലോചിച്ചത്, ഒരു ചോദ്യം മതി. അപ്പോൾ അതുകൊണ്ട് ദയവേത് നല്ലതുപോലെ പഠിക്കുക, റിവിഷൻ നടത്തുക. ഇനിയുള്ള മണിക്കൂറുകൾ പരമാവധി യൂസ് ചെയ്ത് റിവിഷൻ നടത്തുക. ആരും ടെൻഷൻ അടിക്കേണ്ട. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.